റാങ്ക്. അത് ആയിഷയുടെ വളരെ അടുത്ത രാധിക എന്ന കുട്ടിക്ക്. കാരണം ഞാൻ ആയിഷയ്ക്ക് ഒരു റാങ്ക് പ്രതീക്ഷിച്ചതായിരുന്നു. ഞാൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരു അസസ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. കുട്ടികളെ അവരുടെ നിലവാരം നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കുറെയൊക്കെ പഠിപ്പിക്കും. അന്നത്തെ കാലത്ത് ഞാൻ ചില ക്ലാസ് ടെസ്റ്റ് ഒക്കെ നടത്തിയിരുന്നു. വളരെ കുറവ് തന്നെ ക്ലാസ് ടെസ്റ്റ് കുട്ടികളെ ബുദ്ധിമുട്ടിക്കാറൊന്നും ഇല്ല. അപ്പൊ അന്ന് ക്ലാസ് ടെസ്റ്റ് നടത്തുന്നു. പലപ്പോഴും ഞാൻ ആയിഷയുടെ ആൻസർ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച കുട്ടിയുടെ ആൻസർ ഉണ്ടാവും, ആയിഷയുടെ ഉണ്ടാവും. എനിക്ക് ഐ റിമെമ്പർ ദാറ്റ് സ്റ്റിൽ ദീസ് തിങ്സ് ആർ വെരി ഫ്രഷ് ഇൻ മൈ മെമ്മറി. അപ്പൊ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച കുട്ടിയുടെ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആൻസറാണ്. ഞാൻ ക്ലാസ്സിൽ കൊടുത്ത നോട്ട്സിന്റെ പുള്ളി തെറ്റാതെ സെന്റൻസും വേർഡും എല്ലാം അതേപോലെ തന്നെ, ഒരു മാറ്റമില്ല. ആവശ്യമുള്ള ആൻസർ അതിലില്ല. പക്ഷെ അതിന് ഫുള്ള് മാർക്ക് കിട്ടുമല്ലോ, സംശയം. പക്ഷെ ആയിഷയുടെ ആൻസർ അങ്ങനെയല്ല. ഞാൻ കൊടുത്ത നോട്ട്സ് അത് വായിച്ച് ആയിഷയുടെ ഹെറോൺ സെന്റൻസ്, ഷീ ക്രിയേറ്റ് ഹെറോൺ സെന്റൻസ്. അത് മാത്രമല്ല, ഞാൻ കൊടുത്ത നോട്ട്സിന്റെ അതിൽ കുറെ എഡീഷൻസ് ഉണ്ടാകും. അതിന്റെ അർത്ഥം ഞാൻ കൊടുത്ത നോട്ട്സ് മാത്രമല്ല ആയിഷ കൊടുക്കുന്നത്. ഷീ യൂസ് ടു റെഫർ ബുക്സ് ഫ്രം ദ ലൈബ്രറി. അപ്പൊ അത് ആൻസർ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഞാൻ കൊടുത്ത നോട്ട്സ് അല്ല, ഇത് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. പക്ഷെ ഷീ പ്രിപ്പയർഡ് ഹെർ ഓൺ നോട്ട്സ്. അതുപോലെ തന്നെ എനിക്ക് വല്ലാത്തൊരു പ്രയാസമായിരുന്നു. ആയിഷക്ക് റാങ്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ശരി, അത് കഴിഞ്ഞു. ആയിഷ PG ഒക്കെ കഴിഞ്ഞു. ഡിഗ്രി പഠിക്കുന്ന കാലത്ത് വേറെ പല ഓർമ്മകളൊക്കെ ഉണ്ട്. പക്ഷെ ആയിഷ ഓർക്കുന്നറിയില്ല. സ്റ്റഡി ടൂർ പോയ കാര്യങ്ങളൊക്കെ. ആയിഷ സ്റ്റഡി ടൂറ് എന്റെ ആദ്യത്തെ സ്റ്റഡി ടൂറാണ് ആസ് എ ടീച്ചർ. കൊണ്ടുപോയത് ആയിഷയുണ്ട്. ആദ്യത്തെ എന്റെ അധ്യാപകനായി ജോലി ചെയ്തതിന് ശേഷം ആദ്യത്തെ ഒരു സ്റ്റഡി ടൂറാണ് ടീച്ചർ കൊണ്ടുപോകുന്നത്. ടീച്ചർ ബാച്ചിൽ കൊണ്ടുപോകുന്നത്. അത് സ്റ്റഡി ടൂർ ട്രിച്ചിനാപ്പള്ളിക്കായിരുന്നു. ക്രിട്ടേഷ്യസ് ഓഫ് ട്രിച്ചിനാപ്പള്ളി. അവിടെ ഞാൻ ആദ്യമായിട്ട് പോവാണ് അവിടുത്തെ. അപ്പൊ അവിടുത്തെ ഒരു നാഷണൽ കോളേജ് ട്രിച്ചി, അവിടുത്തെ ഒരു ജിയോളജി ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ സത്യമൂർത്തി, ഇങ്ങനെയാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തത്. ഹി ഹിംസെൽഫ് came to the field. അപ്പോ നിങ്ങൾക്കറിയാം, ഇപ്പൊ ഇവിടെയുള്ള കുട്ടികളെ മിക്കവാറും ട്രിച്ചിനാപ്പള്ളി പോയവരൊക്കെ കുറെ പേരുണ്ടാവും ഇല്ലേ? ക്രിട്ടേഷ്യസ് ഓഫ് ട്രിച്ചിനാപ്പള്ളി. അപ്പോ അവിടെ പോയി നമ്മളെ ക്രിട്ടേഷ്യസ് ഓഫ് ട്രിച്ചിനാപ്പള്ളി ഫോർമേഷൻസ് എല്ലാം കണ്ടു. വൈകുന്നേരം തിരിച്ചു വന്നു റൂമിലേക്ക്. യൂസ് ടു സ്റ്റേ നിയർ ബൈ ലോഡ്ജ്. ആ ലോഡ്ജിലായിരുന്നു താമസിച്ചത്. എല്ലാം ഭക്ഷണം കഴിഞ്ഞ് ആൺകുട്ടികൾ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഒരു സിനിമ കാണാൻ പോകുന്നു. സാധാരണ പണ്ടൊക്കെ അങ്ങനെയാണ്, കുട്ടികളൊക്കെ നമ്മൾ താമസിച്ച് പുറത്തു പോകുമ്പോൾ അധ്യാപകരുടെ പറഞ്ഞു. ഇതിന് അതൊന്നും ഇല്ല.
അത് നടക്കില്ല. അപ്പോ അങ്ങനെ കുട്ടികൾക്ക് സിനിമ ആണ്. അപ്പോ സിനിമ ഏതാ? അന്ന് ഗാന്ധി സിനിമ. ഗാന്ധി സിനിമ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അവിടെ തിയേറ്ററിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ സാധനങ്ങൾ ഗാന്ധി സിനിമ കാണാൻ പോകാം, ആയിക്കോട്ടെ പോയിക്കൊള്ളുന്ന പറഞ്ഞു. അപ്പൊ അവരൊക്കെ പോയിട്ടാകുമ്പോൾ ആയിഷയും 2 കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് സിനിമ കാണുന്നു. ഞാനെങ്കില വളരെ മെലിഞ്ഞ വളരെ കൊച്ചു പയ്യനായിട്ട് ആ സമയത്ത് വലിയ ധൈര്യമൊന്നുമില്ല. ഒരു അധ്യാപകൻ നടന്നിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് വലിയ ധൈര്യമൊന്നുമില്ല. ഒന്നാലും പരിചയമില്ലാത്ത ഏരിയ, 2 പെൺകുട്ടികളാണ്. 2 വിളിച്ചോണ്ട് ഞാൻ കൂടെ തന്നെ. പിന്നെ വേറെ നിർവാഹമില്ലാതെ പോയി. അതായത് ആൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ വിളിച്ച്, ധൈര്യത്തിന് അവരൊക്കെ ഉണ്ടല്ലോ, പിടിക്കാനൊന്നും ഇല്ലാന്ന് പോയി തിയേറ്ററിൽ എത്തി നോക്കുമ്പോൾ ആൺകുട്ടികളാരുമില്ല. അവരൊക്കെ അതിനേക്കാളും വലിയ സിനിമ അടുത്ത തിയേറ്ററിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ അവിടെ പോയിരിക്കുക. ഞാൻ പോയി, ഞാൻ പെട്ടുപോയി. കാരണം വേറെ ആരുമില്ല. നമ്മൾ വേറൊരു സാറുണ്ടായിരുന്നു. സാറിന് കൊണ്ട് ആരെയൊക്കെയോ പെട്ടെന്ന് കാണേണ്ട ആവശ്യമില്ല. സാറ് പോയി പറഞ്ഞ് എന്നോട് പറഞ്ഞ് നിങ്ങൾ പോയി കൊടുക്കാൻ തിയേറ്ററിലേക്ക് വന്നോളാം. സാറ് പിന്നെ കണ്ടില്ല. സാറ് വന്നിരുന്നു. സാറ് മുമ്പിലെവിടെയോ സീറ്റ് ഇരിക്കുക. അപ്പൊ ഞങ്ങളൊക്കെ കയറി ഇരുന്ന് സിനിമയൊക്കെ കണ്ട് സിനിമ കണ്ട് ഏകദേശം പറയുകയാണ്. ആയിഷയുടെ സുഹൃത്ത് ആയിട്ടുള്ള മറ്റേ കുട്ടി സീറ്റിലിരിക്കുന്നില്ല. സീറ്റിന് മുമ്പിൽ വന്നിരിക്കുക. ആകെ ഡിസ്റ്റർബാണ്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായി. സിനിമ കാണാനുള്ള ഒരു മൂഡില്ലാതെ കുട്ടി ഒക്കെ മുമ്പിൽ ഇങ്ങനെ ബാക്കിലൊക്കെ ഇരിക്കുന്നില്ല. സംഭവം എന്താ വെച്ചാൽ ബാക്കിനാരൊക്കെ ശല്യപ്പെടുത്തുന്നുണ്ട്. തിരിച്ചു നോക്കുമ്പോ ഒരു ബറ്റാലിയൻ കുട്ടികൾ, അതായത് ട്രിച്ചി കോളേജിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ, ആ വിദ്യാർത്ഥി കുട്ടികളായിട്ട് ആ ഒരു ടീമായിട്ടാവില്ല. ആകെ കച്ചറയാണ്. ഞാനൊക്കെ തിരിഞ്ഞു നോക്കി, അങ്ങനെ വെച്ച് വയ്യ നോക്കിക്കഴിഞ്ഞാൽ ആരും വൈകി. ഇവരുടെ കാര്യങ്ങളൊക്കെ തുടർന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്റർവെല്ലൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചത് ശല്യമൊക്കെ കുറഞ്ഞു. പക്ഷെ ശല്യം കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു രക്ഷയില്ല. നമുക്ക് ഒന്നാമത് പുറം രാജ്യമാണ്, നമുക്ക് ഒരു പരിചയമില്ല. ഈ ലാംഗ്വേജും അത്ര മനസ്സിലാക്കിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോവാം, സിനിമ പിന്നെ കാണാം. ഇനിയിപ്പോ അത് കഴിഞ്ഞ ബുദ്ധിമുട്ടാണ്, കാരണം നമുക്ക് പരിചയമില്ലാത്ത ഏരിയയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നല്ല ഇറങ്ങി പുറത്ത് വന്ന് അത് 2-3-4 കിലോമീറ്ററിലാണ്. അപ്പൊ അത് രാത്രിയാണ്, സെക്കൻഡ് ഷോ ആണ്. 12 കാലത്ത് ആയി വന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകേണ്ട ഒരു ഓട്ടോറിക്ഷ കാത്തിരിക്കുന്നു. ഓട്ടോറിക്ഷ കുറെ സമയം ഒരു കപ്പട മീശൊക്കെ വെച്ച് നല്ലൊരു തട്ടിയെന്ന് പറഞ്ഞ ഒരു ഓട്ടോറിക്ഷ കയറ്റി അതിൽ കയറി ഇതെങ്ങനെയൊന്നും ലോഡ്ജിലേക്ക് എത്തിയാൽ മതി. അതുവരെ മനസ്സമാധാനം ഇല്ല. ഈ 2 കുട്ടികളായിട്ട് റൂമിലാക്കിയിട്ട് വേണം ഒരു സമാധാനത്തിൽ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിരുന്നു. ഇയാളിങ്ങനെ ഓട്ടോറിക്ഷ ഓട്ടി കൊണ്ടുപോയി പാട്ടൊക്കെ പാടിങ്ങനെ പോകുന്നു. എന്തെങ്കിലും നെഞ്ചിങ്ങനെ ഇടിക്കുക. ഇത് എവിടത്തേക്ക് ഇയാൾ കൊണ്ടുപോകുന്നത് ഒരു പരിചയമില്ല. ഇങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞാൽ ആ അഭിപ്രായത്തിന്റെ പെട്ടെന്ന് എത്തണം. ഇതിന് 3-4 കിലോമീറ്ററിൽ കുറച്ച് ഓടണ്ടേ. എന്നിട്ട് കുറെ പോയിട്ട് ഒന്നും കാണില്ല. ഞാൻ വിചാരിച്ച് ഇയാൾ പെട്ടില്ല. ഒരു അപകടത്തിൽ നിന്ന് വന്ന് 2ാമത്തെ അപകടത്തില്ല എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കുറെ പോയി. ഞാൻ അന്ന് അനുഭവിച്ച ആ ഒരു വേദന ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. കുറെ കഴിയുമ്പോഴാണ് നമുക്ക് ദേശം റെയിൽവേ സ്റ്റേഷനിലെ ഒരു ലൈറ്റൊക്കെ കണ്ട് ഭാഗം എനിക്ക് റൂമിലാക്കി. അതിന് ശേഷം പിന്നെ ഈ പരിപാടിക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ ഒരു അത് കഴിഞ്ഞ് ആയിഷ MS ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഫാക്കൽറ്റി. സത്യത്തില് ആ സമയത്ത് അധ്യാപകൻ ഞാനും ആയിഷ, അതുപോലെ തന്നെ പ്രഭാകർ സാർ. നേരത്തെ ഒരു സാറുണ്ടായിരുന്നു, ഹമീദ് സാർ. സാറ് ഒരു വർഷം ഉണ്ടായിട്ടുള്ളൂ ഡിപ്പാർട്ട്മെന്റ്, സ്റ്റാർട്ടിങ് സമയത്തുണ്ടായി. പിന്നെ സാറ് ആയിഷ പഠിപ്പിച്ചിട്ടുണ്ടെന്നറിയില്ല. പിന്നെ ഞങ്ങൾ 3 പേരാണ് ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നത്. ശരിക്കും
അപ്പൊ ഞാൻ നേരത്തെ ആഴ്ചയാക്കി സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക, ആ കാലഘട്ടം ശരിക്കും ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് പറഞ്ഞാല് നമ്മുടെ ഹെഡോ ടൈലോ അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകളില്ല, അതെല്ലാം പോലെ ഒരേ രീതിയിൽ ചിന്തകളും ഒരേ രീതിയിൽ പ്രവർത്തിക്കണം, ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ ഒരുപാട് വർഷം ശരിക്ക് ആയിഷ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സിസ്റ്റർ പോലെ. ആയിഷയുടെ അതേ ഏജിന്റെ ഒരു സിസ്റ്റർ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും ഭയങ്കര കോർഡിനേഷൻ ആയിരുന്നു, ഒരേ വേവിലെത്തായി. ആയിഷ ഞാനുമായിട്ട് ഏകദേശം 28 വർഷത്തെ ഒരു പരിചയമുണ്ട്. അതായത് ആദ്യം അതായത് ഒരുമിച്ച് ജോലി. ഇപ്പോ ഇന്നടക്കം എനിക്ക് ആയിഷ വളരെ ക്ലോസ് തന്നെയാണ്. 3 വർഷം ഞാൻ പഠിപ്പിച്ചു, 25 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യും. ഈ ഒരു കാലയളവിൽ ഒരു പ്രാവശ്യം പോലും തമ്മിലൊരു ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു രീതിയില്ല ഒരു പ്രശ്നങ്ങളും ഞാനായാലും ശരി ആയിഷയായാലും ശരി പ്രധാന സംബന്ധിച്ചു അങ്ങനെ ഒരു പ്രശ്നം ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷെ ആ ഒരു കോർഡിനേഷൻ എന്നും ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. പക്ഷെ അത് ഇന്നുകൊണ്ട് ഇത് അത് ആ ഒരു കോർഡിനേഷൻ ടീച്ചേഴ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് കണ്ടിന്യൂ. അപ്പൊ ആയിഷയുടെ ക്ലാസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എടുക്കുന്ന ക്ലാസ് ആദ്യം നന്നായി മനസ്സിലാക്കി നന്നായി പഠിച്ച് വളരെ ആധികാരികമായാണ് ക്ലാസ് എടുക്കുന്നത്. അതിപ്പോ ആ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും, അതായത് ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾക്കടക്കം മനസ്സിലാവുന്ന രീതിയിലാണ് ആയിഷയുടെ ക്ലാസ്. ആയിഷ ശരിക്കും ഒരു മാതൃക അധ്യാപകയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം എല്ലാ രീതിയിലും ആയിഷ ഒരു അധ്യാപികയുടെ ക്വാളിറ്റി 100% ഒരു ടീച്ചറാണ്. അതൊരു സംശയം. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളൊക്കെ ഇപ്പോ ടീച്ചറുടെ സ്റ്റുഡൻസാണ്, നിങ്ങൾക്കറിയാം ടീച്ചർ പഠിപ്പിക്കുന്ന സബ്ജക്ട് തന്നെ അറിയാം. നമുക്ക് പെട്രോളജിയാണ് ടീച്ചർ കൂടുതൽ പെട്രോളജി, പ്രത്യേകിച്ച് ഇഗ്നിയസ് പെട്രോളജി. അപ്പൊ ഇവിടുത്തെ ഡിഗ്രി കഴിഞ്ഞിട്ട് MSc പോയ കുട്ടികളടക്കം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് പെട്രോളജി കുറെ കൂടി നന്നായി പെർഫോം ചെയ്തു. കാരണം ഞങ്ങൾക്ക് ബേസിക്സ് നന്നായിട്ട് ടീച്ചർ പറഞ്ഞു തന്നുണ്ട്, നന്നായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സബ്ജക്റ്റ് എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാം എന്നുള്ളതിന്റെ ഒരു സെമിനാറിന്റെ ടോപ്പിക് ഉള്ളപോലെ ആർട്ട് ഓഫ് ടീച്ചിങ് ആയിഷയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ആയിഷ can be considered as a model teacher to the next coming generation. ആയിഷയെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ കുറേയൊക്കെ നടക്കും, കുറേയൊക്കെ വരുന്നുണ്ട്. ഇത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനിയുണ്ട് ഒരുപാട് സെഷനൊക്കെ എനിക്ക് കൈകാര്യം ചെയ്യാനുണ്ട്. അപ്പൊ ആയിഷ ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നുണ്ടെങ്കിൽ
she will be here. ആയിഷയ്ക്ക് വലിയ ദൂരമൊന്നുമില്ലല്ലോ. അപ്പൊ ഞാനും അതുപോലെ തന്നെ തന്നെയാണ്. ആയിഷ കുറെ കാലം കൂടി വരണം. You will be here along with the other teachers. അപ്പോൾ മറ്റുള്ള അധ്യാപകർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിങ്ങനെ പറഞ്ഞു പോകും അതിന്. അതുകൊണ്ട് I take this opportunity to wish all the very best and happy and very peaceful retired life to Aisha. Thank you. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു വളരെ ഇൻഫോർമൽ ആൻഡ് ഇമോഷണൽ സെഷനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ 78-81 കാലഘട്ടത്തിൽ ഇവിടെ പഠിച്ച നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൾ മജീദ് ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ ജെംസിൻ്റെയൊക്കെ സ്ഥാപക ലീഡർമാരിൽ ഒരാളാണ് മജീദ് മോളും ഇവിടെ നിന്ന് ഡിഗ്രിയും PGയും കഴിഞ്ഞ് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മജീദ് ഈ ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ ജെംസൊക്കെ ആയിട്ടുള്ള ബന്ധം. അപ്പോൾ അടുത്ത 2 വാക്ക് സംസാരിക്കണമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട മജീദ് അഭ്യർത്ഥിക്കും. ഏറ്റവും ബഹുമാനപ്പെട്ട JK സാർ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അധ്യാപകരാണ്. അതേപോലെ ആയിഷ ടീച്ചർ, ബ്രിജേഷ്, സന്തോഷ്, അരുൺകുമാർ, വിദ്യ, ശ്രീജിത്ത്, അതേപോലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാനില്ല. MLA ബുദ്ധിയുള്ള ആളാണ്. ശരി. അപ്പോൾ നമ്മൾ അടുത്ത ഇനോവേഷൻ പരിപാടിയിലേക്ക് നീങ്ങിയാണ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ചുരുക്കുന്നു. ബാക്കി നമുക്ക് വീണ്ടും പറയാം. ഹലോ ഹലോ
On this beautiful morning, we are pleased to welcome each and every one of you to this two-day national seminar GeoART 2022 being organized by the Department of Geology with the support of Geology Alumni Association GEMS to illuminate the contributions of Dr. V.A. Aisha. I would like to start today's event by inviting our chief guest on the stage. I invite Dr. V.A. Aisha, HOD of Department of Geology, Dr. Ajims P. Mohammed, Principal MES Ponnani College, Shri P. Nandakumar, MLA Ponnani, Shri M.K. Mohammed Rashid, Secretary and Correspondent, MES Ponnani College, Dr. K. Gopalakrishna, former Head, Department of Geology, MES Ponnani College, Dr. A.S. Zubair, Vice Principal, MES Ponnani College, Dr. A.R. Sinha, Secretary, Staff Club, and Dr. V.K. Brijesh, Organizing Secretary. First, I would like to invite our V.K. Brijesh sir for the welcome note. സമാദരണീയനായ പൊന്നാനിയുടെ MLA ശ്രീ പി നന്ദകുമാർ എന്ന പൊന്നാനിക്കാരുടെ നന്ദേട്ടൻ, നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആയിഷ ടീച്ചർ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മുടെ GK സർ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പാൾ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഡോക്ടർ A. സുബൈർ സർ, ഇവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന MES പൊന്നാനി കോളേജിൻ്റെ സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി ഡോക്ടർ AR സിന സർ, ഡിപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഈ കോളേജിൽ നിന്നും മറ്റു കോളേജുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, മീഡിയ പ്രവർത്തകർ, മറ്റ് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്തുകൊണ്ടായിരിക്കും ഒരു അധ്യാപികയുടെ റിട്ടയർമെൻറ്റ് ഇത്ര കാര്യമായൊരു ഫംഗ്ഷനായി സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് എന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് ആ അധ്യാപികയുടെ ഡിപ്പാർട്ട്മെൻറ്റുമായും വിദ്യാർത്ഥികളുമായും പൂർവ്വ വിദ്യാർത്ഥികളുമായുമുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് മറ്റു വിശദീകരണങ്ങളുടെ ആവശ്യം ഉണ്ടാകുന്നില്ല. നമുക്കറിയാം ഇവിടെ 1983 വിദ്യാർത്ഥിയായി തുടങ്ങി 3 വർഷത്തെ ഡിഗ്രി പഠനത്തിന് ശേഷം MSc കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc എടുത്ത് തുടർന്ന് 1989 ഈ കോളേജിൽ അധ്യാപികയായി ചേർന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ V.A. ആയിഷ ടീച്ചർ. ഏതാണ്ട് 33 വർഷത്തോളം, കൃത്യമായി പറഞ്ഞാൽ 32.5 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഈ 31 സാങ്കേതികമായി മാത്രം ടീച്ചർ ഈ ഒരു പദവിയിൽ നിന്ന് വിരമിക്കുന്നത്. ഈ ഒരു പരിപാടിയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെ ഒരു ഓൺലൈൻ മീറ്റിംഗാണ് വിളിച്ചത്. നേരിട്ട് വിളിക്കാൻ നിർവാഹമില്ലാത്ത വിധം കൊറോണ പടർന്നു പിടിച്ചൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് ആലോചിച്ചത്. ആ ഒരൊറ്റ മീറ്റിങ്ങിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു ഊർജ്ജത്തിൻ്റെ പുറത്താണ് അത് ഇത്രയും ഒരു മാസത്തെ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ ഒരു ദിവസത്തിൽ എത്തി നിൽക്കുന്നത്. ഒരു 2 ദിവസത്തെ സെമിനാർ, ദേശീയ സെമിനാർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ തീമിനെ കുറിച്ച് കൂടുതലൊന്നും നമുക്ക് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. GeoART എന്ന് പറഞ്ഞാൽ ടീച്ചർ ഇത്രയും കാലം ഇവിടെ നടത്തിയ കലയാണ് അധ്യാപനം. ആർട്ട് ഓഫ് റിസർച്ച് ആൻഡ് ടീച്ചിങ് ഇൻ ജിയോളജി എന്ന അർത്ഥത്തിൽ GeoART എന്ന സെമിനാറിന് പേരിട്ടത് അതുകൊണ്ടാണ്. തുടർന്ന് മറ്റന്നാൾ ഞായറാഴ്ച ഈ ടീച്ചർ പഠിപ്പിച്ചു വിട്ട കുട്ടികളും ടീച്ചറുടെ ബാച്ച്മേറ്റ്സും ടീച്ചറിന് മുമ്പേ ഇവിടെ നിന്ന് പഠിപ്പിച്ച് വിട്ട കുട്ടികളും GK സാറിൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളും ഇവിടെ ഒത്തുചേരുകയാണ്. അതാണ് ഞായറാഴ്ച നടക്കുന്ന ഖയാൽ എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മളതിനെ ഖയാൽ എന്ന് പറയുമ്പോഴും അതിൻ്റെ ഒരു മുഴുവൻ രൂപം ഒരുപക്ഷെ നമ്മളിതുവരെ പുറത്തുവിട്ടിട്ടില്ല. ജിയോളജി അലുമിനി ഇല്ലുമിനേറ്റ്സ് ആയിഷ ടീച്ചേഴ്സ് ലെഗസീസ് എന്നാണ് ആ ഖയാലിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് ഞങ്ങൾ ഇവിടെ അറിയിക്കുകയാണ്. ഖയാൽ നടക്കുന്നത് മറ്റന്നാളാണ്. ഇന്ന് നമ്മളിവിടെ ദേശീയ സെമിനാറിൻ്റെ ഉദ്ഘാടന സെഷനിലാണുള്ളത്. അപ്പോൾ ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വളരെ ഷോർട്ട് നോട്ടീസിലാണ് നമ്മുടെ പ്രിയപ്പെട്ട MLA നന്ദേട്ടനുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ സെഷൻ തീരുമാനിക്കുന്നത് ഏതാണ്ട് 10 മണിക്കാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട MLAക്ക് ആ സമയം തന്നെ ഒരു ഗവൺമെൻറ് പരിപാടി വന്നിട്ടുണ്ട്.
അപ്പോൾ അദ്ദേഹം വളരെ ആശങ്കാകുലനായി പറഞ്ഞത്, നിങ്ങൾ 10 മണി എന്ന് സമയം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു 15 മിനിറ്റൊക്കെ വൈകി കഴിഞ്ഞാൽ ശരിയാണ്, പക്ഷെ അത് 11 ആയാൽ മോശമാണ്. അതുകൊണ്ട് ആ സെഷനിൽ എന്തെങ്കിലും മാറ്റം നടത്താൻ കഴിയുമെങ്കിൽ ഞാൻ വരുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൃത്യം 11 മണിക്ക് അദ്ദേഹം ഈ വേദിയിലുണ്ട്. അതുതന്നെയാണ് നമ്മുടെ സന്തോഷം. അതുകൊണ്ട് തന്നെ മാത്രവുമല്ല, ഈ നമ്മുടെ പ്രിയപ്പെട്ട MLA ആയി സ്ഥാനമേറ്റതിന് ശേഷം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുമായി കോളേജുമായി സഹകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ആദ്യത്തെ പ്രോഗ്രാം, അന്ന് കൊറോണ പടർന്നു പിടിച്ച് നമ്മളാരും ഒരു ഓഫ്ലൈൻ മീറ്റിങ്ങിനൊന്നും കഴിയാത്ത വിധത്തിൽ മുടങ്ങിയിരിക്കുന്ന സമയത്താണ് പൊന്നാനിയിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ബഹുമാനപ്പെട്ട MLA നടത്തിയത്. അതിൽ സത്യം പറഞ്ഞാൽ ഗോപാലകൃഷ്ണൻ സാർ ഉണ്ടായിരുന്നു. സാറിൻ്റെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. ഇന്ന് നമ്മളെ വിട്ടുപോയ, ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളോട് ഏറ്റവും സ്നേഹസമ്പന്നമായി സംവദിക്കുമായിരുന്ന TY അരവിന്ദാക്ഷൻ സാർ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളായ JP സാറും ജയപ്രകാശ് സാറും ദിനേശ് സാറും ഉണ്ടായിരുന്നു. പൊന്നാനിയുടെ തീര ശോഷണത്തെക്കുറിച്ചും അതിന് എങ്ങനെ അതിനെ തടയിടാമെന്നുമുള്ള മീറ്റിംഗാണ് അന്ന് നമ്മൾ നടത്തിയത്. പ്രിയപ്പെട്ട MLAയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ആദ്യം, എനിക്ക് തോന്നുന്നത് കോളേജുമായി സഹകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ആദ്യത്തെ മീറ്റിംഗ് ആ ഒരു എങ്ങനെ കോസ്റ്റൽ ഇറോഷൻ തടയാം, അതിന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള എന്നാണ് അദ്ദേഹം അന്ന് ആ മീറ്റിങ്ങിൽ ആരാഞ്ഞത്. അപ്പോൾ നമ്മളുമായി നിരന്തരം നമ്മളെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൊന്നാനിയുടെ പ്രിയപ്പെട്ട ജനനായകൻ, നമ്മുടെ ഏറെക്കാലമായി നമുക്കൊക്കെ അറിയുന്ന ഏതാണ്ട് 50 വർഷമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക ജീവിതം തുടരുകയാണ്. ഇപ്പോൾ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ അതിൻ്റെ സെക്രട്ടറിയാണ് ശ്രീ P. നന്ദകുമാർ MLA. നമ്മുടെ പ്രിയപ്പെട്ട നന്ദേട്ടനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ A. സുബൈർ സാറാണ്. നമുക്കറിയാം, ജിയോളജി വിഭാഗത്തിൻ്റെ കോളേജിൻ്റെ മുഴുവൻ പരിപാടികൾക്കും പെട്ടെന്ന് തന്നെ ഓടിയെത്തുന്ന, എല്ലാവിധ പിന്തുണയും സഹകരണവും തരുന്ന പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ A. സുബൈർ സാറിനെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ പോയിന്റ് ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി എന്നൊക്കെ നമ്മൾ പറയേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ഐഷ ടീച്ചറാണ്. ഏതാണ്ട് 32.5 വർഷത്തെ സേവനത്തിന് ശേഷം എങ്ങനെയാണ് ഒരു അധ്യാപികയുടെ മൂല്യനിർണ്ണയം നടത്തുക എന്ന് ചോദിച്ചാൽ, ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ മൂല്യനിർണ്ണയം നടത്തുക എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അവർ പഠിപ്പിച്ചു വിട്ട വിദ്യാർത്ഥികളാണ്. വളരെ അഭിമാനത്തോടെ ഐഷ ടീച്ചർക്ക് പറയാൻ കഴിയും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ വളരെ നല്ല പൊസിഷനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. ഒരു അധ്യാപികയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് അത് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. മിനിഞ്ഞാന്നാണ് ടീച്ചർക്ക് തപാലിൽ ഒരു വലിയ ഫലകം ലഭിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും അവിടെ PhD, ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി അയച്ചു കൊടുത്തതാണത്. മിനിഞ്ഞാന്നാണ് 1993-96 കാലഘട്ടത്തിൽ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ BSc വിദ്യാർത്ഥികളുടെ വലിയൊരു സംഘം ഓൺലൈനിൽ, ആ മീറ്റിങ്ങിൽ പ്രിയപ്പെട്ട GK സാറും ഉണ്ടായിരുന്നു, ഒരുപാട് നേരം രാത്രി സംവദിച്ചത്. അതിൽ ഫ്രാൻസിലുള്ളവരുണ്ട്, ജപ്പാനിലുള്ളവരുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നോർത്ത് ഈസ്റ്റിൽ നമ്മുടെ ദുബായ്, ജിദ്ദ, സൗദി അറേബ്യ, ഷാർജ ഇവിടങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അത്തരത്തിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലായാൽ തന്നെയും വിവിധ ഭാഗങ്ങളിൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലൈവ് കൊടുക്കാനുള്ള കാരണം തന്നെ നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത്, അതിൻ്റെ ലൈവ് എന്തായാലും വേണം, ഞങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും അവിടെ എത്തിപ്പെടാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് കൃത്യമായി അതിൻ്റെ ലൈവ് പോവുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ അത് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഐഷ ടീച്ചറെ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും 2013 ഇവിടെ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ GK സാർ എങ്ങനെയാണോ ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിച്ച് അതിലും മനോഹരമായി അത് മുന്നോട്ട് നടത്തിക്കൊണ്ടാണ് ടീച്ചർ ഇവിടെ നിന്ന് പോകുന്നത്. എന്തായാലും അതിൻ്റെ ആ ഒരു ഫൗണ്ടേഷൻ, അത് വളരെ മനോഹരമായൊരു പൂങ്കാവനമായി അതിനെ മാറ്റി തീർത്തുകൊണ്ടാണ് പ്രിയപ്പെട്ട GK സാർ ഇവിടെ നിന്ന് ഇറങ്ങിയത്. 2013 സാങ്കേതികമായി മാത്രം ഇപ്പോഴും ഓരോ പരിപാടിക്കും ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നും ഒക്കെ തന്നെ നമ്മളെ നയിച്ചുകൊണ്ട് അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട GK സാറെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സിന സാർ, ഡോക്ടർ AR സിന, നമ്മുടെ പൊന്നാനി MES കോളേജിലെ മുഴുവൻ അധ്യാപകരുടെയും പ്രതിനിധിയായി നമ്മോടൊപ്പമുണ്ട്. സ്റ്റാഫ് ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. ജിയോളജി വിഭാഗത്തിൻ്റെ എല്ലാവിധ സംരംഭങ്ങൾക്കും വലിയ പിന്തുണ നൽകിക്കൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ AR സിന സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട്, അങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങളൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളാണ്, എന്നിരുന്നാൽ തന്നെയും ശ്രീ VP അബ്ദുൾ മജീദ് കൈ വേദിയിലുണ്ട്. 1978 ഈ കോളേജിൽ ജിയോളജി തുടങ്ങുമ്പോൾ ആ ബാച്ചിലുണ്ടായിരുന്ന വിദ്യാർത്ഥിയാണ് ശ്രീ VP അബ്ദുൾ മജീദ് ക.
ജെംസ് എന്ന് പറയുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ വിത്തിട്ട നമ്മുടെ പ്രമുഖരിൽ പ്രധാനിയാണ് അബ്ദുൾ മജീദ് ക. മജീദ് കയെ വളരെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ യോഗത്തിന് നന്ദി പ്രകടിപ്പിക്കുന്നത് ജെംസിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഊർജ്ജസ്വലനായ സെക്രട്ടറി, ഈ കോളേജിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യാപകൻ നമ്മുടെ പ്രിയപ്പെട്ട നാഫി സാറാണ്. നാഫി സാറിനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റു കോളേജുകളിൽ നിന്നുള്ള അധ്യാപകർ, വിദ്യാർത്ഥികൾ, റിസർച്ച് സ്കോളേഴ്സ്, ഈ കോളേജിൽ നിന്നുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, റിസർച്ച് സ്കോളേഴ്സ്, നമ്മുടെ മീഡിയ പ്രവർത്തകർ, എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം ഏറ്റെടുക്കണമെന്ന് പ്രിയപ്പെട്ട സുബൈർ സാറോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. Thank you, sir. Now, I invite our principal in charge, Dr. A.A. Zubair, for the presidential address. Respected MLAs, Sri P. Nandakumar, and other dignitaries on and off the dais. സത്യത്തിൽ ഞാനല്ല ഇവിടെ വന്ന് നിൽക്കേണ്ടത്, പ്രിൻസിപ്പലായിരുന്നു. പ്രിൻസിപ്പൽ എന്താണ് ഇങ്ങനെ മുങ്ങുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ സത്യത്തിൽ ഞാൻ പ്രിപ്പയർഡ് അല്ല. പ്രിൻസിപ്പൽ നടത്തേണ്ട ഒരു പ്രോഗ്രാമിൽ ഞാൻ വന്ന് നിൽക്കുന്നതാണ്. എന്നാലും ഞാൻ കോളേജിനെ റെപ്രസെൻ്റ് ചെയ്യണം. ഇത് ആയിഷ ടീച്ചറിൻ്റെ ഒരു പ്രോഗ്രാമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രിൻസിപ്പലായിട്ട് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഓടി ഇങ്ങോട്ട് വരാം. ഇത് ക്ലാസ്സൊക്കെ നടക്കണം, അതിൻ്റെ ഇടയിൽ നിന്നാണ് ഈ വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളുണ്ടാകാം. ഞാൻ പിന്നെ ഒരു വലിയൊരു പ്രാസംഗികനോ ഒന്നുമല്ല, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. എന്നിരുന്നാലും രണ്ട് വാക്കുകൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം, ടീച്ചർ ഏകദേശം 30 വർഷത്തിലധികമായി MES പൊന്നാനി കോളേജിലുണ്ട്. MES പൊന്നാനി കോളേജിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാവുന്നൊരു ടീച്ചറാണ്. മാത്രമല്ല എല്ലാ അധ്യാപന രീതികളിലും, അതിപ്പോൾ തിയറി ക്ലാസ്സുകളായിരുന്നാലും പ്രാക്ടിക്കൽ ക്ലാസ്സുകളായിരുന്നാലും കൃത്യമായി ക്ലാസ്സുകളിൽ പോവുകയും വിദ്യാർത്ഥികളായി സംവദിക്കുകയും ചെയ്യുന്നൊരു ടീച്ചറാണ്. അതുതന്നെയാണ് ഒരു ടീച്ചറുടെ പ്രധാന കടമ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്നായാലും പണ്ടായാലും പല അധ്യാപകരുണ്ട്, പലപ്പോഴും ക്ലാസ്സിൽ പോകാത്ത അധ്യാപകർ ഇന്നുമുണ്ട്, പണ്ടുമുണ്ട്. അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരത് കണ്ട് പഠിക്കേണ്ടതാണ്. എന്താണ് ഒരു അധ്യാപന രീതി എന്നുള്ളത്, അത് ടീച്ചർ തന്നെയായിരിക്കും എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും, അങ്ങനെയുള്ള അധ്യാപകരെയൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കാം. ക്ലാസ്സിൽ വരാത്ത അധ്യാപകർ ഒക്കെ എല്ലാ കാലഘട്ടത്തിലും അത്തരം അധ്യാപകരുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു അപവാദമായിരുന്നു നമ്മുടെ ടീച്ചർ, ആയിഷ ടീച്ചർ. അപ്പോൾ എനിക്ക് അധ്യാപകരോടും പറയാനുള്ളത് അതൊക്കെ തന്നെയാണ്. ക്ലാസ്സുകളെല്ലാം കൃത്യമായി പോവുക, അതായിരിക്കും ടീച്ചറോട് കാണിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനമായ കടപ്പാട്. ടീച്ചർ കാണിച്ചു തന്ന വഴിയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല, ഇന്നത്തെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് പഴയ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇന്ന് വിദ്യാർത്ഥികളുടെ കയ്യിൽ ഒരുപാട് ഗാഡ്ജറ്റുകളും കാര്യങ്ങളും ഉള്ളൊരു കാലഘട്ടത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പലപ്പോഴും ഈ വിദ്യാർത്ഥികൾ എങ്ങനെ പഠിപ്പിക്കും എന്നുള്ളതൊരു പ്രധാനമായൊരു പ്രശ്നമാണ് അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരുപക്ഷെ അധ്യാപകനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ കയ്യിലിരിക്കുന്ന വിദ്യാർത്ഥിയെ ആയിരിക്കും മുന്നിലിരിക്കുന്നത്. അപ്പോൾ അവരെ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾക്ക് എന്തെങ്കിലും പറഞ്ഞു പോകാൻ പറ്റില്ല. കാരണം വിദ്യാർത്ഥികൾക്ക് ഇതെല്ലാം തന്നെ അറിയാവുന്ന, മുൻകൂട്ടി അറിയാവുന്നതാണ്. ലോകത്തെ പ്രസിദ്ധമായ പല സർവകലാശാലകളിലെയും അധ്യാപകരുടെ ക്ലാസ്സുകൾ ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതെല്ലാം കണ്ട് വരുന്ന വിദ്യാർത്ഥികളെയാണ് നാം ഇന്നിവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധ്യാപകർ കൂടുതൽ ജാഗരൂകരായിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൂടാതെ തന്നെ നാം ഇന്ന് കടന്നു പോകുന്നത് ഒരു ഫേക്ക് ന്യൂസുകളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കടമയും അധ്യാപകനുള്ളതാണ്. സത്യം പറഞ്ഞ ഒരു നുണ ഫാക്ടറികൾ എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യാം എന്നുള്ളതും ഒരു അധ്യാപകൻ്റെ ചുമതലയിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടിക്കെല്ലാം ആശംസകളും ഈ പരിപാടി സംഘടിപ്പിച്ച ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജിയോളജിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവർക്കെല്ലാ ഭാവുകങ്ങളും ഈ പരിപാടി എത്രയും നന്നായി നടത്താൻ അവർ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.
Now, I would like to invite Shri P. Nandakumar, MLA Ponnani LAC, to inaugurate this two-day national seminar. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള MES കോളേജിലെ പ്രഗത്ഭരായ അധ്യാപകന്മാർ, ഞാൻ വേദിയിലുള്ള അധ്യാപകന്മാർ റിട്ടയർ ചെയ്തവരും അവർ പ്രഗത്ഭരെന്താണ്. ഇവിടെ ഞാൻ യാത്രയയപ്പ് യോഗത്തിൽ പങ്കെടുക്കണമെന്നാണ് ആദ്യമായിട്ട് ഒരാവശ്യപ്പെട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ മാസത്തിന് കുഴപ്പമുണ്ട്, മാർച്ച് മാസത്തിന്. പ്രത്യേകിച്ച് അവസാനത്തെ ആഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് മര്യാദ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സമയമാണ് ഈ അവസാനത്തെ ഒരാഴ്ച. അപ്പോൾ അതുകൊണ്ട് ആ തിരക്കിനിടയിലാണ് ടീച്ചറുടെ യാത്രയയപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ വരണമെന്നും ഏതെങ്കിലും സെഷനിൽ പങ്കെടുക്കണമെന്നും അതിയായ ആഗ്രഹം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ ഒരു സെമിനാറാണ്, ആർട്ട് ഓഫ് റിസർച്ച് ആൻഡ് ടീച്ചിങ് ഇൻ ജിയോളജി. നല്ല ക്യാപ്ഷനാണ്, ടൈറ്റിലാണ് കണ്ടത്. ആർട്ടാണ്, കലയാണ്. ഈ ടീച്ചിങ്ങിന് മാത്രമല്ല, റിസർച്ചിന് മാത്രമല്ല, ജീവിതവും മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നതെങ്കിൽ ഈ കാഴ്ചപ്പാട് വേണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ആർട്ട് എന്നതിനെ സംബന്ധിച്ച് ഡെഫിനേഷൻ എന്താ വെച്ചാൽ അനന്തമായ അർത്ഥങ്ങളാണ് ആർട്ടിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ സാധാരണ ഒരു ഡിക്ഷണറിക്കകത്ത് കാണുന്ന ഒരു കല അല്ലെങ്കിൽ ആ രൂപത്തിലേക്കല്ല, അതിൻ്റെ അത്ര അനന്തമാണ് ആർട്ട്. അത് ജീവിതത്തിലും നമ്മളെ അത് ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാനും, അത് ടീച്ചിങ്ങിലായാലും റിസർച്ചിലായാലും ജീവിതത്തിലെ ഏത് പ്രവൃത്തിയിലായാലും ആ ആർട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ഭാവന ആ രൂപത്തിലേക്ക് രൂപപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഏത് മേഖലയിലും നമുക്ക് മെച്ചപ്പെട്ട രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഞാൻ ഗോപാഷ മാഷോട് പഴയ ആൾക്കാരാണ്. ഇവിടുത്തെ നല്ല സാധ്യതയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവിടെയൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മൂന്നാമതായി വന്നതാണല്ലേ നമ്മുടെ എന്നാണ് ടീച്ചർ പറഞ്ഞത്. ഇവിടെ ജിയോളജി, അതുകൊണ്ട് എല്ലാം ആപ്റ്റായ സ്ഥലമാണ്. നല്ല ടീച്ചേഴ്സാണ്, നല്ല കാഴ്ചപ്പാടുള്ളവരാണ്. അപ്പോൾ നല്ല സാധ്യതയുള്ള, വികസനത്തിന് സാധ്യതയുള്ള ചില ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ തന്നെ ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും, യൂണിവേഴ്സിറ്റിക്കകത്തുണ്ടാവും. കാരണം പുതിയ ഒരു എന്താ പറയുക, നോളജ് ഇക്കോണമീൻ്റെ കാലഘട്ടത്തിനനുസരിച്ച് അതിൻ്റെ എല്ലാ മേഖലയ്ക്കകത്തുള്ള വളർച്ച എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരേപോലെ ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ഇതിന് സാധ്യതയുള്ളതാണ് നമുക്കുള്ളത്, പ്രത്യേകിച്ച് പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ചർച്ച ചെയ്യപ്പെടുന്ന അഭിപ്രായം എനിക്കുള്ളത് ഇവിടുത്തെ സാധ്യത എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും പൊന്നാനിയിൽ. ഇപ്പോൾ ടീച്ചറോട് പറഞ്ഞ് റിട്ടയർ ചെയ്തിട്ട് 2 പ്രഗത്ഭരായ അധ്യാപകന്മാർ ഇവിടെ ഇരിക്കുകയാണ്. ഈ പ്രായമൊന്നും റിട്ടയർമെൻറ്റിന് പ്രായമല്ല അല്ലേ. ഞാൻ 3 ദിവസങ്ങൾക്ക് പങ്കെടുത്തത് ചിത്ര നമ്പൂരിപ്പാട്ടിൻ്റെ സ്കൂളിലാണ്. 103 വയസ്സാണ് അദ്ദേഹത്തിന്. പഴയ DPA ആയിരുന്നു. 103 വയസ്സാണ്. ഇപ്പോൾ ഈ ആഴ്ച വീണ്ടും വരുന്നുണ്ട്, ഇവിടെ തൃശ്ശൂരിൽ നിന്ന് വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴും ഒരുപാട് കാഴ്ചപ്പാട്, ഒരുപാട് കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ പ്രായമല്ല പ്രശ്നം, ആരോഗ്യമാണ് പ്രശ്നം. ഇവരുടെ കഴിവ് സമൂഹത്തിന് ഇനി നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. പ്രത്യേകിച്ച് ഇത്തരമൊരു ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് പൊന്നാനിയിലെ സാധ്യതകൾ കണ്ടെത്താനും പൊന്നാനിക്ക് അനുസൃതമാവുന്ന രൂപത്തിലേക്കുള്ള പ്രൊജക്റ്റുകൾ തയ്യാറാക്കാനും, അത് ഗവൺമെൻറ് ആവാം, പ്രൈവറ്റ് ആവാം, ജോയിൻറ്റ് വെഞ്ചർ ആവാം, എന്ത് വേണമെങ്കിൽ ആവാം നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതിന് ഇവരുടെ കഴിവ് വിനിയോഗിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്കുള്ളത് എല്ലാം ഗവൺമെൻറ് മേഖലയ്ക്കകത്ത് മാത്രം നടത്താൻ കഴിയുന്ന ഒരു കാലഘട്ടമല്ല ഇപ്പോൾ നമുക്കുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ് അഭിപ്രായം അതല്ല. നമ്മളെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തുള്ള സാധ്യതകൾ എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ തന്നെ, കുട്ടികളൊക്കെ തന്നെ ഇവിടുന്ന് കോളേജിൽ നിന്ന് പഠിച്ചൊരു തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണുന്നവരാണ്. ആ തൊഴിൽ സാധ്യത ഉണ്ടാക്കി കൊടുക്കാനുള്ള ബാധ്യത ജനാധിപത്യ ഗവൺമെൻറ്റുകളുടെ ബാധ്യതയാണ്. കാരണം ഇപ്പോൾ ഏറ്റവും വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്നൊരു വിഷയം അത് തന്നെയാണ്, തൊഴിലായ പ്രശ്നം നമുക്കുള്ളത്. അതിന് പരിഹാരം കാണാൻ എന്താ വഴി?
അത് പരിഹാരം കാണണമെങ്കിൽ പരമ്പരാഗതമാകുന്ന രൂപത്തിലേക്ക് PSCക്ക് എഴുതിക്കൊണ്ട് ജോലിയെ കിട്ടുക എന്ന രൂപത്തിലേക്കുള്ള കാഴ്ചപ്പാടെന്നൊക്കെ അതുണ്ട്, കുറച്ചൊക്കെ ഉണ്ടാവും. പക്ഷെ അത് മാത്രം പോരാ, പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം നമുക്കുള്ളത്. ആ സാധ്യതകൾ എല്ലാവരും വിദേശത്ത് പോയി തൊഴിൽ കണ്ടെത്തുക, അതും കുറഞ്ഞു വരുന്ന അവസരമാണ്. ഇപ്പോൾ ഒരു ഉക്രൈൻ-റഷ്യ യുദ്ധമാണ്, എത്ര പേരാ ഔട്ടാകുന്നത്? ആയിരക്കണക്കിന്. ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ കേസാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഞാൻ 20 കുട്ടികൾ ഇപ്പോൾ പൊന്നാനിയിലുണ്ട്, ഉക്രൈനിൽ പോയിട്ടില്ല. അവർ വീട്ടിലൊക്കെ ആ കുട്ടികളെ പോയ കുറച്ച്, അതല്ല, അവിടെ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, അതിനെപ്പറ്റി ഒരു ചർച്ച നടക്കുന്നില്ല. ഇപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടിരിക്കുകയാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഇന്നലെ ഒരാൾ മെസ്സേജ് പറഞ്ഞു, ശ്രീലങ്കയ്ക്കകത്തുള്ള ഇക്കണോമിക് ക്രൈസിസിൻ്റെ ഫലമായിട്ട് അവിടെ നിന്നുള്ള എഞ്ചിനീയറിംഗ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ കമ്പനി അടച്ച് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല. അപ്പോൾ വിദേശത്ത് മാത്രം ആശ്രയിച്ചുകൊണ്ട് കഴിയാത്ത ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും ഉയർന്നു വരികയാണ്. ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഉപയോഗപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ പ്രദേശത്ത് എന്ത് ചെയ്യാൻ പറ്റും? അതിനാവശ്യമായ തോതിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ മാറ്റിയെടുക്കണം. ആ വിദ്യാഭ്യാസവും നമ്മളെ തൊഴിലും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തിയെടുക്കണം. അതിന് നമ്മുടെ വിജ്ഞാനത്തെ അങ്ങനെ ഉപയോഗപ്പെടുത്തിയെടുക്കാൻ കഴിയും നമുക്കിട്ടത്. അതാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ കാലഘട്ടത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നൊരു വിഷയം. എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും നമുക്കുള്ളത്? ഒരു നോളജ് ഇക്കോണമിയുടെ കാലഘട്ടത്തിൽ പ്രൊഡക്റ്റീവ് സെക്ടറുമായിട്ട് നമ്മളെ ഈ വിദ്യാഭ്യാസം, വിജ്ഞാനം എങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയും? അങ്ങനെ ബന്ധിപ്പിക്കുമ്പോൾ മാത്രമേ കൂടുതൽ തൊഴിലവസരം ഉണ്ടാകാൻ പോകുന്നുള്ളൂ തന്നെ നമുക്കിട്ടത്. അതിന് അനുസൃതമാവുന്ന തോതിലേക്കുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിലാകെ നമ്മുടെ അവബോധം വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് സമൂഹത്തിൻ്റെ അകത്ത് നല്ല സാധ്യതകൾ പലതും കേരളത്തിനകത്തുണ്ട്. നല്ല വിഭവശേഷി കേരളത്തിനകത്തുണ്ട്. നല്ല ബുദ്ധി, നമ്മൾ ലോകത്ത് തന്നെ പലതും സംഭാവന ചെയ്യുന്ന മലയാളികളാണ് നമുക്കുള്ളത്. ഇപ്പോൾ IT സെക്ടറിലൊക്കെ അത് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും? അതിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെ നമുക്കെങ്ങനെ കണ്ടെത്താൻ കഴിയും നമുക്കിട്ടത്? അത് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ കെട്ടിടത്തിന് വേണ്ടിയിട്ട് 5 നില 6 നില 10 നില കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര കോടി ഇൻവെസ്റ്റ് ചെയ്യണം നമുക്കിത്? പലരും വലിയ വലിയ കോംപ്ലക്സ് ഉണ്ടാക്കിയിടുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അയാൾക്ക് 9 നിലയിലെ ഫ്ലാറ്റ് ഉണ്ട്, അതിൽ ഭൂരിപക്ഷം ഒഴിഞ്ഞെടുക്കുക. എത്ര കോടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്? ഞാൻ തിരിച്ചു ചോദിച്ചു അയാളോട്, നിങ്ങൾ ആ ഫ്ലാറ്റ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് കുറേ ആൾക്ക് തൊഴിൽ കിട്ടാൻ കഴിയുന്നൊരു സാധ്യതയുള്ള പുതിയ സാഹചര്യത്തിൽ ഈ ലിബറൽ കാലഘട്ടത്തിനകത്ത് എങ്ങനെ നമുക്ക് മുന്നേറാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചൊരു കൺസെപ്റ്റ് ആലോചിച്ച് നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നില്ലേ? അത് മുടക്കിപ്പോയി എന്ന് പറഞ്ഞു. ഇപ്പോൾ അയാൾ കുടുങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ ഇവിടെ ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ ഞാൻ ആ വിഷയാംശം കിടക്കുന്നില്ല. നമ്മൾ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എങ്ങനെ വേണം, നമുക്ക് കൂട്ടായിട്ടൊന്നിരിക്കണം എന്നിപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് നമുക്കുള്ളത്. അത് നമുക്ക് ഈ സ്ഥാപനം MES കോളേജ് സംഭാവന നൽകിയിട്ടുള്ള ഒരുപാട് ഇതിന് പറ്റിയിട്ടുള്ള ആൾക്കാരുണ്ട്. കേരളത്തിനും ഇന്ത്യക്ക് പുറത്തുമുള്ള, ഇപ്പോൾ നമ്മുടെ ഇയാൾ വിളിച്ചിരുന്നല്ലേ, നമ്മുടെ JP ഉണ്ടല്ലോ, JP ഇപ്പോൾ വിളിച്ചിരുന്നു, നമുക്കൊന്ന് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പറഞ്ഞ പിന്നെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ അയാൾ ഈ മാലിയിലോറ്റിയാണ് വന്നിട്ടിരിക്കാം എന്നുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമുക്ക്. അതൊക്കെ ഒന്ന് കൂട്ടായിട്ട് ഇരുന്ന് ഇറക്കണം എന്ന് പറയുന്നത്. ഞാൻ ഇതിനെ വിഷയം കിടക്കുന്നില്ല. ഇപ്പോൾ ഈ ഇവിടെ സബ്ജക്റ്റ് ഇപ്പോൾ അതല്ലല്ലോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ പറഞ്ഞു പോയി എന്ന് മാത്രം. എന്തായാലും പിന്നെ ഈ പൊന്നാനി MES കോളേജ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച, ഈ റിസർച്ച് അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരാൻ തയ്യാറായതിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ആയിഷ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും 33 വർഷക്കാലം ഈ കോളേജിനകത്ത് സേവനം നടത്തിയവരാണ് അവർ. 33 വർഷക്കാലം. 33 വർഷത്തിൻ്റെ മുമ്പത്തെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല അന്നത്തെ ഡിപ്പാർട്ട്മെൻറ്റ്. 33 വർഷത്തെ മുമ്പത്തെ ജിയോളജി മേഖലയ്ക്കകത്തുള്ള കണ്ടെത്തലുകളല്ല ഇപ്പോഴത്തുള്ളത്. അതിലൊക്കെ മാറ്റം വന്നു. അന്നത്തെ സാധ്യതകളല്ല ഇന്നുള്ളത്. അപ്പോൾ അവരുടെ ഇവിടെ ജോയിൻ ചെയ്ത ആ കാലത്ത് 33 കൊല്ലത്തിന് വ്യത്യസ്തതകൾ അത് പുതിയ രൂപത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചാണ് റിസർച്ചിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നാണ് എൻ്റെ വിശ്വാസമുള്ളത് നമുക്കുള്ളത്. കാരണം 33 കൊല്ലത്തെ അനുഭവത്തിൻ്റെ മുകളിൽ മാത്രം അത് അങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും നമുക്കുള്ളത്. അത്തരം രൂപത്തിലേക്കുള്ള ചർച്ച നടത്താനും ചിലപ്പോൾ നോവലായിട്ടുള്ള ഐഡിയാസ് ചെറിയ കുട്ടികൾക്കകത്തുനിന്നുണ്ടാവും. പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ നല്ല ഐഡിയാസൊക്കെ ഉള്ളവരുണ്ട്. പണ്ടത്തെ കാലഘട്ടമൊന്നുമല്ല, നമ്മളൊക്കെ പഠിക്കുന്ന ആ രൂപത്തിനല്ല. ഇപ്പോൾ കുട്ടികൾ തന്നെ
കാരണം വിരൽത്തുമ്പിനകത്ത് വിജ്ഞാനം കിട്ടുന്ന കാലഘട്ടമാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതിന് നല്ല കുട്ടികൾക്ക് സജഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഉണ്ടായിക്കൂടായില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അപ്പോൾ എല്ലാവരുടെ സജഷൻസും കേട്ട് റിസർച്ചിന് ഈ സെമിനാറിനകത്ത് പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാർക്കും പറയാനുള്ള അവസരങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ അധ്യാപികമാരുടെ ഇവിടെ ഈ പങ്കെടുത്തവരുടെ ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ഇതിനെങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്ന രൂപത്തിലേക്കുള്ള ചർച്ച നടത്താൻ തയ്യാറായ MES കോളേജിലെ ഭാരവാഹികളെയും ഈ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഈ അവസരം വിനിയോഗിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Now I invite Nandakumar sir to give a memento to Aisha teacher. I invite Principal in charge A.A. Zubai sir to give a memento to Nandakumar sir in return as a token of love. Next, I invite Dr. K. Gopalakrishna, former head, Department of Geology, MES Ponnani College, for felicitation. So distinguished chief guest, and he's got chief guest of the day, and our MLA, a great visionary, Sri Nandakumar sir, Vice Principal Subair sir, very important person of the day, Dr. Aisha, Staff Club Secretary, Dr. Sina, Dr. Brijesh, Sri Majid, a very prominent alumni of this geology department, and Mr. Nafi, my dear students and alumni friends. First of all, let me congratulate and appreciate the Geology Department and the Alumni Association for organizing this very grand and fantastic program and national seminar in respect of the retirement of our beloved teacher, Dr. Aisha. As I mentioned earlier, she has been completing her 33 years of service. When I say the service, it is very sincere and dedicated service to the geology department as well as to this institution. And I am very fortunate
and proud to say that Dr. Aisha was my student. That is in 83 to 86. And I have been associated with Dr. Aisha for about 25 years. In this tenor of my association with Dr. Aisha, and my experience with Dr. Aisha, I can say definitely that, as I mentioned earlier, she is a model teacher to the next coming teaching faculties. And if you ask anybody, that is ongoing students, research scholars, and the alumni students of this department about Aisha's teaching, or if you get a feedback on who is the favorite teacher, definitely there will be only one answer, that is Aisha ma'am. Surely, this love and affection of the students with the Aisha teacher shows her responsibility, her commitment, and dedication to the subject which is imparted to the students for the last 33 years. So I can say that Aisha knows the magic and art of teaching. She knows how to reach the subject to the students, whatever the level of the students. She is very particular that each and every student in the class must understand what she tells in the class. So here lies the relevance of the today's theme of the seminar. So I'm not going to the detailed part of this theme of the seminar, because we have many eminent speakers. I think some have already reached here, and some are yet to reach. I hope that all of them will be here. And today afternoon and tomorrow in this session, you will be enlightened by different aspects of the geology. So I will get more time for interacting with Aisha in the last session. At that time I can say more about Aisha also. So that is the session where all alumni from the beginning, starting of this college, will be here and will be a casual gathering. So at that time I can tell more about Aisha. And now with these few words, let me conclude, and I wish all the very best and all success to the seminar. And also I wish Dr. Aisha very happy, very pleasant and peaceful retired life. Thank you all. Thank you, sir. Now I invite our staff club secretary, Dr. A.R. Sinha, for felicitation.
എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ജിയോളജിയുടെ പ്രോഗ്രാംസ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രൗഢഗംഭീരമായ പ്രോഗ്രാമുകളാണ്. അപ്പോൾ ഞാനൊന്ന് ആൾ കാണിച്ചിട്ട് ഞാൻ ഇവിടുന്ന് മുങ്ങാൻ നോക്കിയതാണ്, പക്ഷേ ഇവർ വിട്ടില്ല. അവർ നിരന്തരം എന്നെ വിളിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. കാരണം എൻ്റെ മനസ്സിൽ ഈ സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം ഈ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോഗ്രാമിന് എനിക്ക് പറ്റിയിട്ടുള്ളത്. കാരണം ഇവരുടെ ഒരു ഉദ്ഘാടന പരിപാടിയിൽ അന്ന് പ്രിൻസിപ്പൽ ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് എനിക്കോ ചാർജോ മറ്റുള്ള ദിവസമാണ്. അപ്പോൾ എന്നെ പ്രിൻസിപ്പളാക്കി ഇവിടെ കൊണ്ടുവരികയും ഞാനെങ്ങനെ എന്താ ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാണ്ട് എന്തൊക്കെയോ പറഞ്ഞ് പിന്നെ ഉദ്ഘാടനം ചെയ്യാനിവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനത് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഞാൻ കാട്ടിക്കൂട്ടി. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. എപ്പോഴും എൻ്റെ മനസ്സിലതുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചാണ് നിങ്ങളുടെ പ്രോഗ്രാമിന് വരുന്നത്. ഇപ്പോൾ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും അസൂയോടുകൂടി തന്നെയാണ് നോക്കുന്നത്. കാരണം ഞാൻ വന്ന കാലത്തെ തന്നെ ആളുകൾ ഇങ്ങനെ ഓരോ അസൂയ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് കേട്ട് പിന്നെ എനിക്കും നിങ്ങളോട് അസൂയ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പിന്നിപ്പോൾ കാരണം ഇവരെ വെറുപ്പിക്കാൻ പറ്റില്ല. കാരണം എന്ത് കാര്യം നടക്കണമെങ്കിൽ ഇവരെ സഹായം കിട്ടണം. കാരണം എന്തിന് ഞാൻ ഓടിച്ചെല്ലുന്നത് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. പിന്നിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ ഗോപാലകൃഷ്ണ സാറുള്ള സമയമാണെന്നുണ്ടെങ്കിലും ആയിഷ ടീച്ചറൊക്കെ ഉള്ള സമയമാണെങ്കിലും നമുക്ക് വളരെയധികം സ്നേഹത്തോടു കൂടിയ ഒരു സ്വീകരണമൊക്കെയാണ് അവിടെ കിട്ടുന്നത്. ഇപ്പോൾ ഇപ്പോൾ ആയിഷ ടീച്ചറുള്ള അതുകൊണ്ട് ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാനും ഒരു ചെറിയ കുട്ടിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇനിയിപ്പോൾ ചെല്ലുമ്പോൾ അവിടെ ഉള്ളവരെല്ലാം എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളാണ്. അപ്പോൾ ആ ഒരു വാത്സല്യമൊക്കെ എനിക്ക് ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ടീച്ചർ പോകുമ്പോൾ തീർച്ചയായിട്ടും ടീച്ചറിൻ്റെ പിൻഗാമികൾ വളരെ ശക്തരാണ്. അപ്പോൾ ഞാനിവരെയൊക്കെ പറയും കുറേ ശാസ്ത്രജ്ഞന്മാരുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. തീർച്ചയായിട്ടും അവർ നന്നായിട്ട് അതിനേക്ക് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ നിങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ എന്തായിരുന്നു പ്രോഗ്രാമിൻ്റെ പേര്? ജിയോ അതിൽ ആർട്സ് എന്നൊരു വാക്കുണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഈ ആർട്സ് എന്ന് പേരുള്ളൊരു മനുഷ്യൻ്റെ വായിൽ നിന്നാണ് ജിയോളജി എന്നുള്ള പേര് കേൾക്കുന്നത്. എൻ്റെ കൂടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചൊരു എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ ഈ പ്രീ ഡിഗ്രിക്ക് സയൻസ് പഠിക്കാൻ വന്നിട്ട് ആകെ അന്തം വിട്ട് പോയൊരു മനുഷ്യനാണ്. കാരണം 10ാം ക്ലാസ്സിൽ നല്ല മാർക്കൊക്കെ വാങ്ങി കോളേജിൽ വന്ന് അഡ്മിഷൻ എടുത്തു. കൊല്ലം എസ് എൻ കോളേജിലാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് ഇയർ പഠിക്കാൻ വരുന്ന ഇവരെല്ലാം പഠിച്ച് തീർത്ത് അവർ റിവിഷനും എൻട്രൻസ് കോച്ചിങ്ങും ഒക്കെ ആയിട്ട് എല്ലാം റെഡിയായി വന്നിരിക്കുന്ന കുറേ മനുഷ്യന്മാരിടയ്ക്കാണ് ഞാൻ പോയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും എനിക്ക് അവരോടൊപ്പം ഒന്നും ഓടിയെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അവരെല്ലാവരും എൻജിനീയേഴ്സുമായി. അതിലാവാത്തൊരു 5-6 പേര് എന്നെപ്പോലെയുള്ള കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് അയാളുടെ പേര് ആർട്സ് കെ പുരുഷോത്തം എന്നാണ്. ഞാൻ പിന്നെ ഇവിടെ ചോദിച്ചു, ബ്രിജേഷ് സാറ് പറഞ്ഞു ഇവിടെ തൃശ്ശൂർ എവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് ഫോൺ നമ്പർ കിട്ടി, ഞാൻ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പിന്നീട് ജിയോളജിയെക്കുറിച്ച് നമ്മൾ വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പൊന്നാനി MES കോളേജ് വന്നപ്പോഴാണ് ജിയോളജിയെക്കുറിച്ചൊക്കെ നമ്മൾ കാര്യങ്ങൾ അറിയുന്നതും. ഞാനിടയ്ക്ക് അവിടെ പോവുകയും ചില കല്ലും പാറയൊക്കെ കാണുമ്പോൾ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഈ പറഞ്ഞ കണക്ക് അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെനിക്ക് ഈ കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പം അങ്ങനെ ഒരു നല്ല ബന്ധം എനിക്ക് ജിയോളജി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് എല്ലാ കാലവും അതുണ്ടായിരിക്കും. അപ്പോൾ ശരിക്കും നമ്മുടെ കോളേജിൽ ജിയോളജി പഠിക്കാൻ വന്നവരൊക്കെ വളരെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ഒക്കെയാണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. Thank you, Sina sir. Next, I invite our alumnus Majid Ka onto the stage. പ്രിയമുള്ളവരെ, നേരത്തെ ഞങ്ങളോട് സംസാരിച്ച് തുടങ്ങിയതാണ്. അത് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു. ഇനി കൂടുതലൊന്നും പറയാനൊന്നുമില്ല. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സാറ് GK സാറ് പറഞ്ഞതുപോലെ ഇവിടെ ആദ്യത്തെ ബാച്ചിലർ സ്റ്റുഡൻ്റാണ്. 1978 to 81.
അന്ന് ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഹമീദ് സാറാണ്, അദ്ദേഹം ഇവിടെ പറഞ്ഞു, ഹമീദ് സാറിൻ്റെ പേര്, അധ്യാപകൻ. നമ്മളും അവരും നമ്മളുമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതിലൊക്കെ കൂടുതൽ ഓർക്കാനുള്ളൊരു വ്യക്തിത്വം ഉണ്ട് ഇവിടെ. ബഹുമാനപ്പെട്ട AV മൊയ്തീൻകുട്ടി സാറ്, അദ്ദേഹം നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയി. അദ്ദേഹമാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ കൊടുക്കുന്നതും സാറിനറിയാം. എല്ലാവിധ സഹായം അദ്ദേഹത്തിൻ്റെ പ്രത്യേക പരിഗണന വെച്ചിട്ട് ഇതിനിവിടെ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഹമീദ് സാറുമായി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ സെക്കൻഡ് DC ആവുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട GK സാർ വരുന്നത്. അതിന് ശേഷം സംഗതിയൊക്കെ ഒന്ന് റെയിലിൽ കയറി. കാരണം മറ്റാൾ പോരാന്നല്ല, ഇവിടെ സാഹചര്യങ്ങൾ കുറവായിരുന്നു. 2 മൈക്രോസ്കോപ്പ്, ഒരു 4-5 പാറ, ഇതൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്ന കാര്യങ്ങൾ. ആരെയും കുറ്റമായിട്ട് കാര്യമില്ല. നമ്മളെ ലാബും ക്ലാസ് റൂമൊക്കെ ഒന്നുണ്ടായിരുന്നു. പിന്നെ അവിടുന്നൊക്കെ ഡെവലപ്മെൻറ്റായി ഇവിടെ എത്തി. GK സാറ് എല്ലാം ഏകദേശം നല്ല നിലക്ക് റൂട്ടിൽ കയറ്റി ആയിഷ ടീച്ചറെ ഏൽപ്പിച്ചു. അവരും അതിൽ നിന്ന് പിന്നോട്ട് പോയില്ല. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നല്ല ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇതാണെന്ന് എല്ലാവരും പറയും. അതിൽ ജിയോളജി പഠിക്കുന്ന നിങ്ങൾക്കാർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് സംശയമില്ല. ഞാൻ നിരന്തരം ജെംസുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടയ്ക്കൊക്കെ വന്ന് നോക്കുന്ന എനിക്കറിയാൻ പറ്റും. അപ്പോൾ അക്രഡിറ്റേഷൻ്റെ ഭാഗമായിട്ട് ഇന്നാൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ നടത്തി. നമ്മുടെ പിന്നെ ജിയോളജി ലാബൊക്കെ പോയി കണ്ടൊക്കെ ചെയ്ത് കണ്ടു നോക്കുമ്പോൾ അതൊരു വലിയ സംഭവം തന്നെയാണ്. അത് ഇവിടുത്തെ അധ്യാപകർ, പ്രത്യേകിച്ച് ആയിഷ ടീച്ചർ, പിന്നെ GK സാർ ഇവിടെ അടുത്ത് താമസിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എല്ലാവിധ ഇതും ഇവർക്ക് കൊടുക്കും. അതേപോലെ ആയിഷ ടീച്ചർ, ബ്രിജേഷ്, അടുത്ത ഇവിടുത്തെ ആരാണ് ആവാൻ പോണേ, വിജേഷ് അടുത്ത് നിങ്ങളാവല്ലേ? അപ്പോൾ അദ്ദേഹം, പിന്നെ അതേപോലെ സന്തോഷ് സാറ്, ശ്രീജിത്ത്, അരുണ്, പിന്നെ നിത്യ ടീച്ചർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവർക്ക് നേരത്തെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ ശാസ്ത്രജ്ഞന്മാർ തന്നെയാണ്, അത് സംശയമൊന്നും വേണ്ട. അവരുണ്ട്. അവരുടെ കയ്യിൽ ഇതിൻ്റെ ഭാവി, ഇതിൻ്റെ എല്ലാം സുരക്ഷിതമാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നോട്ട് പോവില്ല. നമുക്ക് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഇതിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. പിന്നെ ജെംസിനെ സംബന്ധിച്ച് ഞങ്ങൾ അതിൻ്റെ ആദ്യകാല അതിനെ ഉണ്ടാക്കുന്നതിൽ കുറച്ച് ആൾക്കാർ, ഞാൻ, നമ്മുടെ അബ്ദുറഹ്മാൻ എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാവേണ്ടതാണ്, വന്നിട്ടില്ല. അദ്ദേഹത്തിന് എന്തൊരു പ്രശ്നം പറ്റിയിട്ട്, എന്നാലും നാളെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ജെംസിൻ്റെ ചെയർമാൻ റഫീഖ് സാറാണ്. ഇപ്പോഴത്തെ മുൻ സ്റ്റുഡൻ്റാണ്, ഞങ്ങൾ ഒരേ ബാച്ചിൽ പഠിച്ചവരാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവിന് സുഖമില്ലാത്തതിൻ്റെ പേരിൽ അവർ പ്രയാസത്തിൽപ്പെട്ടിട്ടിരിക്കുകയാണ്. എല്ലാം നാളെ മുതൽ, നാളെ മറ്റന്നാളായിട്ട് അവരെല്ലാം ഇവിടെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ വളരെ നല്ല ഒരു സാഹചര്യത്തിലും നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിലുമാണ് നിങ്ങൾ ഇന്നുള്ളത്. അതിന് നിങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുക. ഞങ്ങളൊക്കെ കാലം പോലെ അല്ല ഇപ്പോൾ എല്ലാം നേരത്തെ നമ്മൾ MLA പറഞ്ഞ പോലെ ഒക്കെ വിരൽത്തുമ്പിലാണല്ലോ. അത് നിങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. കൂടാതെ ആയിഷ ടീച്ചർ, അവരെ യാത്രയപ്പാണ്, അതുമായി ബന്ധപ്പെട്ട സെമിനാറാണിത്. ആയിഷ ടീച്ചറെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമാണ്. ആയിഷ ടീച്ചർ പഠിക്കുമ്പോൾ എൻ്റെ എത്ര ജൂനിയറാണ്. 83 എവിടെ വന്ന് ആയിഷ ടീച്ചറെ? നിങ്ങൾ 83 എവിടെ വന്ന്? അല്ലാന്നേ 83. അപ്പം അങ്ങനെയാണ്. അപ്പം ഞങ്ങളൊക്കെ ഇവിടുന്ന് പോയതിന് ശേഷം വന്നവരാണ്. അപ്പോൾ അവർ നമ്മൾ ജൂനിയറാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാം നല്ല നല്ല ആളുകളാണ്. കിട്ടിയതും ഇനി കിട്ടിക്കൊണ്ടിരിക്കുന്നതും നല്ല നല്ല ആളുകളാണ്. നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. പക്ഷേ ടീച്ചർക്ക് അവരുടെ ജീവിതത്തിൽ റിട്ടയർമെൻറ്റ് ജീവിതമായ എന്തായാലും ശരി, ഇവിടെ അടുത്ത് വളരെ ദൂരമൊന്നുമല്ല, എടപ്പാളാണ് താമസിക്കുന്നത്. എപ്പോഴും കോളേജുമായി ബന്ധപ്പെട്ട, പിന്നെ അവരിവിടെ ആലുമിനി അംഗവുമാണ്. അപ്പോൾ അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. അവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. ജയ് ഹിന്ദ്. Thank you, Majid Ka. Now, with great pleasure, I invite our beloved HOD, Aisha ma'am, for delivering the reply speech. Respected my teacher GK sir, Vice Principal Dr. A.S. Zubair, Majid Ka, Senior sir, my dear colleagues and my dear students. കുറച്ച് ദിവസങ്ങളായിട്ട് റിട്ടയർമെൻറ്റ് ഫങ്ഷൻസ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ സ്റ്റുഡൻസുമായിട്ട് സംവദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ എക്സാം തിരക്കൊക്കെ ആയിരുന്നു, പോർഷൻസ് തീരാനുള്ള തിരക്കായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനും നമ്മുടെ കുട്ടികളുമായിട്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് വരുന്നത്.
ഇപ്പോൾ സാറ് പറഞ്ഞു തുടങ്ങിയ പോലെ പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട്. 83 മുതലുള്ള കഥകൾ. 83 മുതൽ ഈ പൊന്നാനി MES കോളേജുമായിട്ടും പൊന്നാനി MES കോളേജിൻ്റെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും നിരന്തരമായ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളൊക്കെ ഇന്ന് വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായ ഒരു കാലഘട്ടത്തിലായിരുന്നു ഞാനൊക്കെ ഇവിടെ പഠിച്ചിരുന്നത്. മജീദൊക്കെ പറഞ്ഞ ഒരു ചിത്രം നിങ്ങൾക്ക് അറിയാം. ഒരൊറ്റ ക്ലാസ് റൂം, ഒരൊറ്റ റൂം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഫൈനൽ DC റൂം മാത്രമായിരുന്നു അന്നത്തെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. അതിനകത്ത് ഒരു 2-3 അലമാര തിരിച്ചിട്ടിട്ട് 3 ചെയറും ഇട്ടിട്ടായിരുന്നു ഞാനും പ്രഭാരൻ സാറും റഫീഖ് സാറും ഒക്കെ ഇരുന്നിരുന്നത്. അപ്പം ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു. 3 ഒരു അലമാര തിരിച്ചിട്ട്, അപ്പോൾ ആരെങ്കിലുമൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് പോയി ക്ലാസ് എടുക്കും, അതല്ലെങ്കിൽ പുറത്തേക്ക് പോകും. പിന്നെ ഇന്നത്തെ പോലെയൊന്നും അന്ന് ഇങ്ങനെ കാലത്ത് മുതൽ വൈകിട്ട് വരെ ഇവിടെ ടീച്ചേഴ്സും വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഷിഫ്റ്റ് സമ്പ്രദായമായിരുന്നു. ഷിഫ്റ്റ് ആക്ച്വലി പ്രീ ഡിഗ്രി ബാച്ചായിരുന്നു. പ്രീ ഡിഗ്രി ബാച്ചിനായിരുന്നു ഷിഫ്റ്റ്. പക്ഷേ ഡിഗ്രിയും ഷിഫ്റ്റിൽ തന്നെ പോയിരുന്നത്. അതായത് 9 മണിക്ക് തുടങ്ങി 1 മണിക്ക് ക്ലാസ് അവസാനിക്കും, മോർണിംഗ് ബാച്ച്. ആ മോർണിംഗ് ബാച്ചിനോട് കൂടിയായിരുന്നു ഡിഗ്രി നടന്നുകൊണ്ടിരുന്നത്. പിന്നെ 1 മണിക്ക് ശേഷം വേറെ ബാച്ച് വരും. പ്രീ ഡിഗ്രിക്കാർക്ക് വേറെ ബാച്ച് വരും, പക്ഷേ ഡിഗ്രിക്കാർ അങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പം അന്നത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെസിമെൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുവിധം. മാനേജ്മെൻറ്റ് അന്നത്തെ കാലത്ത് തന്നെ 78 തുടങ്ങിയപ്പോൾ റോക്ക് സ്പെസിമെൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓരോ വർഷവും പോകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഫീൽഡിൽ പോകുമ്പോൾ സ്പെസിമെൻസ് കളക്ട് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുമല്ലോ. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ട്രിപ്പൊന്നും ആയിരുന്നില്ല അന്ന്. എന്ന് വെച്ചാൽ ഞങ്ങൾ പോകുന്നത് ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ. നിങ്ങളെ പോലെ ആർഭാടമായ ബസ്സുകളോ പാട്ടും ഡാൻസും ഒന്നും നമുക്ക് നടക്കൂലായിരുന്നു. അപ്പം ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം 1-2 പേര് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരും. അപ്പോൾ അതിന് മുന്നേ തീരുമാനിക്കും, കത്തുകൾ അയക്കണം, കത്തുകൾ അയച്ച് അവിടെ നിന്ന് മറുപടി കിട്ടണം, എവിടേക്കാണ് നമ്മൾ പോണേന്നുള്ളത്. അത് അങ്ങനെ ഒരു വലിയൊരു സംഭവം തന്നെയായിരുന്നു. അന്നൊന്നും ഗേൾസ് ഈ ജിയോളജി പഠിക്കാൻ ഗേൾസിന് പറ്റിയൊരു സബ്ജക്റ്റ് അല്ലായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു എല്ലാവരുടെയും ഒരു രീതി. അപ്പോൾ എൻ്റെ കൂടെ ഒരു 5 ഗേൾസ് ജോയിൻ ചെയ്തു. 5 ഗേൾസിൽ ഞങ്ങൾ ഫൈനൽ ഇയർ എത്തിയത് 2 പേര് മാത്രമായിരുന്നു. ആ 2 പേരിൽ ഒരാളായ രാധികയ്ക്കായിരുന്നു ആ ബാച്ചിലെ ഫസ്റ്റ് റാങ്ക്. സാർ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഞങ്ങളുടെ സീനിയറിൽ ഒരു കുട്ടി മാത്രമായിരുന്നു, ഒരു ഗേള് മാത്രമായിരുന്നു, ശകുന്തള ഏകദേശം ഒരു ആണായി തന്നെയായിരുന്നു കണക്കാക്കിയിരുന്നത്. അവർ ഇങ്ങനെ ആൺകുട്ടികളുടെ കൂടെ കൂടിയിട്ട് അങ്ങനെ തന്നെ ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾ ടൂറ് പോകുമ്പോൾ ഫസ്റ്റ് ഇയറും ഞങ്ങൾക്ക് അന്നൊക്കെ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും മാത്രമായിരുന്നു ടൂറ്. അപ്പോൾ ഞങ്ങളുടെ ബാച്ചിന് ഭാഗ്യം കിട്ടി ഫസ്റ്റ് ഇയറിലും പോകാൻ. എന്താണെന്ന് വെച്ചാൽ ശകുന്തള ഒറ്റയ്ക്കല്ലേ, അപ്പോൾ ശകുന്തളേനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളെയും കൂടി കൂട്ടി. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ടൂറ് പോയ ആദ്യത്തെ ബാച്ചായിരുന്നു അന്ന്. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ പോയത് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് അന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു ദിവസം വിസിറ്റ് ഉണ്ടായിരുന്നു. കേരള യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ അന്ന് GK സാറ് നല്ല ചുള്ളൻ കുട്ടപ്പനായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അന്നത്തെ HOD ആയിരുന്നു, ഞാൻ പിന്നെ അവിടെ പഠിക്കാൻ പോയി PGക്ക്. അപ്പോൾ അന്നത്തെ HOD ആയിരുന്ന രാജേന്ദ്രൻ സാർ ചോദിച്ചു, അല്ല ഈ ലേഡീസൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ ജിയോളജി എടുത്തിരിക്കുന്നത്, ഈ സാറിനെ കണ്ടിട്ടാണോ എന്ന് ചോദിച്ചു. അങ്ങനെയുള്ള ഒരു ഓർമ്മയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ട്രിവാൻഡ്രം സൈഡൊക്കെ കുറച്ച് ഫീൽഡ് വർക്കൊക്കെ നടത്തി കേപ്പ് കമറിനൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു. പിന്നെ സെക്കൻഡ് ഇയറിൽ ബാംഗ്ലൂർ പോയിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിലുണ്ടായിരുന്ന കുട്ടികളൊക്കെ തന്നെ അന്നത്തെ കുട്ടികൾ ഒരു മിനി ഉണ്ടായിരുന്നു, പ്രേമലത ഉണ്ടായിരുന്നു, സൈനബ ഉണ്ടായിരുന്നു. അവർ 3 പേരും വേഗം കല്യാണം കഴിഞ്ഞ് പോയി. പിന്നെ ഞങ്ങൾ 2 പേര് മാത്രം ബാക്കിയായി. അങ്ങനെ ഞങ്ങൾ 2 പേരും തന്നെയാണ് പിന്നെ PGക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ട് പോയത്. കേരള യൂണിവേഴ്സിറ്റിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അന്ന് നല്ല പാടാണ്.
ഫസ്റ്റ് ടോപ്പ് മാർക്ക് യൂണിവേഴ്സിറ്റി സെൻറ്ററിലുള്ള ഏറ്റവും ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റി. അപ്പം അന്ന് ഇവിടെ ഇങ്ങനെ റിസൾട്ട് വരാനൊക്കെ കുറച്ച് താമസം വന്നു. അപ്പം ഞാനിങ്ങനെ ലെറ്റർ എഴുതും, അന്ന് ഇൻലൻഡ് എടുത്തിട്ട് ലെറ്റർ എഴുതുകയാണ് അവിടുത്തെ HOD. എൻ്റെ റിസൾട്ട് വരും, എനിക്കിപ്പം ഇത്ര മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ, പിന്നെ അതുകൊണ്ട് എനിക്ക് ഇത് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്, അവിടുത്തെ അഡ്മിഷൻ പോകുമോ എന്നുള്ള പേടിയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രാവശ്യം എഴുതിയിട്ട് പിന്നെ കിട്ടുമെന്ന് പറഞ്ഞാൽ അവസാനം എനിക്ക് കിട്ടി അവിടെ സീറ്റ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ലൈബ്രറിയൻ എന്നോട് ചോദിച്ചു, ഈ കുട്ടിയാണല്ലേ എപ്പോഴും കത്തയച്ചിരുന്ന HOD. അല്ലാതെ നിർത്തിയില്ല, ഇന്നത്തെ പോലെ ഫോണൊന്നുമില്ല, ഇങ്ങനെ നിങ്ങളുടെ ഓൺലൈൻ സംവിധാനമൊന്നുമല്ല. നമ്മൾ അഡ്മിഷന് അപ്ലൈ ചെയ്യണം, അവിടുന്ന് ഫോം വരുത്തണം, ആ ഫോം ഇവിടെ വന്ന് ഫില്ല് ചെയ്തിട്ട് പോസ്റ്റലായിട്ട് അങ്ങോട്ട് അയക്കണം. പിന്നെ അവിടെ ലിസ്റ്റ് ഇടുമ്പോൾ അത് എന്നാ ലിസ്റ്റ് ഇടാന്നറിയില്ല, ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും, അത് നമുക്ക് വിളിച്ചു ചോദിക്കാനൊന്നും ഒരു സംവിധാനം ഇല്ലല്ലോ. അപ്പോൾ അന്നിങ്ങനെ എത്രയോ ലെറ്റർ ഞാൻ അന്നത്തെ HOD രാജേന്ദ്ര സാറിന് അയച്ചിട്ടുണ്ട്. അതൊക്കെയാണ്. പിന്നെ അന്നത്തെ ടൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നത് ഒരു 10-15 ദിവസമായിരിക്കും. ഇപ്പം പെട്ടെന്ന് ബസ്സിൽ നമ്മുടെ ഇന്നത്തെ പോലെയൊക്കെ മൈൻ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി അതിൻ്റെ അടിയിൽ പോയിട്ട് നിർത്തിയിട്ട് ഇറങ്ങിപ്പോകുന്ന രീതിയല്ല. അന്ന് നമ്മളൊരു ഇപ്പോൾ ബാംഗ്ലൂരാണെങ്കിൽ ബാംഗ്ലൂർ പോയിട്ട് പിന്നെ അവിടെ നിന്നുള്ള റൂട്ടൊക്കെ ലൈൻ ബസ്സിൽ കയറണം. ലൈൻ ബസ് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള ബസ്സുകളാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ ഇപ്പം നിങ്ങൾക്കൊന്നും ആ ഒരു രീതി ഇല്ല എന്ന് വെച്ചാൽ അന്ന് കുറച്ച് വാട്ടർ ബോട്ടിലുണ്ട്, അലുമിനിയത്തിൻ്റെ വാട്ടർ ബോട്ടിൽ, അതിനൊരു സാക്ക് കൊണ്ടുള്ളൊരു കവറിങ്ങൊക്കെ, ജിയോളജിസ്റ്റ് വാട്ടർ ബോട്ടിൽ. അതുപോലെ പിന്നെ ഹാവർ സാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചാക്ക് പോലെയുള്ള നല്ല കട്ടിയുള്ള കുറേ സാക്കുകൾ, അതൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ പോകുന്നതിൻ്റെ തലേ ദിവസം ഇതൊക്കെ പോയി കളക്ട് ചെയ്യണം. ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് ഇതൊക്കെ മേടിച്ച് ഹാമറും ഒക്കെ വെച്ച്, അന്നൊക്കെ റിപ്പറിൻ്റെ ഒരു സമയം ഉണ്ടായിരുന്നു, റിപ്പർ ഹാമർ അടിച്ച് കൊല്ലുന്ന സമയം. അപ്പം ഞങ്ങൾ ഈ ആന്ധ്രയിലൊക്കെ പോകുമ്പോൾ ഈ ഹാമർ ഞങ്ങളുടെ അടുത്ത് ഓരോരുത്തരടുത്തും ഹാമറും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു സംശയം, ഇതെന്താണ് ഈ ഗ്രൂപ്പ് എന്നുള്ളത്. പിന്നെ ഈ അന്ന് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസം പോകുമ്പോൾ കുറേ സ്പെസിമെൻസ് കളക്ട് ചെയ്യും. ആ സ്പെസിമെൻസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ കയറുന്നത് ഈ ലൈൻ ബസ്സിലാണ്, അല്ലാതെ ഇപ്പോഴത്തെ പോലെ ബസ്സില്ലല്ലോ. അപ്പം ലൈൻ ബസ്സിൽ കയറുമ്പോൾ ഈ തിക്കും തിരക്കിൻ്റെ ഇടയിൽ ഈ കല്ലും പുറത്ത് ഇട്ടിട്ടാണ് കയറേണ്ടത്. പുറത്തും വേദനിക്കുന്നുണ്ടാവും, ബാക്കിയുള്ളവരുടെ ചീത്തയും കേൾക്കണം. ഈ കല്ലും വെച്ചിട്ടാണോ കയറിയിരിക്കുന്നത്, എന്തൊക്കെയോ ഭാഷയിൽ അവർ പറയും. പിന്നെ ഭാഷ അറിയാത്തതുകൊണ്ട് നമുക്ക് കുറേ ഒന്നും മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ അത് തിരിച്ച് വന്ന് ഒരു ദിവസം തിരിച്ച് വന്നിട്ട് നമ്മൾ വീണ്ടും ലോഡ്ജിൽ വന്ന് ഇതിൻ്റെ വക്കുമൂലയൊക്കെ പൊട്ടിച്ച് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഭംഗിയാക്കിയിട്ട് വെക്കും. എന്നിട്ട് അതിനൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നമ്മൾ അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്ത് അന്നത്തെ ദിവസത്തത് ചാക്കിലാക്കി വെക്കും. പിന്നെയും പിറ്റേ ദിവസം ഈ ഹാവർ സാക്കുമായിട്ട് പോകും, കളക്ട് ചെയ്യും, വീണ്ടും കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ്മെൻ്റ് ഉണ്ടാവും. ആ മൂവ്മെൻറ്റിൻ്റെ ഇടയിൽ ഈ സാധനങ്ങൾ മൊത്തം നമ്മുടെ ലഗേജ് ഉണ്ടാവും, അതിൻ്റെ കൂടെ നമ്മുടെ ഈ സ്പെസിമെൻസും എടുത്തുകൊണ്ട് വേണം പോകാൻ. വലിയ പാടായിരുന്നു. പിന്നെ നമ്മൾ ബോയ്സൊക്കെ എന്താണെന്ന് വെച്ചാൽ, ബോയ്സ് ഞങ്ങളുടെയൊക്കെ സീനിയറൊക്കെ ഉണ്ടായിരുന്ന ഒരു മോഹൻദാസിനെയൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മോഹൻദാസിന് ആകെ ഒരു പാൻറ്റും ഷർട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ മോഹൻദാസ് ഞങ്ങളുടെ ലഗേജൊക്കെ കുറേ എടുത്ത് സഹായിക്കും. അതുപോലെ ബോയ്സിനൊക്കെ ചെറിയ ലഗേജാവും. ഞങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇന്നത്തെ പോലെ കുട്ടികളുടെ മാതിരി ജീൻസ് ഷർട്ട് ഇട്ടിട്ടൊന്നുമല്ലല്ലോ പോണേ. അപ്പം നമുക്ക് നമ്മുടേതായ കുറേ കാര്യങ്ങൾ വേറെ ഉണ്ടാവും. ഓരോ ദിവസത്തേക്ക് ഓരോ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അലക്കാനൊന്നും പറ്റില്ലല്ലോ, 10-15 ദിവസം ഉണ്ടാവും. അപ്പോൾ കുറേ വലിയ ലഗേജ് ഞങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ ഗേൾസിൻ്റെ ലഗേജും അവർ സഹായിക്കും, അതുപോലെ സ്പെസിമെൻസും സഹായിക്കും. എന്നിട്ട് ലാസ്റ്റ് ഡേ പോരണേൻ്റെ തലേ ദിവസം എന്തെന്ന് വെച്ചാൽ ഇത് ട്രെയിനിൽ കയറ്റി അയക്കുന്ന പണിയാണ്. ഈ സ്പെസിമെൻസ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അത് പാഴ്സലായിട്ട് അയക്കും. അപ്പോൾ പാഴ്സലിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് അതൊക്കെ ഒരു രസമായിരുന്നു. ബോയ്സ് തന്നെയാണ് എല്ലാം ചെയ്യുക, ഞങ്ങളൊക്കെ ഇങ്ങനെ ചെന്ന് സഹായിക്കുകയുള്ളൂ. അപ്പോൾ അവരതൊക്കെ പാക്ക് ചെയ്ത് അയച്ച് പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മളിവിടെ തിരിച്ചെത്തുക. അപ്പോൾ ഞങ്ങൾ ഈ പോണ ദിവസം ആദ്യത്തെ ദിവസം വീട്ടിലേക്ക് ഒരു കത്തെഴുതും. അന്ന് ഇൻലൻഡ് എടുത്ത് 2-3 ഇൻലൻഡ് കൊണ്ടുപോകും. പോകുമ്പോൾ ഇൻലൻഡ് എടുത്ത് കത്തെഴുതും, ഇതാ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടെന്ന്. ചിലപ്പോൾ നമ്മൾ 15 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ടാവും ഇൻലൻഡ് ഇവിടെ എത്തണേ. അതൊക്കെ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ആരെങ്കിലും വീട്ടിലെന്തെങ്കിലും സംഭവിച്ചാലും ഒന്നും നമുക്കറിയില്ല. എന്നുവെച്ചാൽ നമ്മൾ യാത്രയാണല്ലോ, അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു ഇതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളത്. പിന്നെ
പറയുകയാണെങ്കിൽ അന്നത്തെയും ഇന്നത്തെയും കുറച്ച് ഒരു വ്യത്യാസങ്ങൾ പറയുകയാണെങ്കിൽ ഡ്രസ്സിങ് ഇസ് എൻറ്റയർലി ചേഞ്ച്ഡ്. അപ്പോൾ അന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിഗ്രി എത്തിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ കോൺവെൻറ്റ് കോളേജസിലൊക്കെ, ഞാൻ സെൻറ്റ് മേരീസിലായിരുന്നു പ്രീ ഡിഗ്രി. അപ്പോൾ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ അവിടെ ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതൽ സാരിയാണ്. അതൊരു കോൺവെൻറ്റ് കോളേജസിൽ മസ്റ്റാണ്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ സാരി ഉടുക്കണം. അപ്പോൾ ചെറിയ പിള്ളേരൊക്കെ സാരി ഉടുത്ത് കഷ്ടപ്പെടും. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോഴും ഇവിടെ അതെ ഡിഗ്രി ഫൈനൽ ഇയറിൽ ചില കുറച്ചൊക്കെ സൈസുള്ളവരൊക്കെ സാരി തന്നെയായിരിക്കും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ. നിങ്ങൾക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഫൈനൽ ഇയറിലെത്തിയാൽ മസ്റ്റായി. അപ്പം ഞാൻ ഫൈനൽ ഇയറിൽ മുതൽ സാരിയൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് വന്നിരുന്നത്. ഒരു ഫയലും ഉണ്ടാവും. അത് അന്നത്തെ ഒരു ഡ്രസ് കോഡാണ്. അപ്പോൾ ഈ ഫയലും പിടിച്ച് നടക്കണ അറിയാവോ അത് ഡിഗ്രിയാണെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റോ ആ വക സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറേ പേപ്പറുകൾ ഫയലിൽ വെക്കുക ചെയ്യാം. അപ്പോൾ അതിലിങ്ങനെ നോട്ട് എഴുതിക്കൊണ്ടിരിക്കും. ഫൈനൽ ഇയറിലൊക്കെ എത്തുമ്പോഴുണ്ട് ഒരു നോട്ട് എഴുത്ത്. അത് കാലത്തിരുന്ന് വൈകുന്നേരം വരെ എക്കണോമിക് ജിയോളജി, ഇന്ത്യൻ ജിയോളജി എന്നൊക്കെ പറഞ്ഞ് ഗോപാലൻ സാറൊക്കെ പ്രഭാര സാറും കൂടി ഇങ്ങനെ പറയുക. പിന്നെ തീരാനാകുമ്പോൾ എഴുത്ത് എഴുതി. അപ്പോൾ ചില വില്ലന്മാർ അന്നും ഉണ്ട് കേട്ടോ, ബോയ്സ്. അവർ കാർബൺ കോപ്പി തരും ഞങ്ങൾക്ക്. അപ്പോൾ കാർബൺ പേപ്പർ അടിയിൽ വെക്കും, എന്നിട്ട് അവർക്ക് ഒരു കോപ്പി കൊടുക്കാൻ പറയും. അപ്പം അന്ന് എഴുതാത്തവരുണ്ട്. അങ്ങനെ കാർബൺ വെച്ചിട്ട് എഴുതി അങ്ങനത്തെ ഒരു ഫയലുകളായിരിക്കും. അങ്ങനൊക്കെ നോട്ട്സ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിങ്ങൾക്ക് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് PDF ഉണ്ട് എന്നല്ലേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് നോട്ട്സൊന്നും ഇല്ലല്ലോ. പിന്നെ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഇയർലി ആയതുകൊണ്ട് വളരെ, ഞാൻ നേരത്തെ GK സാറും കൂടി ഇരുന്ന് പറയായിരുന്നു, നമ്മൾ ജൂണിൽ തുടങ്ങിയാൽ ഇന്നത്തെ പോലെ ഒരുപാട് സെമിനാറുകൾ IEDC IICI വിമൻസ് സെല്ലുക ശല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നാക്കിൻ്റെ ശല്യമില്ല. അപ്പം ഞങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ പഠിപ്പിക്കാൻ സമയമുണ്ടായിരുന്നു. പഠിപ്പിക്കൽ മാത്രമേ അന്ന് ടീച്ചേഴ്സിന് പണിയുള്ളൂ. അത് തന്നെ എപ്പോഴും നമുക്ക് അവറെന്ന് വെച്ചാൽ അപ്പോൾ വന്നാൽ മതി, അല്ലാണ്ട് ഇവിടെ വന്നിരിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഒരവറേ ഉള്ളൂവെങ്കിൽ ആ അവർ എടുത്തിട്ട് പോവുകയും ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ ഈ സെമിനാറുകളൊന്നും കേട്ടിട്ടേ ഇല്ല. അങ്ങനെ 2000-ലാണ് ഒരു ഭൂകമ്പം കൊണ്ട് ഇവിടെയൊക്കെ ആകെ ഒരു ട്രമേഴ്സ് ഉണ്ടായിട്ട്, എന്തുകൊണ്ടാണ് ഈ ഭൂകമ്പം എന്നുള്ളത് എല്ലാവർക്കും ഒരു ആശങ്ക വന്ന ഒരു സമയം 2000-ലാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, വേണമെങ്കിൽ ഈ കോളേജസിൽ, ഈ പ്രദേശത്തുള്ള കോളേജസിൽ അല്ലെങ്കിൽ MES കോളേജസിൽ തന്നെ ആദ്യമായിട്ട് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്. അതൊരു സംഭവമായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ഇത്ര ഫെസിലിറ്റീസൊന്നും ഇല്ലാത്ത സമയത്താണ്. സെമിനാർ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതിന് മീറ്റിംഗ് വിളിക്കുക, മറ്റ് പൊതുപ്രവർത്തകരുമായിട്ട് മീറ്റിംഗ് വിളിച്ച് മറ്റ് പലരുമായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്തിട്ട് ഗോപാലൻ സാറാണ് അതിൻ്റെ തുമ്പത്ത് നിന്നിട്ട് എല്ലാം ചെയ്യുന്നത്. ഞങ്ങളൊക്കെ പിന്നാലെ ഉണ്ട്. ഞാനും ബ്രിജേഷൊക്കെ ഉണ്ട്. ബ്രിജേഷ് അന്ന് ഗസ്റ്റ് ലെക്ചറാണ്. എന്നിട്ട് എൻ്റെ അധ്യാപകനായിരുന്ന, ഞാൻ പറഞ്ഞ നേരത്തെ കത്തെഴുതിക്കൊണ്ടിരുന്ന രാജേന്ദ്രൻ സാറ്, നിങ്ങൾ വിചാരിക്കേണ്ട രാജേന്ദ്രൻ സാറിന് കത്തെഴുതിയിട്ട്, രാജേന്ദ്രൻ സാർ എന്ന് പറഞ്ഞാൽ ഒരു ടെററായിരുന്നു. സാർ എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിലിരുന്ന, ഇപ്പോൾ ശ്രീജിത്തിനറിയാം, അരുണിനൊക്കെ കുറച്ചറിയാം. സാറിൻ്റെ ക്ലാസ്സിലിരുന്ന എനിക്ക് നമ്മൾ ആ പോയിന്റ്, സാർ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിക്കും. അതുപോലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ റോൾ മോഡൽ ടീച്ചിങ്ങിൽ രാജേന്ദ്രൻ സാറാണ്. രാജേന്ദ്രൻ സാർ ഒരു ടെറർ ആയിരുന്നെങ്കിൽ കൂടെയും സാറ് പഠിപ്പിച്ച കാര്യം നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ബ്ലഡിൽ അത് കുറച്ച് കയറിയിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് കുറേയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്. ഞാൻ പഠിപ്പിക്കുമ്പോഴത് നിങ്ങൾക്ക് എത്തണം എന്നൊരു വാശി എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും അത് നിങ്ങൾക്ക് കിട്ടണം, നിങ്ങൾക്ക് അറിയണം എന്നുള്ളൊരു വാശി എപ്പോഴും എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ പലർക്കും എന്നെ കാണുമ്പോഴേ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മൾ അങ്ങനെ വളരെ നിങ്ങളുടെ തോളിൽ കൈയിട്ട് നടക്കുന്നൊന്നില്ലെങ്കിലും കൂടെ നമ്മുടെ മനസ്സിൽ എന്നും അവരുടെ ബെനിഫിറ്റ്, അവരുടെ ഫ്യൂച്ചർ, അവരുടെ അഭിവൃദ്ധി അത് തന്നെയായിരുന്നു മനസ്സിൽ.
അപ്പോൾ അതുകൊണ്ട് അവർക്ക് ബെനിഫിഷ്യൽ ആവുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് ആ സമയത്ത് നിങ്ങൾക്ക് തോന്നും ഈ ടീച്ചർ എന്താ ഇങ്ങനെ, എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് സെമിനാർ വേണമെന്ന് പറയുന്നത് എന്നൊക്കെ തോന്നിയിട്ട് പലരും എന്നോട് റഫായിട്ട് പോലും പറഞ്ഞിട്ടുണ്ട്. PG-കാരൊക്കെ എന്തിനാണ് അത് ഇപ്പം തന്നെ വേണം എന്ന് പറഞ്ഞാൽ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളതെങ്ങനെ ലാഗ് ചെയ്ത് പോവും. അതെനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ടൊരു ഡേറ്റ് പറയുന്നത്. പലപ്പോഴും റെക്കോർഡ് വെക്കാനും ഒക്കെ പറഞ്ഞാൽ ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ട് ഒരു ഡേറ്റ് പറഞ്ഞാൽ പിന്നെ കുറേ ലേറ്റായിട്ട് കൊണ്ടുവന്നാൽ അതിൽ ലേറ്റ് എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക പോലും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ ഒരു രീതിയാണ്. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു രാജേന്ദ്രൻ സാറിനെ കണ്ടിട്ട് പഠിച്ചതാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കാലഘട്ടം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കുറേ കഥകളുണ്ട്. അപ്പം നിങ്ങളും ഒന്ന് ഇൻട്രാക്ട് ചെയ്യും. നമ്മൾ വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് വിത്ത് ഓൾ ടീച്ചേഴ്സ്, എൻ്റെ കാര്യം മാത്രം പറയണ്ട, എല്ലാവരെയും കൂടി പറയുന്ന ഒരു സെഷനായിട്ട് നമുക്കിത് മാറ്റാം. ഞാൻ വീണ്ടും സംസാരിക്കാം. അപ്പം നിങ്ങൾ ഓരോരുത്തർ വന്നിട്ടൊക്കെ പറയായിരിക്കും അതിലൊന്നും കൂടുതൽ നല്ലത്. ഓക്കെ, എനിക്ക് ഒരുപാട് ഇനിയും പറയാനുണ്ട്. ഞാൻ തന്നെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാം. Thank you, ma'am. Now, I would like to invite So it's up to you guys. You can share anything, the experiences with Aisha ma'am now. സമയം കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ടീ ബ്രേക്ക് ഇല്ലാതെ ടീ ഇവിടെ തന്നെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾ ഓരോ ബാച്ച് ഇവിടെ 4 ബാച്ച് ഉണ്ട്. ഫൈനൽ ഇയർ PG-കാർ നാളെയാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യൂ. എന്താ വെച്ചാൽ അവർക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സംവദിക്കാനുള്ള സമയമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ വർത്തമാനം പറയാനുള്ള സമയമല്ല എന്ന്. അപ്പോൾ അതിന് ഓരോരുത്തരെ ക്ഷണിക്കുകയാണ്. ഓരോ ബാച്ചിൽ നിന്ന് ഓരോരുത്തർ, ആരും പേരെടുത്ത് വിളിക്കുന്നില്ല. എന്നുവെച്ചാൽ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കണമല്ലല്ലോ. എന്തായാലും ഒറ്റ കാര്യം, ഇനി വേറെ ടീച്ചറും സാറൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഓർമ്മ വന്നൊരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. ഞങ്ങളുടെ സ്റ്റഡി ടൂറിൻ്റെ ഒക്കെ ഒരു ഓർമ്മകൾ. എനിക്ക് തോന്നുന്നു ടീച്ചർ ഈ പറഞ്ഞ ഒരു വലിയ കാലഘട്ടത്തിന് ശേഷം ഞങ്ങളാണ് ആദ്യം ഇവിടുന്ന് ബസ് വിളിച്ചൊരു മിനി ബസ്സാണ് അന്ന്. ഞങ്ങളാകെ 24 ആളുകൾ ടൂറിന് പോകുന്നത്. പക്ഷെ അത് സെക്കൻഡ് ഇയറിലേ നടന്നുള്ളൂ. സാറും ടീച്ചറുമാണ് ഞങ്ങളുടെ കൂടെ വന്നത്. പക്ഷെ ഫൈനൽ ഇയർ ആയപ്പോൾ ഞങ്ങൾ വീണ്ടും ടീച്ചർ ഈ പറഞ്ഞ എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നുപോയി. ആന്ധ്രയിലെ പാവപ്പെട്ട മനുഷ്യരെയൊക്കെ ചീത്ത കേട്ട് ബസ്സിലൊക്കെ കയറി ഇതൊക്കെ തന്നെയാണ് വന്നത്. പക്ഷെ സെക്കൻഡ് ഇയറിൽ നമ്മളിങ്ങനെ പോയി, വണ്ടിയൊക്കെ വിളിച്ച് പോയി. അന്ന് ടീച്ചർ ഞങ്ങളുടെ കൂടെ വരുമ്പോൾ ടീച്ചറെ മൂത്ത കുട്ടിക്ക് ഏതാണ്ട് 6 മാസം പ്രായമാണ്. ജിത്തു എന്ന് വിളിക്കുന്ന ഹാരിസിനെ വീട്ടിലാക്കിയിട്ടാണ് ടീച്ചർ ഞങ്ങളുടെ കൂടെ വന്നത്. അതിനുശേഷം ഞങ്ങൾ 3 ആളും കൂടി ടൂർ പോയത് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ശരത്തിൻ്റെ സച്ചിൻ്റെ ഒക്കെ ബാച്ച് അവരുടെ സാറിൻ്റെ റിട്ടയർമെൻറ്റ് വർഷത്തിലാണ്. അത് 2013 12-13 കാലഘട്ടത്തിലാണ് ഞങ്ങൾ 3 ആളും കൂടി ടൂർ പോകുന്നത്. ടൂറിനപ്പുറത്തേക്ക് വളരെ വളരെ ഒരു വലിയൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായി തീർന്നിട്ടുള്ള 2 ആളുകളാണ് ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ സാറ് പോകുമ്പോൾ നമ്മുടെ ഒരു സമാധാനം എന്ന് പറയുന്നത് ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളതാണ്. ഇനിയും ടീച്ചറുണ്ട്. പക്ഷേ നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ ഒരു നേരം വീട്ടിൽ നിന്ന് അമ്മ വിട്ടു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം നമുക്കറിയാം. ഇതുപോലെ നമ്മൾ പറയാറുണ്ട്, മെനി ക്വസ്റ്റ്യൻസ് ടു മോം, ഓൺലി 1 ക്വസ്റ്റ്യൻ ടു പപ്പ, വേർ ഈസ് മോം എന്നാണ് നമ്മൾ പറയാറ്. അതുപോലെ അതുണ്ടാക്കുന്ന ഒരു ഉൾക്കിടിലം വലുതാണ്.
എന്താ വെച്ചാൽ വളരെ കൃത്യമായി ടീച്ചർ സൂചിപ്പിച്ച പോലെ ക്ലാസ് ആയാലും കാര്യങ്ങളായാലും ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സെമിനാർ GK സാറുടെ ഇതിന് നമ്മൾ ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നു. വെച്ചാൽ ടീച്ചർ പറയും, ടീച്ചർ അത് ഒരാഴ്ച മുമ്പേ റെഡി ആയിരിക്കും. ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് ഇതൊക്കെ റെഡിയാവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഏറ്റവും പേടി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളാണ് എന്നുള്ളത്. എന്തായാലും നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ കഴിയില്ലല്ലോ. നമ്മുടെ മുമ്പേ നടന്നവരുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ യശസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. അതിന് ആണ് നമ്മൾ ശ്രമിക്കുക. അപ്പം എന്തായാലും ഞാൻ കൂടുതൽ അധിക പ്രസംഗം നടത്തുന്നില്ല, നിങ്ങൾ ഓരോരുത്തരെയും വിളിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുണ്ട് ഇവിടെ, അവരെയും ക്ഷണിക്കുകയാണ്. ഓരോ ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് വരാം. ദയവ് ഇത് വർത്താനം പറഞ്ഞ് നമ്മുടെ ഈ ഒരു സെഷന്റെ ഭംഗി കളയരുത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രമോദ്. എനിക്ക് തോന്നുന്നു ടീച്ചർ ജോയിൻ ചെയ്തിട്ട് 3ാമത്തെ ബാച്ചാണെന്ന് തോന്നുന്നു, 91-94 ബാച്ച്. ആ കാലഘട്ടം വളരെ നല്ലൊരു ബഹുമാനത്തോടു കൂടി അധ്യാപകരെ കണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു. അന്ന് ആ ഒരു ക്വാളിറ്റി, ആ ക്ലാരിറ്റി, അധ്യാപകരോടുള്ള ബഹുമാനം, അത് അതേപോലെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനും അന്ന് പഠിപ്പിച്ച ആ ജിയോളജി പിന്നീടുള്ള കാലഘട്ടം എനിക്ക് വിദേശത്തും നാട്ടിലും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ടീച്ചർക്കുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം GK സാറിനും മറ്റ് അധ്യാപകർക്കും റിസർച്ച് സ്കോളേഴ്സിനും കുട്ടികൾക്കും എല്ലാവർക്കും ആശംസകൾ. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ജിംനിഷ. ഞാനിവിടെ റിസർച്ച് സ്കോളറാണ്. 2007 മുതൽ ഞാനിവിടെ ഉണ്ട്. 2007 ഞാനിവിടെ ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്ത് നമ്മളെല്ലാവരെയും കൂടി ഇങ്ങനെ ഒത്തൊരുമിച്ച് നമ്മുടെ സെമിനാർ ഹാളിൽ ഇരിക്കുമ്പോൾ അന്നുണ്ടായിരുന്നൊരു സാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇതിവിടെ ഒരു കുടുംബമാണ്, ഇവിടെ നിങ്ങൾക്ക് ഒരു അച്ഛനുണ്ട്, ഒരമ്മയുണ്ട്, പിന്നെ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ഓരോരുത്തരുണ്ട്. അതൊന്ന് കേട്ടപ്പോൾ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുള്ളതാ, ആ ഒരു ലാഘവത്തിലെടുത്തു. പക്ഷെ പിന്നീട് ജീവിതത്തിൽ അന്ന് തൊട്ട് ഇന്നോളം ഉള്ളടത്ത് എനിക്ക് ആ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും കരുതലും ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. പലപ്പോഴും തോന്നിയിട്ടുണ്ട്, വീട്ടിലുള്ള അമ്മ മനസ്സിലാക്കുന്ന പോലെ മുഖത്തുള്ളൊരു ചെറിയ മാറ്റം പോലും ടീച്ചറൊക്കെ പെട്ടെന്ന് അത് മനസ്സിലാക്കി എടുക്കുമായിരുന്നു. പിന്നെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിലും ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഗ്രൗണ്ട് വാട്ടറിലാണ് ഞങ്ങൾക്ക് ജിയോളജിയിൽ ആദ്യത്തെ ക്ലാസ് കിട്ടിയത്. ആ ഗ്രൗണ്ട് വാട്ടറിൽ തന്നെ ഞാൻ ഇന്ന് റിസർച്ചും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഒരു പെർഫെക്റ്റ് ടീച്ചർ അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ ആരാവാൻ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ആയിഷ ടീച്ചറിനെ പോലെ ഒരു ടീച്ചർ ആവാനാണ് ആഗ്രഹം എന്ന് ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ടീച്ചർ. പിന്നെ എന്താ വെച്ചാൽ ടീച്ചർ ഒന്ന് റിട്ടയർ ചെയ്ത് പോയാലും എൻ്റെ ഗൈഡായിട്ട് ഇനിയും ഉണ്ട് കൂടെ. അതിലൊരുപാട് സന്തോഷമുണ്ട്. മിസ്സിന് എല്ലാ ആശംസകളും. നമസ്കാരം. എൻ്റെ പേര് ശരത്ത്. ഞാൻ മിസ്സിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു, GK സാറിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. ഇപ്പം മറ്റൊരു കോളേജിൽ അധ്യാപകനാണ്, ഇവിടെ റിസർച്ചും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ പരിപാടിയിലും ഈ സ്റ്റേജിൽ എല്ലാ തവണയും വന്ന് സംസാരിക്കാറുണ്ട്. അപ്പം ഞങ്ങളെ ഓർമ്മയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഞങ്ങൾ ഇവിടെ ഡിഗ്രിക്ക് വരുമ്പം ഫസ്റ്റ് ഇയറിലൊന്നും GK സാർ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നില്ല. അന്ന് നമുക്ക് വളരെ പേടിയോടെ നമ്മൾ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ടീച്ചറുടെ ക്ലാസ്സിലായിരുന്നു.
എന്തിനായിരുന്നു ആ പേടി എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അത് ഈ പറയുന്ന പോലെ ടീച്ചർ വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു പേടിയായിരുന്നു. പിന്നെ ടീച്ചറെ ക്ലാസ്സുകളുടെ പ്രത്യേകത, ടീച്ചർ ഇപ്പോൾ ഒരു സെക്ഷൻ തുടങ്ങുകയാണെങ്കിൽ ലൈക്ക് ഒരു മൊഡ്യൂളിൻ്റെ കാര്യം മിസ് ആ ക്ലാസ് തുടങ്ങുന്ന സമയത്തും ഉണ്ടാവും, ആ ക്ലാസ് എൻഡ് ചെയ്യുന്ന ടൈമിലും ഫസ്റ്റത്തെ കാര്യങ്ങൾ മിസ് റിപ്പീറ്റ് ചെയ്യും. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ചില കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഗ്രാനൈറ്റിൻ്റെ കോമ്പോസിഷനൊക്കെ മിസ് തുടക്കത്തിലും പറയും അവസാനം പറയും. ഞാൻ ചിലപ്പം കരുതിയിട്ടുണ്ട് ഇത് സിമ്പിൾ പരിപാടിയല്ല, ഇത് എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നുള്ളത്. എല്ലാ ക്ലാസ്സിലും മിസ് ചിലപ്പം ഈ പെട്രോളജി പറയുമ്പം ആ കോമ്പോസിഷൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഭവൻസ് റിയാക്ഷൻ സീരീസ് പറയുകയാണെങ്കിൽ അതിൻ്റെ തുടക്കത്തിലും പറയും, ആ ക്ലാസ് അവസാനിക്കുന്ന കാലത്തും ഫസ്റ്റത്തെ കാര്യങ്ങൾ പറയും. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഈ ക്ലാസ് മുന്നോട്ട് പോകും. അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പം നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട് ബുദ്ധിമുട്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള കാര്യം എൻഡ് ചെയ്യുന്ന സമയത്തും അതുപോലെ ഒപ്പം കൊണ്ടുപോകണമെങ്കിൽ അതൊരു കഴിവാണ്. അത് മിസ്സിന് ഈ പറയുന്ന പോലെ ഈ നിങ്ങളെ ക്ലാസ് അനുഭവിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അതൊരു പ്രത്യേക കഴിവാണ് എങ്ങനെയാണത് കൊണ്ടുപോകുന്നുള്ളത്. പിന്നെ ടീച്ചർ ഞങ്ങളെ കൂടെ ട്രിപ്പ് വന്നിട്ടുള്ള ഈ 3 ആൾക്കാരും ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ നമ്മളെ ട്രീറ്റ് ചെയ്തത് ഞാൻ നിങ്ങളോട് പല സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേറൊരു അനുഭവം പറയാനുള്ളത്, ഞാൻ ഡിഗ്രി ഇവിടെ കഴിഞ്ഞ് MSc ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി വരുമ്പം അന്നത്തെ പ്രിൻസിപ്പള് ഒരു ഡൗട്ട് ഇങ്ങനെ ചോദിച്ചു, ഇപ്പോൾ ഇവരൊക്കെ ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് തലവേദന ആവുമെന്ന് ചോദിച്ചിരുന്നു. അതിന് കാര്യം വേറെ ഒന്നുമില്ല, നമ്മൾ അതിൻ്റെ മുൻവർഷങ്ങളിലൊക്കെ പലതരം പ്രവർത്തനങ്ങൾ നടത്തി ടീച്ചറൊക്കെ അന്നത്തെ പ്രിൻസിപ്പളൊക്കെ ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചോദിച്ചു, ഇപ്പോൾ ഇവരൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തലവേദന ആവുമെന്ന് ചോദിച്ചാൽ അന്ന് ധൈര്യമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത് ആയുഷ് ടീച്ചറാണ്. ഈ ഹാളിൽ നിന്നായിരുന്നു അത് പറഞ്ഞത്, അവരെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞത്. അപ്പം അത് നമ്മളിലുള്ള വിശ്വാസം കൊണ്ട് ധൈര്യമായിട്ട്, എനിക്ക് തോന്നുന്നു വേറെ ഒരിടത്തും നിങ്ങൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടും തോന്നുന്നില്ല. നിങ്ങൾ എത്ര മോശം രീതിയിലേക്ക് പോയാലും, നിങ്ങളെത്ര നല്ലതാണെങ്കിലും, നല്ല ആൾക്കാരെ കൂടുതൽ നന്നാക്കാനും മോശം ആൾക്കാരെ നന്നാക്കിയെടുക്കാനും കഴിവുള്ള ആൾക്കാരാണ് ഇവർ. അപ്പം അത് നിങ്ങളിലിപ്പോൾ ഇരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, ഇനിയിപ്പം ടീച്ചർ റിട്ടയർഡ് ആവുക എന്ന് പറയുന്നത് അത് ഒരു സുഖമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് വല്ലാതെ പറയാൻ തോന്നുന്നില്ല. ടീച്ചറെ ഫാമിലിയെ നമുക്കറിയാം. ടീച്ചറിപ്പം ടീച്ചർ മരുമകളായിട്ട് വരുന്നത് എൻ്റെ ജൂനിയറാണ്, നവോദയയിൽ എൻ്റെ ജൂനിയറാണ്. മരുമകളുടെ അനിയത്തിയും എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. എല്ലാവരും നവോദയ പ്രൊഡക്ട്സാണ്. അപ്പം അവരെ അറിയാം, സാറിനെ അറിയാം, മകളെ അറിയാം, മകനെ അറിയാം, എല്ലാവരും അറിയാം. അപ്പം ആരും ഇവിടുന്ന് പോകുന്നില്ല. ടീച്ചർ ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാ പരിപാടിക്കും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവും. പിന്നെ ഇനിയിപ്പം ഞായറാഴ്ചകൾ ആണ് നമ്മളെ ശരിക്ക് ടീച്ചറായിട്ടുള്ള ഇൻറ്ററാക്ഷൻ. അതുകൊണ്ടാണ് അന്നാണ് ഞങ്ങളെ കൂടെ പഠിച്ചവരും ഞങ്ങളെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും വരിക. അതൊരു വലിയ ടീമാണ്. ഇവർക്ക് അന്ന് സ്റ്റുഡൻസിന് അന്ന് ഉണ്ടോ? ഓക്കെ, നമുക്ക് പ്രജയ സാറ് റിട്ടയർമെൻറ്റിന് വരക്കൂടാ, നിങ്ങൾക്കതേ ഇപ്പോൾ തൽക്കാലം പറ്റൂ. അപ്പോൾ അന്ന് കൂടുതൽ കാര്യങ്ങൾ പറയാം. പിന്നെ ഈ ടീച്ചേഴ്സിൻ്റെ എസ്പെഷ്യലി ഇപ്പം GK സാറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ GK സാറെ റിട്ടയർമെൻറ്റ് 2013 ആയിരുന്നു അത് നടത്തിയത്. 2012 ആണ് നടത്തിയത്. സാർ റിട്ടയർഡ് ആയത് 2013. അപ്പോൾ അന്ന് ഇതേ സ്റ്റേജിൽ സാറുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആയുഷ് ടീച്ചർ ഇവിടെ ഉണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു GK സാറും പറഞ്ഞത് അതാണ്, ആ വാക്കാണ്. ഇവിടെ ഞാൻ പോയാലും ഇവിടെ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, എൻ്റെ അതേ രീതിയിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ടെന്ന്. അത് കറക്റ്റായിട്ട് ആയുഷ് ടീച്ചർ കൊണ്ടു നടന്നിട്ടുണ്ട്. എല്ലാ ഫംഗ്ഷനും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഫംഗ്ഷൻസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വേറെ തന്നെ ആയിരിക്കും. ഇപ്പോൾ സിന്ന സാർ ഇവിടെ പറഞ്ഞതുപോലെ അതിനൊരു സ്പെഷ്യൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് നിങ്ങൾ കുട്ടികളുടെ കൂടെ ഇപ്പം മിനിയാന്ന് ഇതിൻ്റെ അവലോകന മീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഗ്രൂപ്പിൽ നാഫി സാർ പറഞ്ഞിരുന്നു, ഇന്നലെ നിങ്ങൾ ബസ് സമരമായിട്ടും ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ കാര്യങ്ങൾക്ക് വന്നു, എല്ലാം ചെയ്തു. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു കെയറും അവർ മുന്നോട്ട് വയ്ക്കുന്ന രീതിയുമാണ് നിങ്ങളെല്ലാവരും ഇത് ചെയ്യാൻ പ്രാപ്തരാക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാരണം കൊണ്ടുമല്ല നിങ്ങൾ വന്നിട്ട് ഇതോരോന്ന് ചെയ്യുന്നത്. ഞങ്ങളും ഈ പറയുന്ന അലുമിനി ഇത്ര സ്ട്രോങ് ആവാനും കാരണം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തരുന്ന, അല്ലെങ്കിൽ ഈ ടീച്ചേഴ്സ് നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവും ഒരു സന്തോഷവും നമ്മളെ
ഉൾക്കൊള്ളാൻ. ഇപ്പം നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം അവർ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളെല്ലാവരും പേര് അവർക്ക് അറിയുന്നുണ്ടാവും. നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് വിളിച്ച് കാര്യം പറയാൻ അവർക്ക് സാധിക്കും. അപ്പം എല്ലാ ടീച്ചർക്ക് ഈ പഠിപ്പിക്കുന്നതുകൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു പ്രോസസ്സാണ്, റിട്ടയർമെൻ്റ് അല്ല. അപ്പം ബാക്കി കാര്യങ്ങൾക്കൊക്കെ ടീച്ചർ ഉണ്ടാവും. ടീച്ചർ നമ്മളെ ഒരുപാട് പേരെ ഗൈഡാണ്. പിന്നെ ഞങ്ങൾ ഓരോരുത്തരും പല പ്രോഗ്രാമിനും ഇവിടെ ഉണ്ടായിരിക്കും, റിസർച്ചിൻ്റെ കാര്യത്തിനും എല്ലാറ്റിനും. പിന്നെ എനിക്ക് തോന്നുന്നു ടീച്ചർ ഇനി റിട്ടയർഡ് ആയാലും ഏതെങ്കിലും കോളേജിലൊക്കെ എന്തായാലും ടീച്ചർക്ക് പഠിപ്പിക്കാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ടീച്ചർ എന്തായാലും എവിടെയെങ്കിലൊക്കെ ആയിട്ട് പഠിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചർ ഇപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ടീച്ചർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ടീച്ചർ എന്തായാലും പഠിപ്പിക്കാൻ, പറഞ്ഞു കൊടുക്കാൻ നിർബന്ധമായിട്ടും ടീച്ചർ ഉണ്ടാവും. അപ്പോൾ ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും, നല്ലൊരു റിട്ടയർമെൻറ്റ് ലൈഫ് ആശംസിക്കുന്നു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എല്ലാവർക്കും താങ്ക് യു ഓൾ ഓഫ് യു. ഞാനിവിടെ 99-2002 ഡിഗ്രി ബാച്ചാണ്. പിന്നെ 2004 പി ജി പാസ് ഔട്ട്. ഇവിടെ ഇപ്പോൾ GK സാറിൻ്റെയും ഐഷ് ടീച്ചറുടെയും പ്രഭാകർ സാറിൻ്റെയും ബ്രിജേഷ് സാറിൻ്റെ ഒക്കെ സ്റ്റുഡൻ്റായിട്ട് ഇരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. അവരുടെ കൂടെ ടൂർ പോകാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അക്കാദമിക് ലൈഫിൽ നമ്മളുടെ അച്ഛനും അമ്മയാണ് ഞങ്ങളുടെയൊക്കെ ഐഷ് ടീച്ചറും GK സാറും. ഒരുപക്ഷെ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടൊരു റിസർച്ചിന് ഇവിടെ ജോയിൻ ചെയ്തുകൊണ്ട് ഇത്ര ലൈവായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ടീച്ചർ റിട്ടയർ ആവുന്നതിന് മുന്നേ PhD വെക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ടീച്ചർക്ക് എന്തായാലും ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക പെൻഷൻ റിട്ടയർഡ് ലൈഫ് ആശംസിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് അമൽ. ഞാൻ 15-18 ഇവിടെ ഡിഗ്രി കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് മദ്രാസിൽ പോയി PG. അപ്പോൾ ലാസ്റ്റ് ഇയറാണ് അത് കംപ്ലീറ്റ് ആയത്. അത് കഴിഞ്ഞിട്ട് പണ്ടത്തെ ആ ജിയോളജിയുടെ സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ല എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ, അതായത് ജോലി ഇല്ല എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ മറ്റേ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ വിളിച്ചു, മീൻസ് ഇങ്ങനെ ജോലി ഒഴിവുണ്ട് ഇവിടെ ലാബ് അസിസ്റ്റൻ്റായി കയറിക്കോന്നു. അപ്പോൾ രണ്ടാമതൊന്നും ചിന്തിക്കാതെ വരാൻ ഉള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും വലിയൊരു ഗുണം. അതായത് ഞാൻ പഠിക്കുന്ന കാലത്ത് അങ്ങനെ സ്റ്റുഡിയോസോ അല്ലെങ്കിൽ റാങ്ക് മേടിച്ച് പോയ ആളല്ല. ഞങ്ങളുടെ ആ ബാച്ചിൽ അത്യാവശ്യം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ടൊക്കെ നല്ല പ്രശ്നം ഉണ്ടായ കാലമായിരുന്നു. പക്ഷേ അന്നെങ്കിൽ പോലും നമുക്ക് തിരിച്ചു വരാൻ നാവി സാറ് വിളിച്ചപ്പോൾ സാറ് ഞാനുണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ടീച്ചർ വിളിക്കുമ്പോഴൊക്കെ ആ ഒരു കെയർ നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പിന്നെ അതുപോലെ ടീച്ചറായിട്ടുള്ള ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ തേർഡ് ഇയർ ട്രിപ്പിൻ്റെ സമയത്താണ് ഇവിടെ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം റീസെൻ്റ് ആയിട്ടുള്ള നടക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് ആ തേർഡ് ഇയർ ട്രിപ്പിൻ്റെ ആ സമയത്ത് ഇടയിൽ ഇനി ട്രിപ്പൊക്കെ നിർത്തി പോരൂ എന്നുള്ളൊരു സിറ്റുവേഷനിൽ മറ്റ് പല അതോറിറ്റിയിൽ നിന്നും വന്നപ്പോൾ നമ്മുടെ HODയും ടീച്ചേഴ്സ് ഓൾറെഡി ഓക്കെയാണ്, HOD അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നുള്ളൊരു മാസ് കാണിച്ചു. അതൊക്കെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തതാണ്. അതുപോലെ ഗേൾസിന് ജിയോളജി പറ്റില്ല എന്നുള്ളൊരു കാര്യമൊക്കെ ഞങ്ങളുടെ അഡ്മിഷൻ ടൈമിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറി, ഒരുപാട് പെൺകുട്ടികൾ വരുന്നുണ്ട്. ഞങ്ങളുടെ ബാച്ചിൽ ഒരുപാട് പെൺകുട്ടികളുണ്ടായിരുന്നു. പക്ഷേ അന്നാ വരുന്ന പെൺകുട്ടികൾക്കൊക്കെ ആംബീഷ്യസ് ആയിട്ടുള്ള പലർക്കും മിസ്സായിരുന്നു റോൾ മോഡൽ. കാരണം ഞങ്ങളുടെ HOD ഒരു ലേഡിയാണ്, പിന്നെ വൈ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചീത്ത പറയുന്ന കാര്യത്തിലൊക്കെ മിസ് അത്യാവശ്യം ചീത്ത പറയുന്നുണ്ട്. റെക്കോർഡിൻ്റെ കാര്യത്തിലൊക്കെ പാലിയന്റോളജി എന്നുള്ളത് വരയ്ക്കുക എന്നുള്ളത് സ്കെയിലെടുത്ത് വരച്ചാൽ പോലും വളഞ്ഞ രീതിയിലാണ് എൻ്റെ വര വരിക. അപ്പോൾ വേറെ ആരെ കൊണ്ടോ ഒപ്പിച്ച് വരയ്ക്കും, അത് മിസ് പിടിക്കും, നല്ലോണം കേൾക്കും, അങ്ങനെയുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഹാപ്പി ആയിരുന്നു. ഇവിടെ ഇറങ്ങി പോകുമ്പോഴും ഇറങ്ങി മിസ്സിന് എല്ലാവരെയും പേരറിയാം. ഇപ്പം ശരത്തേട്ടൻ പറഞ്ഞ പോലെ നമ്മളുടെ പേരറിയാം, നമ്മുടെ സിറ്റുവേഷൻ അറിയാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവരുടെ ഉള്ളിൽ റെക്കോർഡിക്കലായിട്ട് ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പുണ്ട്.
അതുകൊണ്ട് നമുക്ക് എപ്പോഴാണെങ്കിൽ ധൈര്യമായി കയറി വരാം. ഇപ്പം ഞാൻ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ലീവ് പറഞ്ഞ് വരുന്നതൊക്കെയും ഇവിടെ നമുക്കൊരു സ്പേസ് ഉണ്ട് ഏത് കാലത്തും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ്. അങ്ങനെ ദെൻ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. മിസ്സിനൊരു പീസ്ഫുൾ ആൻഡ് ഹാപ്പി റിട്ടയർ ലൈഫ് ആശംസിക്കുന്നു. ഗേൾസിനോട് കുറച്ച് കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഇപ്പോഴത്തെ അന്നത്തെ സിറ്റുവേഷൻ മാറിയിട്ട് ഇന്ന് മെജോറിറ്റി ഗേൾസ് ആയി കഴിഞ്ഞു ജിയോളജിയിൽ. ഇവിടുന്ന് പോയവരിൽ GSIയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 3 ലേഡീസ് ഒരുമിച്ച് വന്നിട്ട് ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോഡക്ട്സ്. അപ്പോൾ ഞാനെപ്പോഴും പറയാറുള്ള കാര്യം, നിങ്ങൾ ഗേൾസാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ മാറ്റി വെക്കരുത്. അതാർക്കും മാറ്റിവെക്കാൻ സമ്മതിക്കുകയും ചെയ്യരുത്. അത് ബോയ്സിനോടൊപ്പം തന്നെ നിന്ന് നിങ്ങൾ എന്തായി തീരാനാണോ ആഗ്രഹിക്കുന്നത് അതായതിന് ശേഷം മാത്രമേ നിങ്ങൾ ബാക്കി കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ നിർബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് പോകാവൂ. അപ്പം നിങ്ങൾ പലപ്പോഴും എനിക്ക് എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഒരുപാട് കുട്ടികളുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയ അനുഭവങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ ഫൈനൽ ഇയർ ബാച്ചിൽ പോലും 1-2 കുട്ടികൾ, നന്നായി പഠിക്കുന്ന കുട്ടികൾ, അവർ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു. പിന്നെ അവർക്ക് 5th 6th സെമസ്റ്റർ വരാനേ പറ്റിയിട്ടില്ല. ഒന്നുകിൽ അവർ പ്രഗ്നൻ്റ് ആവും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഈ 2 കാര്യങ്ങൾ 2 റോളും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു ഡിഗ്രി സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയിൽ ഒരു വൈഫ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വില്ലുണ്ടെങ്കിൽ നിങ്ങൾ പിടിച്ചു നിൽക്കണം. ഞാൻ എന്താവണമെന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കണം. ഞാൻ ഇന്നതായിട്ടേ എനിക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ 2 റോളും ഒരേപോലെ ചെയ്യാൻ പറ്റുന്നവർക്കാവാം കേട്ടോ. അല്ലാതെ ഇപ്പോൾ എല്ലാവരോടും ഞാൻ നിർബന്ധമായിട്ട് പറയുകയല്ല. അപ്പം നിങ്ങൾ അതുകൊണ്ട് മാത്രം നിങ്ങൾ ഒരു മാരീഡ് ലൈഫ് കിട്ടിയതിന് ശേഷം നിങ്ങളുടെ പല സ്വപ്നങ്ങളും പോയി വളരെയധികം മുൻനിരയിൽ നിന്നിരുന്ന സ്റ്റുഡൻസ് പലരും പിന്നോട്ട് പോവുകയും പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് സങ്കടത്തോടു കൂടി പറയാറുണ്ട്, ഞാൻ എത്ര ആഗ്രഹിച്ചതായിരുന്നു ടീച്ചറെ, എനിക്ക് പറ്റിയില്ല, ഇപ്പം എനിക്കൊന്നും അല്ലല്ലോ എന്ന് ഓർക്കുകയാണ്. എനിക്ക് എൻ്റെ കുട്ടികൾ വലുതായി, അവർ സ്കൂളിൽ പോയി തുടങ്ങി, അവർക്ക് അവരുടേതായ ഇടങ്ങളായി, ഇപ്പം ഞാൻ മാത്രം ഒന്നും അല്ലാതായി. ആ സങ്കടം എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇനി ഒരു അവസരം എനിക്ക് നിങ്ങളുമായിട്ട് ഇതുപോലെ സംവദിക്കാൻ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഗേൾസിനോട് പ്രത്യേകമായിട്ട് പറയുന്നത്, നിങ്ങളുടെ സ്വപ്നങ്ങളെ, എത്ര ഉയരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുക, അത് നേടുക തന്നെ ചെയ്യുക കേട്ടോ. I would like to invite anyone from degree or PG to share your experiences with Aisha teacher. ബഹുമാനപ്പെട്ട ഐഷ ടീച്ചർ, GK സാർ, ബ്രിജേഷ് സാർ, മറ്റ് പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ 2018-20 ബാച്ചിൽ നമ്മുടെ കോളേജിൽ നിന്ന് MSc പാസ്ഔട്ടായ ആളാണ്. പേര് നന്ദു എന്നാണ്, കൊല്ലമാണ് സ്വദേശം. ഞാനിപ്പോൾ പെരിന്തൽമണ്ണ ജെംസ് കോളേജിൽ വർക്ക് ചെയ്യുകയാണ്. കൊല്ലമാണ് സ്വദേശം എന്ന് പറയാൻ കാരണം, MScക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ മലപ്പുറത്തേക്ക്, ഇത്ര ദൂരത്തേക്ക് അഡ്മിഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു
ചിന്ത വീട്ടിലെല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ഞാൻ BSc വരെ വീട്ടിൽ നിന്ന് പഠിച്ച ഒരാളായതുകൊണ്ട്. അപ്പോൾ BScയിൽ എൻ്റെ വർക്കല SM കോളേജിൽ HOD ആയിരുന്ന നീന ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നന്ദു എങ്ങനെയാണോ എന്നെ കാണുന്നത് അതുപോലെ നന്ദുവിന് എല്ലാവിധ സഹായവും ചെയ്യാൻ പറ്റിയ ഒരു ടീച്ചർ അവിടെ ഉണ്ട്, ആയിഷ ടീച്ചർ. ടീച്ചറിനെ വിളിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും ടീച്ചർ ചെയ്തു തരുമെന്നുള്ളത്. ആ ഒരു കാര്യം 100% സത്യമായിരുന്നു എന്നുള്ളത് ഇവിടെ വന്ന 2-2.5 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. ഒരു മികച്ച അധ്യാപിക, ഒരു നല്ല കോർഡിനേറ്റർ, എല്ലാവിധ സഹായം, എന്ത് കാര്യത്തിനും എല്ലാവിധ സഹായവും. നിങ്ങൾക്ക് ഇതിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്കെങ്കിലും ഒരുപക്ഷെ എന്നെ അറിയുന്നുണ്ടാവും. നമ്മളിവിടെ ജിയോ ഫെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ടീച്ചറിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭാഗത്ത് നിന്ന് നമുക്ക് രാത്രി 2 മണിക്കോ 3 മണിക്കോ വരെ ഈ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും യൂസ് ചെയ്യാൻ നമ്മളെ 100% നമ്മളെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് തുറന്നു തരാനുള്ള സ്നേഹവും ആ ഒരു സന്നദ്ധത ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിച്ച കോളേജ്, മറ്റ് കോളേജും വർക്ക് ചെയ്ത കോളേജും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു അനുഭൂതി പകർന്നു നൽകുന്നതിൽ ഈ MES കോളേജിലെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ ഐഷ ടീച്ചറിൻ്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പല കാര്യങ്ങളിലും അക്കാഡമിക് തലത്തിലായാലും പലതരത്തിലും മുന്നോട്ട് പോകുന്നതിന് ഐഷ ടീച്ചറിൻ്റെ സഹായം എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മിസ്സിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുകയാണ്. പക്ഷേ ഇതൊരു താൽക്കാലികമായിട്ടുള്ള വിടവാങ്ങൽ മാത്രമാണ്. മിസ്സിന് ഇനിയും പല കാര്യങ്ങളും ജിയോളജി മേഖലയ്ക്ക് വേണ്ടിയും നമ്മുടെ അക്കാഡമിക് സമൂഹത്തിന് വേണ്ടിയും ഒക്കെ ചെയ്യാനുണ്ട്. അത്തരത്തിൽ കർമ്മനിരതമായിട്ടുള്ള ഒരു റിട്ടയർമെന്റ് കാലം മിസ്സിന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി. നമ്മൾ ഏറെ കാത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഒരു ഇൻട്രാക്ഷനാണ്. നിങ്ങളുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിപാടി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്. സമയം ഇന്ന് വെള്ളിയാഴ്ചയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ആർക്കെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകളിൽ നിന്ന് 1-2 പേര് പെട്ടെന്ന് വന്ന് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പരിപാടി വൈൻഡപ്പ് ചെയ്ത് നമുക്ക് അടുത്ത സെഷനിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പേരെടുത്ത് വിളിക്കാൻ കാത്തു നിൽക്കാതെ ബാച്ചുകളെ റെപ്രസെൻ്റ് ചെയ്തിട്ട് പെട്ടെന്ന് വന്ന് അവസാനിപ്പിക്കാം നമുക്ക് ഈ സെഷൻ. ഓക്കെ. പറഞ്ഞ പോലെ ഹലോ, ഓക്കെ അല്ലേ? ഒരിക്കൽ കൂടി വിളിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ടീച്ചറോട് എന്തെങ്കിലും ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വരിക. BSc ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫസ്റ്റ് PG ഇത്രയും ആളുകളിവിടെ ഉണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ വന്ന് ഷെയർ ചെയ്ത ആളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാം. അതും കൂടി ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗിക്കാം.
ആരും വരാത്ത സ്ഥിതിക്ക് ഈ ഒരു സെഷന്റെ ഓക്കെ നൗറ ഗുഡ് ആഫ്റ്റർനൂൺ ടു എവറി വൺ. അപ്പോൾ എനിക്ക് അധികമൊന്നും പറയാനില്ല, പക്ഷെ മിസ്സിൻ്റെ നമുക്ക് ക്ലാസ്സസ് എനിക്ക് അധികം കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ആദ്യം എടുത്തത് ഓൺലൈനായിട്ടായിരുന്നു. അപ്പം തന്നെ മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ടീച്ചേഴ്സ് ആയാലും നമ്മളൊരു കുടുംബമാണ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിൽ നമുക്ക് കൺവേ ചെയ്യുക, അത് നമുക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ചീത്തൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ നല്ലതിനാണല്ലോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഇവിടുന്ന് പോയിട്ടുള്ള സ്റ്റുഡൻസ് പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് കുറച്ചും കൂടി മിസ്സിൻ്റെ കൂടെ ഞങ്ങൾക്ക് മിസ് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇപ്പോൾ. താങ്ക് യു മാം. താങ്ക്സ് അലോട്ട്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഇന്നിവിടെ സംസാരിച്ചതിൽ ഇപ്പോൾ നമുക്കാവും ഏറ്റവും ഇപ്പം ഞങ്ങളുടെ ബാച്ച് അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്ന ബാച്ചിനാവും മിസ്സിനെ കുറിച്ച് ഏറ്റവും കുറഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ മിസ്സിൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ടുണ്ടാവുക. അതിലിപ്പോൾ 2-3 ഒക്കേഷൻസ് മിസ്സിൻ്റെ ഒപ്പം ചിലവിട്ട 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഫസ്റ്റ് ഇയർ വന്നപ്പോൾ അവഞ്ചറിൻ്റെ സമയത്ത് നമ്മുടെ മ്യൂസിയത്തിൽ വെള്ളം കയറിയിരുന്നു. ആ വെള്ളം കയറിയ സമയത്ത് ആദ്യം ബക്കറ്റ് എടുത്തിട്ട് വെള്ളം തേവിയിരുന്നത് മിസ്സാണ്. നമ്മളൊക്കെ മിസ്സ് HOD ആയിട്ട് വേറെ ചെയറിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ആദ്യം അന്ന് ഞാൻ കണ്ടതാണ്, ആദ്യം മിസ്സിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ മേടിക്കുകയാണ് ചെയ്തത്. മിസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, എപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നാലും സംഭവം ചീത്തയൊക്കെ പറയും. എത്ര ചീത്ത പറഞ്ഞാലും അവസാനം മിസ്സിൻ്റെ ഒരു ചിരിയുണ്ട്. ആ ചിരി മതി നമുക്ക് ആ ചീത്ത കേട്ട ചീത്തയൊക്കെ പോവാൻ. പിന്നെ ഞങ്ങൾക്ക് തേർഡ് ഇയേഴ്സിന് ഫീൽഡിനൊന്നും മിസ്സിന് വരാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾക്കാണെങ്കിൽ സന്തോഷ് സാറേ സാറും മാത്രമേ വേണ്ട രീതിയിൽ അറിയാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ സ്റ്റാഫിനെയും അല്ലെങ്കിൽ ഫാക്കൽറ്റീസിനെയും കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റേ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് രാത്രി. ഞാൻ ഫസ്റ്റ് ഇയർ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് കൂടുതലും മാമിൻ്റെ കുറിച്ച് നല്ല അഭിപ്രായമൊക്കെ പറയാനുള്ളൂ. ഞാൻ ഇവിടെ ചേർന്നപ്പോൾ തന്നെ മാമിൻ്റെ പേരാണ് ഫസ്റ്റ് ബൈ ഹാർട്ടായത്. മാമിൻ്റെ ചീത്ത കുറവാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. മാമിനൊക്കെ ചീത്ത കേൾക്കാറുണ്ടെന്നും എൻ്റെ സീനിയറൊക്കെ പറയാറുണ്ട്. മാം നല്ല സ്ട്രിക്റ്റാണ്, ചീത്താണ്, ചീത്തൊക്കെ പറയും. ചീത്ത പറയും. നിങ്ങൾക്കൊക്കെ ഭാഗ്യമാണ്, കുറവാണ്, മാം ഒക്കെ ലീനിയൻ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. സെമിനാറൊക്കെ കിട്ടിയിട്ടില്ലല്ലേ, നമുക്ക് സെമിനാറൊന്നും എടുക്കാനുള്ളൊരിത് കിട്ടിയിട്ടില്ല. ബട്ട് എനിക്ക് ചോദ്യം ചോദിക്കാൻ, മാം ഹൗ വുഡ് യു സ്പെൻഡ് യുവർ റിട്ടയർമെന്റ് ഡേ? ലൈക്ക് ഹൗ വുഡ് യു സ്പെൻഡ് ഇറ്റ്? എക്സ്പ്ലോറിംഗ് ന്യൂ തിങ്സ്. താങ്ക് യു. ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ GK സാർ, ഐഷ ടീച്ചർ, ബ്രിജേഷ് സാർ, മറ്റു അധ്യാപകരെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, നമുക്കറിയാം ഈ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് അല്ലേ.
നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആയിഷ ടീച്ചറുടെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ 2 ദിവസ സെമിനാറും അതുപോലെ തന്നെ 3-ാമത്തെ ദിവസം ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ പല ആളുകളും പല അനുഭവങ്ങളും ഇവിടെ വന്ന് ഷെയർ ചെയ്യുകയുണ്ടായി. ധാരാളം അനുഭവങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇവിടെ പഠിക്കുന്ന അപ്പം മുതൽ. അതിലേക്കൊന്നും ഞാൻ മുതിരുന്നില്ല, കാരണം സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. നമുക്കറിയാം ഇന്ന് വെള്ളിയാഴ്ചയാണ്. നമുക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ടെക്നിക്കൽ സെഷൻസ് തുടങ്ങേണ്ടതുണ്ട്. ആയിഷ ടീച്ചറുടെ റിട്ടയർമെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആയിഷ ടീച്ചർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരാൾ ചിലപ്പോൾ ഞാനായിരിക്കും. അതിൻ്റെ ലക്ഷണങ്ങളുടെ തുടക്കമാണ് ഈ ഒരു നന്ദി പ്രകടനം. കാരണം നമ്മുടെ കൂടെയുള്ള അധ്യാപകരൊക്കെ തന്നെ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ വളരെ ശ്രദ്ധ ചെലുത്തുകയും ഏറ്റവും മികച്ച രീതിയിൽ അത് സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും എന്നാൽ അത് പിന്നിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കാണുകയും ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ കയറി വന്ന് അല്ലേ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടുതൽ സംസാരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കാത്തതുകൊണ്ട് മിക്കവാറും ഇനി അടിക്കടി ഞാൻ ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഇരയാവേണ്ടി വരുന്നുള്ളത് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ. അല്ലെങ്കിൽ ടീച്ചറുടെ ഒരു മികവുറ്റ സ്വാഗത പ്രസംഗത്തിലാണ് നമ്മുടെ എല്ലാ പരിപാടികളും തുടങ്ങാറുള്ളത്. അതിനുശേഷം ഏറ്റവും ഹൃദയം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് നന്ദി പറഞ്ഞ് ബ്രിജേഷ് സാറാണ് ആ പരിപാടികൾ സാധാരണ അവസാനിപ്പിക്കാറുള്ളത്. ഇനി അതിൻ്റെ സ്ട്രക്ചർ മാറിപ്പോകുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഇത്. പിന്നെ ആയിഷ ടീച്ചറുടെ കാര്യം ബ്രിജേഷ് സാർ പറയുന്നത്, അല്ലെങ്കിൽ ടീച്ചറിവിടെ സൂചിപ്പിച്ചു, ശ്രീജിത്ത് സാറും ബ്രിജേഷ് സാറും പറഞ്ഞു ആയിഷ ടീച്ചർ ഇപ്പോൾ വളരെ കൂളാണ് കുട്ടികളോട്, പണ്ടങ്ങനെ ആയിരുന്നില്ല. ആ രണ്ടുപേരുടെയും വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടി അത് ഒന്ന് സ്ട്രെസ് ചെയ്ത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇങ്ങനെ ആയിരുന്നില്ല ആയിഷ ടീച്ചർ എന്നുള്ളതാണ് വാസ്തവം. കുറച്ചും കൂടി ഏറെ കണിശതയുള്ള ഒരു മികച്ച അധ്യാപിക ആണ്. കാരണം ടീച്ചർ കണിശത കാണിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യം. പക്ഷേ എക്കാലത്തും ടീച്ചർക്ക് മികവുറ്റ രീതിയിൽ കുട്ടികളോട് ഉള്ള ഉത്തരവാദിത്തം നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ വിചാരിച്ചൊരു വാചകമാണ്, പക്ഷേ ജിംനേഷ്യ നിങ്ങളോടത് സൂചിപ്പിക്കേണ്ടായി. ആയിഷ ടീച്ചർ ഇവിടെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത കാലം 83-86, ഡിഗ്രി കഴിഞ്ഞ് പോകുന്ന സമയത്താണ് ഞാൻ ജനിക്കുന്നത്. 86-ലാണ് ഞാൻ ജനിക്കുന്നത്. നിങ്ങൾ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പെട്ടെന്ന്. ഓക്കെ, 86-ലാണ് ഞാൻ ജനിക്കുന്നത്. എനിക്കറിയാം. അപ്പം ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദക്ഷിണേന്ത്യയിൽ തന്നെ മികച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റാക്കി മാറ്റിയതിൽ അതിൻ്റെ മുഖ്യ പങ്കും ഇരിക്കുന്ന അധ്യാപകർക്കാണ്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കത് ഇപ്പോൾ അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറും ആയിഷ ടീച്ചറും പ്രഭാകരൻ സാറും അടങ്ങുന്ന മികച്ച അധ്യാപകരുണ്ടായിരുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ട് ഇവിടെ വരുന്ന ആളുകളൊക്കെ നല്ല അഭിപ്രായം പറയുന്നത്. അതിനൊക്കെ സപ്പോർട്ടായിട്ട് മുൻകാലങ്ങളിൽ ഗസ്റ്റ് അയക്കുന്ന സമയത്തും ബ്രിജേഷ് സാറും ശ്രീജിത്ത് സാറും അതുപോലുള്ള ഈ ടീച്ചേഴ്സിൻ്റെ വിദ്യാർത്ഥികളും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് മികച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റായി ഇതിനെ മാറ്റുന്നതിൽ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ കോളേജിലെ അധ്യാപകരൊക്കെ തന്നെ പുതിയ അധ്യാപകരാണ്. അപ്പോൾ ഞങ്ങളൊക്കെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞാനൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വിഷമമായിട്ടുള്ളൊരു കാര്യം, പലപ്പോഴും അധ്യാപകരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ അവിടെ നിന്നൊക്കെ കേൾക്കാൻ ഇടയാകും. അത് നമ്മളെ വളരെയധികം മാനസികമായി, കാരണം അത്തരത്തിലുള്ളൊരു ഉത്തരവാദിത്തത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. പിന്നെ ചിലപ്പോൾ ചിലരുടെ സ്റ്റാറ്റസൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അധ്യാപകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാക്കളെ പോലെയാണ്, അല്ലെങ്കിൽ രക്ഷിതാക്കളാണ്. സ്വന്തം മുന്നിലിരിക്കുന്ന കുട്ടികളെ സ്വന്തം കുട്ടികളെ പോലെ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്തൊക്കെയുള്ള സ്റ്റാറ്റസുകളൊക്കെ നമ്മൾ നിരന്തരമായിട്ട് കാണാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പുതിയ ജനറേഷൻ അധ്യാപകർക്ക് കുട്ടികളെ അങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ടാണോ, കുട്ടികൾ അങ്ങനെ നിന്നു കൊടുക്കാത്തതുകൊണ്ടാണോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്, പുതിയ അധ്യാപകർ തീർച്ചയായിട്ടും. അപ്പോൾ ഒരു പാരൻ്റൽ റെസ്പോൺസിബിലിറ്റി നിർവഹിക്കുന്നതിൽ എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റാറുണ്ടെന്ന് ഞങ്ങൾക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ജിംനിഷ പറഞ്ഞതുപോലെ 100 കണക്കിന് വിദ്യാർത്ഥിനികൾ ടീച്ചറെ സ്വന്തം അമ്മയായിട്ട് കാണുന്നത്.
അതാണ് ആയിഷ ടീച്ചർ എന്താണെന്ന് അല്ലെ, ആയിഷ ടീച്ചറുടെ വിജയം എന്താണെന്ന് നമുക്ക് ഈ ഒരു വാക്കുകളിലൂടെ, ഇത് ജിമ്മിഷ ആദ്യമായിട്ട് പറയുന്നത് ഞാൻ കേൾക്കില്ല, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരാൾ പ്രകടിപ്പിക്കുന്നത് കാണുന്നില്ല. ഇതിനു മുന്നേ പല ബാച്ചുകളിലും നമ്മളിവിടെ കുറേ കാലങ്ങളായിട്ടുണ്ടല്ലോ, പല ബാച്ചുകളിലും ഉള്ള വിദ്യാർത്ഥികൾ ആ ഒരു സ്ഥാനം ടീച്ചർക്ക് അങ്ങോട്ട് ചാർത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് പ്രകടിപ്പിക്കാൻ പോലും സാധിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അതെന്ത് പ്രശ്നം, എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് അറിയാൻ പറ്റാതെ ആകെ കൺഫ്യൂഷൻ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം മികച്ച ഒരു പെർഫെക്റ്റ് ടീച്ചർ എന്ന ബഹുമതിയോട് കൂടിയിട്ടാണ് ആയിഷ ടീച്ചർ ഇവിടുന്ന് പടിയിറങ്ങുന്നത്. ടീച്ചർക്ക് എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും നേരുന്ന ഈ അവസരത്തിൽ വാക്കുകൾ കൊണ്ട് ഒരുപക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു സ്നേഹം ആണ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വിദ്യാർത്ഥികൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ടീച്ചറോട്. അത് തീർച്ചയായിട്ടും നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇവിടെ ഞായറാഴ്ച വരുന്നുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾക്കത് അനുഭവിക്കാവുന്നതാണ്. ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല. ഈ ഒരു പരിപാടി നമുക്കറിയാം, ഏറെ ആശങ്കയിൽ നമ്മൾ നിൽക്കുന്ന സമയത്തിലാണ് ഈ ഒരു 2 ദിന നാഷണൽ സെമിനാറും അതിനോടനുബന്ധിച്ചൊരു യാത്രയപ്പ് അല്ലെങ്കിൽ ഒരു ഫെയർവെൽ മീറ്റിംഗ് എന്നുള്ള പ്ലാനിങ്ങിലേക്ക് നമ്മൾ വന്നത്. ഇതിന് മുന്നിട്ടിറങ്ങിയിട്ട് ഇതിനൊരു തുടക്കം കുറിക്കാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത് വന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങൾ കണ്ട മജീദ് ക, അബ്ദുറഹ്മാൻ ക പോലുള്ള ആദ്യത്തെ ബാച്ചിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾ പലരും ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം അനുഭവിച്ച്, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഒരു അനുഭവമായി മാറിയിട്ടില്ല എന്നുള്ള കാര്യം അറിയാം. കാരണം കോവിഡിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പരസ്പരം കാണാൻ പോലും അല്ലേ നല്ല രീതിയിലുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. കാരണം പലപ്പോഴും ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ കാണാറുള്ളത്. പിന്നെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് വളരെ കുറഞ്ഞ ക്ലാസ്സുകളെ ഇപ്പോൾ ഉള്ളൂ. ഫൈനൽ ഇയേഴ്സിന് കുറച്ചും കൂടി ഒരുപക്ഷെ അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവരും ഭൂരിഭാഗം ഓൺലൈൻ ക്ലാസ്സുകളിലായിരുന്നു കഴിഞ്ഞു പോയത്. കൂടുതലായിട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിലും ഇപ്പോൾ ഈ ഒരു ബസ് സമരത്തിൻ്റെ ഇടയിലും അല്ലെ മികവുറ്റ രീതിയിൽ ഈ ഒരു പ്രോഗ്രാം നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ജിയോളജി ആയതുകൊണ്ടും ഇതിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ടീച്ചേഴ്സും ഒരുമിച്ച് നിന്നുകൊണ്ടും കൂടി മാത്രമാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇവിടെ വന്നെല്ലാവരും പ്രകടിപ്പിച്ചിട്ടുണ്ട് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന രീതിയിൽ ഏറ്റവും മികവുറ്റ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതിന് തീർച്ചയായിട്ടും വളരെയധികം ചിലവുണ്ട് അതിന് അല്ലേ. അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും, മിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് സ്പോൺസേഴ്സായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ അല്ലെങ്കിൽ ബോഡികളുണ്ടാവും, ഫണ്ടിങ് ഏജൻസികളുണ്ടാവും. നമ്മളുടെ ഈ ഒരു പരിപാടി മുഴുവനായിട്ടും സ്പോൺസർ ചെയ്തിരിക്കുന്നത്, സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളാണ്. അപ്പോൾ നിങ്ങളോട് ഇതിൻ്റെ മുന്നേ അറിയിച്ചിട്ടുണ്ട്, ഏകദേശം 6 ലക്ഷം രൂപ ചെലവ് വരുന്നൊരു പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ റിസോഴ്സ് പേഴ്സൺസ് എത്തിച്ചേരുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ടെക്നിക്കൽ സെഷൻസാണ് നാളെയും. അപ്പോൾ അത്രയും മികവുറ്റ രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ, ഇതിന് തുടക്കം കുറിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ ഓരോരുത്തരും അതിൻ്റെ റോള് വളരെ നല്ല രീതിയിൽ നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ ഔപചാരികമായ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഈ ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്. എങ്കിൽ കൂടി ഈ ഒരു ചടങ്ങ് ഒഴിവാക്കാൻ പറ്റാത്തൊരു ചടങ്ങാണ്. ആദ്യമായി ഈ ഒരു സെഷൻ്റെ അധ്യക്ഷൻ നമ്മുടെ ഡോക്ടർ എ സുബൈർ സാറിന് ഞാൻ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇന്ന് പ്രിൻസിപ്പലിൻ്റെ അഭാവത്തിലും നമ്മുടെ പരിപാടി വളരെ മികവുറ്റ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സുബൈർ സാറിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. സാറിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സാറ് നമ്മളോട് സംസാരിച്ചു. ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് സാറ് നല്ല വാക്കുകൾ പറഞ്ഞു. സാറിന് ഞാൻ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നീട് നമുക്കേറെ പ്രിയങ്കരനായ പൊന്നാനിക്കാരുടെ നന്ദേട്ടൻ എന്ന് അറിയപ്പെടുന്ന ശ്രീ പി നന്ദകുമാർ നമ്മുടെ പൊന്നാനി MLA ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ തിരക്കേറിയ രാഷ്ട്രീയ സമയത്തിനിടയ്ക്ക് കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കുകയുണ്ടായി.
ഇതാദ്യമായിട്ടല്ല ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അല്ലെങ്കിൽ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അദ്ദേഹം ബന്ധം പുലർത്തുന്നത്. ടീച്ചർ ഇവിടെ സൂചിപ്പിച്ച പോലെ അല്ലെങ്കിൽ വിജയ് സാർ സൂചിപ്പിച്ച പോലെ അദ്ദേഹം MLA ആയി ചാർജ് എടുത്ത അതിന് തുടക്കത്തിൽ തന്നെ നമ്മളുമായി ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കുചേരുകയുണ്ടായി. പൊന്നാനി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളോട് ചർച്ച ചെയ്യുകയും അതിൽ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന റോളിൽ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവിധ സപ്പോർട്ടുകൾ ഓഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കടലോര മേഖലയിൽ ഉണ്ടാകുന്ന കോസ്റ്റൽ ഇറോഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മൾ വിശദമായ രീതിയിൽ അതിൻ്റെ എക്സ്പേർട്സിൻ്റെ സാന്നിധ്യത്തിൽ സംസാരിക്കുകയുണ്ടായി. അതിനുവേണ്ട കാര്യങ്ങൾ എല്ലാ സപ്പോർട്ടുകളും ചെയ്യാമെന്ന് അദ്ദേഹം നമ്മളോട് അറിയിക്കുകയുണ്ടായി. നമ്മുടെ ബഹുമാനപ്പെട്ട MLAക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. അടുത്തത് നമുക്കറിയാം, നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ നമ്മുടെ മുൻ HOD ഏറെ പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണൻ സാർ. അറിയാം, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥാപക അധ്യാപകരിൽ ഒരാളാണ്. ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് എനിക്ക് അത് പ്രകടിപ്പിക്കാൻ സാധ്യമല്ല സാറെക്കുറിച്ച്. സാറ് തുടക്കം മുതൽ അവസാനം വരെയുള്ള കുട്ടികളോട് ഒരുപോലെ പെരുമാറുന്ന, അവരെ മനസ്സിലാക്കി അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു മികവുറ്റ അധ്യാപകനാണ്. ഐശ്വര്യ ടീച്ചർ നിങ്ങൾ അറിയുന്ന പോലെ തന്നെ നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു അധ്യാപകനാണ് ഗോപാലകൃഷ്ണൻ സാറ്. നമ്മളൊരു സ്വകാര്യ അഹങ്കാരമാണ്. നമ്മളെല്ലാവരും റോൾ മോഡലായിട്ട് കാണുന്ന ഒരു അധ്യാപകനാണ്. ഞാൻ എൻ്റെ കലാലയ സമയത്തുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഒരു ഓർമ്മ വന്നു പെട്ടെന്ന് അതൊന്ന് ഷെയർ ചെയ്യാണ്. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ വെയിം ബോക്സ് ഉണ്ടാവും. നമുക്ക് വെയിം ബോക്സ് കൊണ്ടുപോകാത്തതിൻ്റെ പേരിൽ, കൊണ്ടുവരുന്ന നിർബന്ധമായിട്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൊണ്ടുപോകാത്തതിൻ്റെ പേരിൽ അന്നത് സ്റ്റോറിൽ അവൈലബിൾ ആയിരുന്നില്ല. നമ്മുടെ ക്ലാസ്സിൽ 13 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. 11 വിദ്യാർത്ഥികളെയും പുറത്താക്കി. ബോയ്സ് 11 ആളും പുറത്താക്കി. നമ്മൾ ഈ MS മുന്നിൽ ഓപ്പൺ സ്റ്റേജ് ഉണ്ടായിരുന്നു. പുറത്താക്കി നമ്മൾ ആദ്യം പോയിരുന്നത് മുൻവശത്തായിരുന്നു. നമ്മൾ മുൻവശത്ത് ആ സമയത്ത് ബേബി സാർ ചാർജ് എടുത്ത സമയമായിരുന്നു. അവിടെ ക്ലാസ്സിലുള്ള സമയത്ത് കുട്ടികളെ ഇരിക്കാൻ സമ്മതിക്കാത്തൊരവസരം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ സമയത്തുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ നമ്മളുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല നമ്മളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയതെന്നും ആർഗ്യൂ ചെയ്തിട്ട് അവിടെ നിന്നും ആദ്യം വന്നു പോയത് സൂപ്രണ്ടാണ്, നമ്മുടെ ഓഫീസിലെ സൂപ്രണ്ടൊക്കെ നമ്മളടുത്ത് പരാജയപ്പെട്ടു പോയി. ബേബി സാറ് വന്നു. അവസാനം ബേബി സാറും പരാജയപ്പെട്ടു പോയി. ബേബി സാർ പ്രിൻസിപ്പാളായിരുന്നു ആ സമയത്ത്. അവസാനം ബേബി സാറ് പറഞ്ഞിട്ട് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലെത്തി. ഞങ്ങൾ ഈ ലൈബ്രറിയുടെ മുൻഭാഗത്ത് വന്നിരുന്നു, മുന്നിൽ നിന്ന് ഒഴിവായിട്ട്. പിന്നീട് നമ്മുടെ അടുത്തേക്ക് നടന്നു വരുന്നത് GK സാറായിരുന്നു. അതോടുകൂടി നമ്മളവിടെ തീർന്നു. പിന്നെ വേറെ നിവൃത്തിയില്ല. അങ്ങനെയായിരുന്നു ആ ഒരു പ്രശ്നം അവിടെ അവസാനിച്ചത്. സാറ് വന്നു, നമ്മളെ ചീത്ത പറഞ്ഞു, പക്ഷേ പിന്നീട് നമ്മളെ ചേർത്ത് പിടിക്കുകയും ചെയ്യും ഏത് സമയത്തും. അതാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് ചെയ്തു വന്നിട്ടുള്ള രീതി. ടീച്ചേഴ്സ് എപ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും ചീത്ത പറയുന്നതിനെ കുറിച്ചിട്ടായിരിക്കും. ചീത്ത പറയുന്നതിനോടൊപ്പം ചീത്ത പറയും എന്നുള്ളത് ഒരു വാസ്തവമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ചീത്ത കേട്ടേ പറ്റും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സും കൂടി അവർ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ വിദ്യാർത്ഥികളൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ സാറിന് നന്ദി പറയുക എന്നുള്ളതൊരു സാഹസമാണ്. ഔപചാരികതയുടെ പേരിൽ ഞാനത് നിർവഹിക്കുകയാണ്. സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പിന്നീട് നമ്മളുടെ ഇന്നത്തെ മുഖ്യ ആകർഷണം, ഏറെ പ്രിയപ്പെട്ട ഏറെ നമ്മൾ അഭിമാനിക്കുന്ന ഒരു വ്യക്തി, വിദ്യാർത്ഥികളുള്ള ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇനി ഞങ്ങൾക്ക് ഏറെ ആശങ്കയുണ്ട്. നിർവഹിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തം നിത്യ ടീച്ചർക്കാണ്. കാരണം ഞാനിപ്പോൾ നിലവിൽ ഫൈനൽ ഇയേഴ്സിൻ്റെ ട്യൂട്ടറാണ്. പക്ഷേ എങ്കിൽ കൂടി എല്ലാ ആളുകളും ഒരുപക്ഷെ എല്ലാ വിദ്യാർത്ഥിനികളും വന്ന് കാണുക നിത്യ ടീച്ചറെയോ അല്ലെങ്കിൽ ഐശ്വര്യ ടീച്ചറെയാണ്. അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വിഷയം വരുമ്പോൾ ടീച്ചറുണ്ടെന്നുള്ളൊരു വളരെ വലിയ ധൈര്യം ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന പോലെയല്ല. ഇപ്പോൾ ഈ വർഷങ്ങളിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മുൻ വർഷങ്ങളിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി പോയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രതിസന്ധി ആയിരിക്കണം അത്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മളും ഒന്നും ഇടപെട്ടിട്ടില്ലെങ്കിലും അത് ഭംഗിയായി നിർവഹിച്ചു വന്നിട്ടുള്ളത് ഐശ്വര്യ ടീച്ചറാണ്. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു മിസ്സിംഗ് ആയിരിക്കും. പക്ഷേ
ടീച്ചർ നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. അപ്പോൾ GK സാർ ഉള്ള പോലെ തന്നെ ഇവിടെ ഉണ്ടാവും. ടീച്ചർ നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇനി വരുന്ന വിദ്യാർത്ഥികളോട് ഇൻട്രാക്ട് ചെയ്യും, ക്ലാസ് എടുക്കും എന്നുള്ളതൊക്കെ ശരിയാണ്. അപ്പോൾ ഈ അവസരത്തിൽ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ടീച്ചർക്ക് ഏറ്റവും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ പ്രോഗ്രാമിന് ആശംസ പറയാൻ എത്തിച്ചേർന്നത് നമ്മുടെ സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി സിന സാർ, ഡോക്ടർ സിന. ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ പരിപാടികൾക്ക് ഏറെ സന്തോഷത്തോടു കൂടി വരുന്ന ഏത് കാര്യവും ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരുമായി ചർച്ച ചെയ്യുന്ന ഒരു അധ്യാപകനാണ് സിന സാറ്. സിന സാർക്ക് ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നീട് നമ്മളോടൊപ്പം ഇവിടെ സംസാരിച്ച, നമ്മുടെ കൂടെ ഇരുന്ന, നമ്മുടെ ഒരു ഭാഗമായിട്ടുള്ള മജീദ് ക ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ച ആയതിൻ്റെ പേരിലാണ് മജീദ് ക ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ജെംസിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് മജീദ് ക. എപ്പോഴും നമ്മളോട് വന്നിട്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് സംസാരിക്കുകയും ചോദിക്കുകയും അതിന് ചൂടാക്കുകയും ചെയ്യുന്നവരിൽ ഒരാളാണ് മജീദ് ക. എപ്പോഴും വിളിച്ചന്വേഷിക്കുന്നതിൻ്റെ ഫലമായിട്ടും കൂടിയാണ് ഈ ഒരു പരിപാടി ഈ ഒരു രീതിയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ജെംസ് മെമ്പേഴ്സിന് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നീട് നമുക്കറിയാം ഇവിടെ ടെക്നിക്കൽ സപ്പോർട്ടിന് കുറേ ആളുകളുടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരെ പേരെടുത്ത് പറയാൻ എനിക്ക് കഴിയുന്നില്ല, കാരണം പേര് പരിചയപ്പെടാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. അത്തരത്തിൽ നമ്മളെ മീഡിയ പേഴ്സൺസ് ഇവിടെ ഉണ്ടായിരുന്നു. ഏവർക്കും ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ ജെംസ് സംഘടനയുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, റിസർച്ച് സ്കോളേഴ്സ് ഈ ഒരു പരിപാടിയെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കുടുംബത്തിൻ്റെ മുതിർന്ന അംഗങ്ങൾ, ജെംസ് സംഘടനയിലെ മുതിർന്ന അംഗങ്ങൾ അല്ലേ, അവർ ഈ പരിപാടി നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുകൾക്കും ഏറ്റവും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ, ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ, പ്രത്യേകിച്ച് ഈ ഒരു ബസ് സ്ട്രൈക്കിൻ്റെ സാഹചര്യത്തിൽ, പൊന്നാനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂരം, ഒരു ഉത്സവം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വേദി ഇങ്ങനെ നിറഞ്ഞ് കവിയാൻ കാരണം, ഈ ഒരു പരിപാടി ഇത്രയും സക്സസ്ഫുള്ളായിട്ട് നമുക്ക് തുടങ്ങി വെക്കാൻ കാരണമായിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മുടെ മീറ്റിങ്ങിലൊക്കെ അത് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രസൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിറവേറ്റിയ ഓരോ വിദ്യാർത്ഥികളോടും ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഉച്ചയ്ക്ക് ശേഷം കൃത്യം 2 മണിക്ക് ടെക്നിക്കൽ സെഷൻ നമ്മൾ ആരംഭിക്കും. കൃത്യമായി എല്ലാവരും തിരിച്ച് ലഞ്ചിന് ശേഷം, ലഞ്ച് നമ്മുടെ ഈ ഒരു സ്പോർട്സ് കോംപ്ലക്സിൻ്റെ മുന്നിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കൃത്യം 2 മണിക്ക് തിരിച്ചെല്ലാവരും ഇവിടെ തന്നെ എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ഒരു ചടങ്ങ് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. നന്ദി. With this, we are winding up the inaugural session. Thank you for the coordination. Francis K., Assistant Professor in Geology, Government Engineering College, Thrissur. He has obtained his PhD from University of Mysore in 1998 and MPhil in Geology from University of Madras in 1993. His achievements have been recognized by many different awards, including the Professor S.M. Ramananda Shetty Award for the Best Research Paper of the Mineralogical Society of India in 2007. He has qualified GATE in 1994. He has obtained first rank and second rank in BSc Geology and MSc Geology, respectively. He has published more than 70 papers in peer-reviewed journals. His research interests include petrology, hydrogeology, and neotectonics. He is the member of Geological Society of India and Indian Society of Technical Education. He has owned some research projects. With this introduction, I invite Dr. Anto Francis to deliver a talk on the topic Diverse Models of Southern Granitic Terrain Evolution.
Good afternoon to all. ആദ്യമായിട്ട് തന്നെ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട്, പ്രത്യേകിച്ച് നിയുക്ത HOD ബ്രിജേഷ് സാറിനോട്, ടീമിനോടും സാറിൻ്റെ കൂടെയുള്ള എല്ലാ കൊളീഗ്സിനോടും സ്റ്റുഡൻസിനോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും MES കോളേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു ഹോം ഫീലിംഗ് ആണ്. കാരണം ഇവിടെ ഐഷ ടീച്ചറുണ്ട്, അതിന് മുമ്പായിരുന്നെങ്കിൽ ഗോപാലകൃഷ്ണൻ സാറുണ്ട്, പ്രഭാകരൻ സാറുണ്ട്. ഗോപാലകൃഷ്ണൻ സാറ് എൻ്റെ എക്സാമിനറായിരുന്നു. BSc ഡിഗ്രിയിൽ പ്രാക്ടിക്കലിന് സാറാണ് എക്സാമിനറായിട്ട് വന്നത്. ഞാൻ ക്രൈസ്റ്റ് കോളേജിലായിരുന്നു. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ സ്ട്രക്ചറൽ ജിയോളജി മാപ്പ് എപ്പോഴും ഒരു പ്രശ്നമാണ്. ഇതിൻ്റെ ഈ സ്ട്രൈക്ക് എവിടെ വരയ്ക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാൻ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ സാറ് പറഞ്ഞത് എവിടെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞോടുകൂടി സംഗതി ക്ലിയറായി. പിന്നെ ചടപട കാര്യങ്ങൾ നടന്നു. പരീക്ഷ കഴിഞ്ഞു, എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സാറിൻ്റെ ഒരു ഹെൽപ്പിംഗ് ടച്ച്, അതാണ് കാര്യങ്ങളൊക്കെ മാറ്റിമറിച്ചത്. അതിനുശേഷം പിന്നെ ഞാൻ MSc കാസർഗോഡ് പോയി. പിന്നെ അത് കഴിഞ്ഞ് MPhil ചെയ്തു. പിന്നെ അന്ന് ഇതുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി നടന്ന് പിന്നെ PhDക്ക് ചേർന്നു മൈസൂർ. അങ്ങനെ മൈസൂർ PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം സാറ് വരുന്നിരിക്കുകയാണ് ഇവിടുന്ന് PhD ചെയ്യാൻ വേണ്ടിയിട്ട്. ലീവ് എടുത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെയാണ് അടുത്ത സെഷൻ ഓഫ് ഇൻട്രാക്ഷൻ സാറിനുമായിട്ട്. പിന്നെ അപ്പോഴാണ് നമ്മൾ സാർ ഇത്ര കമ്പനിയാണ്, ജോലിയാണെന്ന് മനസ്സിലായത്. മറ്റേത് എക്സാമിനർ സ്റ്റുഡൻറ്റ് ഒരു ഡിസ്റ്റൻസിലായിരുന്നല്ലോ. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയായി, പണിയാവുമോ എന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഇത്രയും നല്ല കമ്പനി വേറെ ഇല്ല. അന്ന് ഞങ്ങൾ കുറേ അധികം പേരുണ്ടായിരുന്നു. മനോഹരനുണ്ട്, വേറെ കുറച്ച് പേര് മലയാളികളുണ്ട് അന്ന്. അപ്പോൾ നമ്മളവിടെ ഭയങ്കര ജോളിയായിട്ട് അവിടെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഐഷ ടീച്ചർ അവിടെ വന്നു. എനിക്ക് തോന്നുന്നു പ്രഭാകരൻ സാറും അവിടെ വന്നു തോന്നുന്നു. പ്രഭാകരൻ സാർ അവിടെ നിന്നാണോ സാറേ? അല്ല, ഐഷ ടീച്ചർ വന്നു. അങ്ങനെ ഒരു മലയാളി ടീമുണ്ടായിരുന്നു ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ. തീർച്ചയായിട്ടും അത് നല്ലൊരു സ്വീറ്റ് മെമ്മറീസ് ഉള്ള ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ MES പൊന്നാനിയിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ബന്ധു വീട്ടിൽ പോകുന്നൊരു സുഖമായിരുന്നു. എക്സാമിനേഷന് വരികയാണെങ്കിലും അതിനുശേഷമാണെങ്കിലും ആ ഒരു ഹോസ്പിറ്റാലിറ്റിയും ഒരു വാംത്തും അടുത്ത ജനറേഷനും, ഇപ്പോഴാണ് ബ്രിജേഷ് സാറാണെങ്കിലും അരുൺ സാറാണെങ്കിലും സന്തോഷ് സാറാണെങ്കിലും ശ്രീ സാറാണെങ്കിലും പിന്നെ ടീച്ചറാണെങ്കിലും എല്ലാവരുമായിട്ട്, നാഫി ആണെങ്കിലും എല്ലാവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി ബോണ്ടിങ് ഉണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ MES എന്ന് പറയുന്നത് നമുക്കൊരു പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ടീച്ചറെ ആദ്യം കാണുന്നത് എനിക്ക് തോന്നുന്നത് ഞാൻ MScക്ക് കാര്യവട്ടത്ത് അപ്ലൈ ചെയ്തു. കാര്യവട്ടത്ത് അപ്ലൈ ചെയ്ത് ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്ലൈ ചെയ്ത എനിക്ക് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല അവിടെ. പക്ഷെ അന്ന് അവിടെ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ ടീച്ചർ അവിടെയുണ്ട്. ടീച്ചർ സെക്കൻഡ് ഇയർ അല്ല, അവിടെ സെക്കൻഡ് ഇയർ ആണ്. അപ്പോൾ അന്ന് പരിചയപ്പെട്ടതാണ്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള പരിചയമാണ് ടീച്ചറുമായിട്ട്. ടീച്ചർ എപ്പോഴും ഒരു വളരെ സപ്പോർട്ടീവായിട്ടുള്ള, വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും ടീച്ചറുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസൊക്കെ വളരെ ഒരു സിസ്റ്റർലി അഫെക്ഷനോട് കൂടിയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനായിരുന്നു. ടീച്ചറും ഹസ്ബൻഡുമായിട്ടാണെന്ന്, ഡോക്ടറുമായിട്ടാണെന്ന് അവിടെ വന്നിരുന്നത്. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനൊന്ന് മൈക്രോസ്കോപ്പിൽ നോക്കിക്കൊണ്ട് ഗാർനെറ്റ് സെപ്പറേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ സാറിന് ഗാർനെറ്റ് കാണിച്ചു കൊടുത്തു. പുള്ളിക്ക് ഭയങ്കര അത്ഭുതമായി, ഗാർനെറ്റ് ആ റെഡിഷ് കളറും ഒക്കെ ആയിട്ട്. സോ തീർച്ചയായിട്ടും ടീച്ചറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഇവണ് GK സാറിൽ നിന്ന് ആ ലെഗസി കൈമാറി കിട്ടിയത് ടീച്ചറിനാണ്. ടീച്ചർ അത് ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ലെഗസി തുടർന്ന് കൊണ്ടുപോകാനുള്ള പ്രാപ്തിയുള്ളവരാണ് ബാക്കിയുള്ള ഇവിടെ പിന്മുറക്കാരായിട്ട് ഇവിടെയുള്ള ബ്രിജേഷ് സാറും ടീമും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവിധ ആശംസകളും ഡിപ്പാർട്ട്മെൻറ്റിനും പ്രത്യേകിച്ച് ടീച്ചറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ഞാൻ ടോപ്പിക്കിലേക്ക് വരാം. പെട്രോളജി എന്ന് പറയുന്നത് ഒരു ടഫ് സബ്ജക്റ്റായിട്ടാണ് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. കാരണം ഇറ്റ്സ് എ റോക്ക്,
ഓക്കെ. പക്ഷേ ഈ റോക്കിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പെട്രോളജി പഠിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. എന്താണ് റോക്കിൻ്റെ സിഗ്നിഫിക്കൻസ്? റോക്കിന് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട് അല്ലേ? ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്തെങ്കിലും ഒന്ന് രണ്ട് സിഗ്നിഫിക്കൻസ് പറയാൻ പറ്റുമോ? ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ അടിപൊളി ഭക്ഷണം കഴിഞ്ഞത് ഇരിക്കുകയാണ്, ഉറങ്ങാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഞാൻ സെഷൻ ഉച്ചയ്ക്കാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു നല്ല സൗകര്യമായിരിക്കും, കുട്ടികൾക്ക് ഉറങ്ങാൻ ബിരിയാണി എല്ലാം കഴിച്ച് സുഖമായിട്ടിരുന്ന് ഉറങ്ങാം, ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് റോക്കിൻ്റെ സിഗ്നിഫിക്കൻസ്? എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ ബേസ് ലെവലിൽ നിന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ വലിയ ടൈറ്റിലൊക്കെ എഴുതിയിട്ടുണ്ട്. കാരണം ഇത് ടൈറ്റിലെ ഞാൻ ഫീൽഡിൽ, ഞാനും ലിയൻഡോ സാറും ഫീൽഡിൽ നിൽക്കുമ്പോഴാണ് ബ്രിജേഷ് സാറ് വിളിച്ച് എന്താ ടൈറ്റിൽ കൊടുക്കണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീജിത്ത് സാറുണ്ട് അവിടെ ഉണ്ട്, സാറിന് കൊടുത്തു, സാറെന്താ എഴുതണ്ടേ? അപ്പോൾ ഇങ്ങനെ കിടക്കട്ടെ. അങ്ങനെയാണ് ഇത് ടൈറ്റിൽ വന്നത്. ടൈറ്റിലുണ്ട്, പേടിക്കണ്ട. എനിക്കും കുറച്ച് കഴിഞ്ഞാൽ പേടി ചെയ്ത് എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലൊന്നും നോക്കുന്നില്ല. ലാപ്ടോപ്പ് ഓക്കെ ഓക്കെ. എന്താണ് റോക്കിൻ്റെ സിഗ്നിഫിക്കൻസ്? അത് വെച്ച് നമുക്കങ്ങ് തുടങ്ങാം. കാരണം അല്ലെങ്കിൽ ഒരു ഡ്രൈ സബ്ജക്റ്റ് ആയിരിക്കും ഇത്. കൺസ്ട്രക്ഷൻ അപ്ലൈഡ് സൈഡാണ്. ഓക്കെ, വെരി ഗുഡ്. വേറെ ഒരുപാട് അപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ. പിന്നെ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് മിനറൽസ്, ഓയിൽ എക്സെട്ര. ദെൻ എല്ലാം അപ്ലൈഡ് ആസ്പെക്റ്റാണ്. സോ യു ആർ എ വെരി ഗുഡ് അപ്ലൈഡ് ജിയോളജിസ്റ്റ്. ഓക്കെ. ദെൻ എനിത്തിങ് എൽസ്? ഓയിൽ മാത്രമല്ല, ഗോൾഡ്, സിൽവർ, എവറിത്തിങ് കംസ് ഫ്രം റോക്ക്, isn't it? Copper. Yes, anything else? Very good. So rock is the place where you get the record of Earth's history. എർത്തിന് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്, നമുക്കറിയാം. എർത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ലൈഫുള്ള പ്ലാനറ്റ് ഇവിടെയാണ്, ജീവൻ ഉള്ളത് ഇവിടെയാണ്, വെള്ളമുള്ളത് ഇവിടെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് എർത്ത് വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണ്? എർത്ത് ഇറ്റ്സ് എ വെരി ആക്റ്റീവ് പ്ലാനറ്റ്. Solid earth is also evolving. Just as life evolved through time, solid earth is also evolving. And where do you get the evidence for the evolution of solid earth? നമുക്കറിയാം 4600 മില്യൺ വർഷം മുമ്പാണ് ഭൂമി ഫോം ചെയ്തത്, എർത്ത് ഫോം ചെയ്തത്. അന്നുണ്ടായ എർത്തല്ല നമ്മളിപ്പോൾ കാണുന്ന എർത്ത്. ഓക്കെ, ഓഫ് കോഴ്സ് ലൈഫ് ഹാസ് കം, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ആസ്പെക്ട്. എർത്ത്, ദ സോളിഡ് എർത്ത് വി സീ ടുഡേ, which means that earth has been
group of hydrous minerals, in the sense that it contains water in the atomic structure. Now here you have a group of metamorphic rock which contains anhydrous mafic minerals. That is very important. For example, quartz. Quartz is an anhydrous mineral. Feldspar is also an anhydrous mineral, but it is anhydrous felsic mineral. So granulates are characterized by the presence of anhydrous mafic minerals. Best example for the anhydrous mafic mineral which is present in granulate is pyroxene. Pyroxene is a very characteristic mineral. Okay, so it's a metamorphic rock which contains anhydrous mafic mineral. It forms at, why it is having anhydrous mafic mineral? Because it forms at temperatures of 750 to 1000 degrees centigrade and pressures of 4 to 12 kilobars. So, okay. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ റോക്സിനെ കുറിച്ച് പറയുമ്പോൾ ഇഗ്നിയസ് സെഡിമെൻ്ററി മെറ്റമോർഫിക് റോക്സ് എന്ന് പറയും. ഓക്കെ, ഇതിൽ സെഡിമെൻ്ററി റോക്സ് ഒഴിച്ച് ബാക്കിയുള്ള റോക്സ് ഒക്കെ ഫോം ചെയ്യുന്നത് എവിടെയാണ് ഫോം ചെയ്യുന്നത്? സെഡിമെൻ്ററി റോക്സ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? എർത്തിൻ്റെ സർഫസ് ലെയേഴ്സിലാണ്. ഹൗ അബൌട്ട് ദി അതർ ഗ്രൂപ്പ് ഓഫ് റോക്സ്, ഇഗ്നിയസ് റോക്സ് ആൻഡ് മെറ്റമോർഫിക് റോക്സ്? So normally it is inside the earth, below the surface. We have an exception, that is the volcanic rock. You know that. Igneous volcanic rocks forms at the surface. But barring that, all the other crystalline rocks forms below the surface of the earth. Whether it be igneous plutonic rock, igneous hypabyssal rock, or the metamorphic rocks. Normally they form below the surface. Now this granulate grade of rocks forms at a particular depth that the pressure is equivalent to something like 4 to 12 kilobars. 1 kilobar will be something roughly equivalent to 3 kilometers. Okay, അപ്പോൾ 4 kilobar എന്ന് പറഞ്ഞാൽ it is roughly equal to 12 kilometers depth. So it forms at that depth. അപ്പോൾ നമ്മളിപ്പോൾ സർഫസിൽ കാണുന്നതോ, it has come up. Okay, it has come up from the deep seated level by various process of tectonic uplift, by process of erosion. So that is how it has come up. But basically, or originally, these rocks formed at deeper level, and the pressure temperature conditions is 750 to 1000 degrees centigrade temperature and pressure of 4 to 12 kilobars. അപ്പോൾ ഈ 750 മുതൽ 1000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറഞ്ഞാൽ ആ ടെമ്പറേച്ചറിൽ അൺഹൈഡ്രസ് മിനറൽസ് സ്റ്റേബിൾ ആവാൻ തുടങ്ങും. ഓക്കെ, അൺഹൈഡ്രസ് എന്ന് പറഞ്ഞാൽ ഡ്രൈ മാഫിക് മിനറൽസ്. സോ ഇഫ് യു കമ്പയർ ഹോൺബ്ലൻഡ് ആൻഡ് പൈറോക്സിൻ, നമ്മൾ ബി എസ് സിക്കൊക്കെ പഠിക്കുമ്പോൾ we make a comparison between the pyroxene family and amphibole family. Okay, ആ പഠിക്കുമ്പോൾ ഒരു എന്താണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്, ആംഫിബോൾസ് ആർ ഹൈഡ്രസ് വെരാസ് പൈറോക്സീൻസ് ആർ അൺഹൈഡ്രസ്. അപ്പോൾ ഈ ഹൈഡ്രസ് ആയിട്ടുള്ള മിനറൽ അൺഹൈഡ്രസ് ആവണമെങ്കിൽ എന്ത് വേണം? You require temperature. You have to heat it. Okay, so that the water will be removed. Okay, so that is how you have anhydrous minerals, right? And they form at deep seated conditions, and normally they form at lower to middle continental crust. Okay, originally ഈ റോക്ക് ഇവിടെയാണ് ഫോം ചെയ്തത്. ഗ്രാനുലേറ്റ്സ് ഫോം ചെയ്യുന്നത് ഡീപ്പർ ലെവലാണ്, ഈ പറയുന്ന ഡെപ്തിലാണ് 12 to 30 kilometers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ടു മിഡിൽ ക്രസ്റ്റ്. ഓക്കെ, now it's an integral component of all continents. Granulates മിക്കവാറും എല്ലാ കോണ്ടിനെൻസിലും ഉണ്ട്. And the common rock types. The second point, it's forming at lower to middle crust. അതുകൊണ്ട് എന്താ സ്പെഷ്യാലിറ്റി? അവിടെ ഫോം ചെയ്തോട്ടെ, അതിനെന്താ? സോ വാട്ട്? അതവിടെ ഫോം ചെയ്തോട്ടെ, അതിനെന്താ അത്ര അത്ഭുതപ്പെടാനല്ലേ? അത്ഭുതപ്പെടാനുണ്ട്. കാരണം എന്താ, നമുക്ക് ഡയറക്റ്റായിട്ട് എർത്ത് തുളച്ചിട്ട് സാമ്പിൾ എടുക്കാൻ നിവൃത്തിയില്ല. കാരണം എന്താണ്, നമുക്കൊരു മാക്സിമം ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച് ഒരു 10 കിലോമീറ്ററൊക്കെ താഴേക്ക് കുഴിക്കാൻ പറ്റുള്ളൂ. അതിന് താഴേക്കുള്ള മെറ്റീരിയൽസിനോ നമുക്ക് ആക്സസിബിൾ അല്ല. ഓക്കെ, നമ്മൾ മൂണിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ടുണ്ട്, എത്രയോ ദൂരെയാണ്. പക്ഷേ നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള എർത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ഡെപ്ത് കഴിഞ്ഞ് നമുക്ക് ആക്സസിബിൾ അല്ല. അല്ലെങ്കിൽ വി ആർ ട്രൈങ് ടു ഗെറ്റ് സാമ്പിൾസ് ഫ്രം മാർസ്. ഹലോ, യു ആർ നോട്ട് ഏബിൾ ടു ടേക്ക് എ സാമ്പിൾ ഫ്രം മാൻഡിൽ. ഓക്കെ, അത്രയ്ക്ക് അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. വി ഹാവ് സ്റ്റിൽ ലോട്ട് ഓഫ് തിങ്സ് ടു നോ, റൈറ്റ്? So, and you are the best person appointed to learn all those things, geologist. Okay, right.
അപ്പോൾ ഈ ലോവർ ആൻഡ് മിഡിൽ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിലെ സാമ്പിൾസ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ഗ്രാനുലേറ്റ്സ് പതുക്കെ പതുക്കെ എക്സ്യൂം ചെയ്ത് സർഫസിൽ വരുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ആ സാമ്പിൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്? ആ സാമ്പിൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഡെപ്തിൽ അല്ലെങ്കിൽ ലോവർ ടു മിഡിൽ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ പൂനെക്ക് പോകുന്നവർ നമുക്കൊരു മിഡിൽ ലെവലിലേക്ക് ഒരു മിഡിൽ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിലേക്ക് ഒരു സ്റ്റഡി ടൂർ ഒക്കെ ആയിരുന്നു. പക്ഷേ നിവൃത്തിയില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, അവിടുന്ന് സാമ്പിൾ കളക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ സാമ്പിൾസ് ദേ ആർ അറ്റ് ദ സർഫസ് നൗ, യു ക്യാൻ സ്റ്റഡി ദം. സോ ബൈ സ്റ്റഡിങ് ദം യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് middle to lower continental crust. So that is the significance of granulates. Okay, and what are the common rock types coming under granulates? So the common rock types are charnacite. So perhaps the most abundant rock type is charnacite. Okay, and you know what is charnacite? Endana charnacite? There are a lot of definitions for charnacite. നമ്മളിത് പഠിക്കുന്ന സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഓരോ ബുക്ക് വായിക്കുമ്പോഴും ഓരോ ഡെഫിനിഷനാണ്. പക്ഷേ അതിനെക്കുറിച്ചൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാവണം. എന്താണ് ചാർണക്കൈറ്റ്? ചാർണക്കൈറ്റ് ഈസ് ബേസിക്കലി എ കോട്ട്സോ ഫെൽസ്പാത്തിക് റോക്ക്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ കോട്ട്സും ഫെൽസ്പാറും ഡോമിനേറ്റ് ചെയ്യുന്ന റോക്കാണ്, ലൈറ്റ് കളേർഡാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ് ദ ക്യാരക്ടറിസ്റ്റിക് മിനറൽ ഹൈപ്പസ്തീൻ. സാധാരണ ഗ്രാനൈറ്റിൽ ഹൈപ്പസ്തീൻ ഉണ്ടാവില്ല. സാധാരണ ഗ്രാനൈറ്റിലുള്ള മാഫിക് മിനറൽ എന്ന് പറഞ്ഞാൽ ഹോൺബ്ലൻഡ് അല്ലെങ്കിൽ ബയോടൈറ്റ് ആയിരിക്കും. സംടൈംസ് യു മേ ഹാവ് ഗാർനെറ്റ് ഓൾസോ. പക്ഷേ ഇവിടെ ചാർണക്കൈറ്റിൽ എന്തുണ്ടാവും? ഇറ്റ് മേ ഹാവ് ബയോടൈറ്റ്, ഇറ്റ് മേ ഹാവ് ഹോൺബ്ലൻഡ്, ബട്ട് ഇറ്റ് ഷുഡ് ഹാവ് ദ ക്യാരക്ടറിസ്റ്റിക് മിനറൽ ദാറ്റ് ഈസ് ഓർത്തോപൈറോക്സിൻ ഓർ ഹൈപ്പസ്തീൻ. ആ ഓർത്തോപൈറോക്സിൻ ഹൈപ്പസ്തീൻ്റെ പിന്നെ പ്രാധാന്യം എന്താണ്? ആ പ്രാധാന്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇറ്റ് ഈസ് അൺഹൈഡ്രസ്. സോ ദാറ്റ് മാർക്സ് the granulate phase metamorphism, presence of pyroxene or orthopyroxene. Mafic granulate, or if you see the literature, it could be represented as basic granulate or 2-pyroxene granulate. Okay, it's essentially a basaltic rock which has been subjected to granulate phase metamorphism. So charnacite, you can say that it's a granitic rock which has been subjected to granulate phase metamorphism. Suppose you have a granite. Okay, if you have low grade metamorphism, it becomes a gneiss, a hornblende biotite gneiss or something like that. Now if you take this granite to deeper level, say to a depth of 20 kilometers or 30 kilometers, then it gets transformed or it gets metamorphosed, and these biotite and mafic minerals will recrystallize because ആ ടെമ്പറേച്ചറിൽ, ആ ഡെപ്തിൽ ടെമ്പറേച്ചർ കൂടുതലാണ്. ആ ടെമ്പറേച്ചറിൽ ഈ പറയുന്ന ഹൈഡ്രസ് ആയിട്ടുള്ള ബയോടൈറ്റും ഹോൺബ്ലൻഡും സ്റ്റേബിൾ അല്ല. സോ ഇറ്റ് വിൽ റീക്രിസ്റ്റലൈസ്, ഇറ്റ് വിൽ എക്സ്പെൽ ദ വാട്ടർ ഔട്ട്. So when water goes out, it will recrystallize and you have the formation of hypasthene. Okay, so charnacite represents the granitic rock which has been subject to granulate phase metamorphism. Pyroxene granulate represents the mafic rock like say basalt or gabbro which has been subject to metamorphism or granulate phase metamorphism. So in that case you will have, നമുക്കറിയാം ബസാൾട്ടിലുള്ള ഡോമിനന്റ് മിനറൽസ് എന്താണ്? രണ്ട് മിനറൽസ് ആണ് ബസാൾട്ട് അല്ലെങ്കിൽ ഡോളറൈറ്റിൽ ഉണ്ടാവുക. എന്താണ്? പൈറോക്സിൻ ആൻഡ് പ്ലാജിയോക്ലേസ്. സോ ദ സെയിം തിങ് വിൽ ബി ദർ ഇൻ ദി മാഫിക് ഗ്രാനുലേറ്റ്. ഇറ്റ് മേ ഹാവ് ക്ലൈനോപൈറോക്സിൻ, ഇറ്റ് മേ ഹാവ് ഓർത്തോപൈറോക്സിൻ, പ്ലാജിയോക്ലേസ്, പ്ലസ് ഇറ്റ് മേ ഹാവ് സംടൈംസ് ഹാവ് ഗാർനെറ്റ് ഓൾസോ. Then metaphylates. So metaphyllate is it's an umbrella term. Okay, it's a common term for different types of granulate facies rocks. What is the parent rock of this metaphyllite? Metaphyllite meta മാറ്റി കഴിഞ്ഞാൽ rock എന്താണ്? Phyllite. Okay, so if you have a sedimentary rock like shale, which has been taken to granulate depth at a depth of 15 kilometers or 20 kilometers, that will recrystallize and you have what is known as metaphyllite. So depending on the bulk composition of the shale, you can have different types of minerals. Sometimes you may have garnet sillimanite gneiss. Sometimes you may have garnet sillimanite graphite gneiss. Sometimes you may have special minerals like saffron. Okay, so everything comes under metaphyllite. It represents the pellitic rock that has been subjected to granulate facies metamorphism. Then you have the marble. So suppose you take a pure limestone, and if you take that to granulate facies depth, it will recrystallize. Okay, and you will have what is known as marble. Now pure limestone, എന്താണ് pure limestone minerals?
പ്യുവർ ലൈംസ്റ്റോണിലെ മിനറൽ എന്താണ്? കാൽസൈറ്റ്. സോ അത് റീക്രിസ്റ്റലൈസ് ചെയ്താൽ വേറെ സാധനങ്ങൾ, വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല അതിനകത്ത്. അതുകൊണ്ട് എന്തുണ്ടാവും? ഇറ്റ് വിൽ ബി കാൽസൈറ്റ് ഇറ്റ് സെൽഫ്, ബട്ട് ദർ വിൽ ബി എ ടെക്സ്ചറൽ ഡിഫറൻസ്. ഓക്കെ, സോ യു ഹാവ് മാർബിൾ. ദെൻ ക്വാർട്സൈറ്റ്. Quartzite, suppose you have a sandstone. Pure sandstone is subjected to granulation which is metamorphism. Then you have again a rock which is rich in quartz, and you call it as quartzite. Now in between you have something known as calgranulates. Suppose you have an impure limestone. Impure limestone, say like marl. കുറച്ച് എന്താണ് പറയേണ്ടത്, സാൻഡോ സിൽട്ടൊക്കെ ഉള്ള ഒരു പിന്നെ ലൈംസ്റ്റോൺ. അതിന് മെറ്റമോർഫിസിസ് നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? Then you have what is known as calgranulates. So calgranulates also will have calcite or dolomite as the main mineral, but in addition to that, it will have some of the calcilicate minerals like wollastonite, scapulite, garnet, clinoperoxene. So that is known as calcilicate group of mineral rocks. Okay, so these are the common rocks represented by granulate facies. Okay. അപ്പോൾ ഗ്രാനുലേറ്റ് ഫേഷ്യസ് അല്ലെങ്കിൽ ഗ്രാനുലേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിലേതെങ്കിലും റോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഗ്രാനുലേറ്റ്സ് എന്ന് കോമൺ ടേമാണ്. ഓക്കെ, എല്ലാം കവറായിട്ടില്ല ശ്രീജിത്ത്? ഓക്കെ, സോ ശ്രീജിത്തിന് എക്സ്പേർട്ട് ഓൺ ഗ്രാനുലേറ്റ്സ്. ഓക്കെ, റൈറ്റ്. നൗ ദിസ് വി ഹാവ് ഓൾറെഡി സെഡ് significance. It's a window to inaccessible middle to lower crust. It's very important in understanding the growth and evolution of continent shield areas. Okay, so this we will see in some detail. Okay, and it also helps to understand the assembly and disruption of supercontinents. Okay, now we talk everything in terms of supercontinent. Supercontinent formation, assembly and disruption of supercontinents. Okay, so granulates will help you to understand the formation and disruption of supercontinents. Okay, right. So this is the significance of granulates. ഗ്രാനുലേറ്റ്സിനകത്ത് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസിൻ്റെ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ഓഫ് കോഴ്സ് ഗ്രാനുലേറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ആസ് ബിൽഡിംഗ് സ്റ്റോൺ, ബട്ട് ഫ്രം എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ്സ് നോട്ട് വെരി good host for economic minerals. Of course, we get some of the gold minerals in Nilambur, but in general we say that granulates are not, or they are barren rocks. They are not important from economic point of view or economically significant mineral deposits. Right. Now, in metamorphic evolution history, okay. നിങ്ങൾ ബഷീറിനെ വായിച്ചിട്ടുണ്ടോ? ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ, മലയാളത്തിലെ വളരെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏത് പുസ്തകമാണ് വായിച്ചിരിക്കണേ? കേട്ടില്ല. ഒരാൾ എഴുന്നേറ്റെന്ന് പറയാമോ? വെരി ഗുഡ്. ബാല്യകാലസഖി. വരുന്നു. പാത്തമ്മയുടെ ആട്. പ്രേമലേഖനം. അത് നിങ്ങൾ എന്താ എത്ര നേരം പറയാതിരുന്നേ? മതിലുകൾ. വെരി ഗുഡ്. ശബ്ദങ്ങൾ. സോ നല്ല രീതിയിൽ പുസ്തകങ്ങൾ വായിക്കുന്ന ആൾക്കാർ എവിടെയുണ്ട്? ഈ ബഷീറിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് അറിയാമോ? എന്താണ് ബഷീറിൻ്റെ സവിശേഷത? ലാംഗ്വേജ് അസാധാരണ ലാംഗ്വേജ്. ആർക്കും അതുപോലെ എഴുതാൻ പറ്റില്ല. ദെൻ ഓക്കെ, ലാംഗ്വേജ് അങ്ങനെയാണ്. അതുകൊണ്ട് ട്രാൻസ്ലേഷനിൽ നഷ്ടപ്പെടുന്നത്. പിന്നെന്താണ് സാധാരണ ജീവിതത്തിലെ സംഭവങ്ങളാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള സാഹചര്യങ്ങളാണ് കഥയിലുള്ളത്. പിന്നെന്താണ്? ബഷീർ എന്ന കഥാകാരന് ചില പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ? ബഷീർ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, ഒരുപാട് ജോലികൾ എടുത്തിട്ടുണ്ട്, പട്ടിണി കടന്നിട്ടുണ്ട്, കച്ചവടം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ബഷീർ. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. കാരണം പുള്ളി ഒരുപാട് കഥകൾ കണ്ടിട്ടുണ്ട്, അല്ല കഥാസന്ദർഭങ്ങൾ കടന്നുപോയിട്ടുണ്ട്. നമ്മുടെ ഈ ഗ്രാനുലേറ്റ്സ് എന്ന് പറയുന്ന റോക്കേ ഇതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു റോക്കാണ്.
ഓക്കെ, ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതിനകത്ത് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അപ്പം ബഷീർ എഴുതുന്നത് ബഷീറിൻ്റെ മെമ്മറിയിൽ നിന്നാണ്. ഈ പറയുന്ന എക്സ്പീരിയൻസിൽ നിന്ന് പുള്ളിയുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കഥ എഴുതുമ്പോഴും ആ മെമ്മറി ഇങ്ങനെ വരും അല്ലേ, അല്ല ആ സന്ദർഭങ്ങൾ വരും. ഇതേപോലെ അപ്പോൾ ആ എക്സ്പീരിയൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കഥാകാരൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ എക്സ്പീരിയൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ജിയോളജി പഠിച്ചു, MSc കഴിഞ്ഞു, PhD കഴിഞ്ഞു, അത് കഴിഞ്ഞ് നമ്മൾ ടീച്ചിങ്ങിന് വന്നു. നമ്മൾ പഠിപ്പിക്കും, പുസ്തകത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കും, ഭംഗിയായിട്ട് പഠിപ്പിക്കും. അതേസമയം നമ്മൾ MSc കഴിഞ്ഞു, ഒരു 2 വർഷം വെറുതെ നടന്നു, തേരാപ്പാര നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ചെറിയ ജിയോളജി ജോലി കിട്ടി. പിന്നെ ഫോർ എക്സാമ്പിൾ കിണറിന് സ്ഥാനം കാണാൻ പോയി, അല്ലെങ്കിൽ പിന്നെ കുറച്ച് നാൾ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തു, അല്ലെങ്കിൽ പിന്നെ കുറച്ച് നാൾ മൈൻസിൽ പോയി ജോലി ചെയ്തു, അല്ലെങ്കിൽ കുറച്ച് നാൾ ONGCയിൽ ഓയിൽ ഫീൽഡിൽ പോയി. അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ആയതിനു ശേഷം നമ്മൾ ടീച്ചിങ്ങിൽ വരികയാണെങ്കിലോ ക്ലാസ്സുകൾ അടിപൊളിയായിരിക്കും അല്ലേ. കാരണം എന്താണ്, നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫ്രം ദ ബുക്സ്, ഇറ്റ് ഈസ് ഫ്രം അവർ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെയാണ് ഈ ഗ്രാനുലൈറ്റ് എന്ന് പറയുന്ന റോക്ക്. ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്, ഇറ്റ് ഹാസ് വിറ്റ്നസ് ലോട്ട് ഓഫ് ഇവൻറ്റ്സ്, ആൻഡ് ദ മെമ്മറീസ് ഓഫ് ദോസ് ഇവൻറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദി ഗ്രാനുലൈറ്റ്സ്. ഓക്കെ, അതുകൊണ്ടാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദി മെറ്റമോർഫിക് ഹിസ്റ്ററി ഓഫ് ദി ടെറൈൻ, or it is used in understanding the growth and evolution of continents. So there is something called as, I have not written it here, for example, this one, the second, various PT fluid conditions witnessed by a rock during its metamorphic journeys known as, or is represented by it as tectonics. Okay, now suppose you have a granulate litho units, namely charnacate, mafic granulates and metasedimentaries. Okay, ഇതിൽ metasedimentaries, this is very important. Why? Metasedimentary rocks have been subjected to a long journey. What is that journey? Metasedimentary rocks are essentially metapelates, calgranulates and quartzites. These are the metasedimentary granulate facies rocks. എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി? ഒറിജിനലി വി നോ ദാറ്റ് പീലൈറ്റ് അല്ലെങ്കിൽ സെഡിമെൻ്ററി റോക്സ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? സർഫസിലാണ്. ഓക്കെ, ആ റോക്ക് സർഫസിൽ ഫോം ചെയ്തു, അതിനുശേഷം എന്തുണ്ടായി? അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് മെറ്റാപിലൈറ്റ് ആവുമോ? ഇല്ല. പിന്നെന്ത് വേണം? ഇറ്റ് ഹാസ് ടു ഗോ ടു ഡീപ്പർ ലെവൽസ്. ഇറ്റ് ഹാസ് ടു ഗോ ടു എ ഡെപ്ത് ഓഫ് 20 kilometers, or it may have gone up to a depth of 30 kilometers. How it goes? എങ്ങനെയത് പോവുക? ഓട്ടോറിക്ഷ പിടിച്ച് പോവോ? ഇല്ല. പിന്നെ ദാറ്റ് ഈസ് ബൈ വേരിയസ് ടെക്ടോണിക് പ്രോസസ്. ഓക്കെ, അപ്പോൾ ആ ടെക്ടോണിക് പ്രോസസ്സ് നടക്കുമ്പോൾ അതിൻ്റെ എല്ലാ മെമ്മറീസ് എന്തെല്ലാം ഉണ്ടാവും? ഈ മെറ്റാപിലൈറ്റ്സിൽ സ്റ്റോർ ചെയ്യും. Okay, now it has reached that depth, say 20 kilometers or 30 kilometers. It stays there. അവിടെ സ്റ്റേ ചെയ്യുമ്പോഴുണ്ടാവും അവിടുത്തെ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ അനുസരിച്ച്, പ്രഷർ ടെമ്പറേച്ചർ കണ്ടീഷൻസ് അനുസരിച്ച് അത് റീക്രിസ്റ്റലൈസ് ചെയ്യും. ഓക്കെ, സോ ഇറ്റ് ബിക്കംസ് എ ന്യൂ റോക്ക്. സോ മെറ്റമോർഫിസം ഈസ് ലൈക്ക് എന്താണ് പറയേണ്ടത്? മെറ്റമോർഫിസിൻ്റെ ഡെഫിനിഷൻ എന്താണ്? പ്രഷർ ടെമ്പറേച്ചറിൻ്റെ അനുസരിച്ചിട്ട് റീക്രിസ്റ്റലൈസ് ചെയ്യാണ് റോക്ക് അല്ലേ. പ്രഷർ ടെമ്പറേച്ചർ എൻവിറോൺമെൻറ്റ് മാറുമ്പോൾ നമ്മൾ റീക്രിസ്റ്റലൈസ് ചെയ്യും. അല്ല, നമ്മളല്ല, റോക്ക് നമ്മൾ റീക്രിസ്റ്റലൈസ് ചെയ്യും ഇല്ലേ. കണ്ട, ഒരു റെസ്പോൺസാണ്. അവനെവിടെ ഇരിക്കാൻ താല്പര്യമില്ല, ബിക്കോസ് ദിസ് ഇസ് എ ജിയോളജി ക്ലാസ്. റാക്സ് ഒന്നും എനിക്ക് പറ്റില്ല, ഐ നീഡ് ഫ്രഷ് എയർ. ഓക്കെ, അപ്പോൾ ആ റെസ്പോൺസ്, നമ്മളിപ്പോൾ ഒരു ധ്യാനം കൂടി വിചാരിച്ചോ, ആ ധ്യാനം കൂടി കഴിഞ്ഞാൽ നമുക്ക് പരിവർത്തനം വരും. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മെറ്റമോർഫിസം. നാളെ തിരിച്ച് റിട്രോഗ്രഷൻ നടക്കും, അത് വേറെ കാര്യം. ദാറ്റ് ഈസ് ഓൾസോ മെറ്റമോർഫിസം, ദാറ്റ്സ് ഓൾസോ ചേഞ്ച്. മെറ്റാ മീൻസ് ചേഞ്ച്. ഓക്കെ, ചേഞ്ച് ഇൻ വാട്ട്? ചേഞ്ച് ഇൻ ദ റോക്സ്, ചേഞ്ച് ഇൻ ദ മിനറൽസ്, ചേഞ്ച് ഇൻ ദ ടെക്സ്ചർ, ചേഞ്ച് ഇൻ ദ പാറ്റേൺ ഇൻ വിച്ച് ദ മിനറൽസ് ആർ അറേഞ്ച്ഡ്. That is change. Why it happens? It happens due to pressure temperature change in the physical or chemical environment. Okay. Now, ഈ റോക്ക് സർഫസിലുള്ള റോക്ക് താഴേക്ക് പോയി, കനാലിലെ ഡെപ്തിൽ പോയി, അവിടെ റീക്രിസ്റ്റലൈസ് ചെയ്തു. എത്ര സമയം എടുക്കും ഇതിന്? It will take millions of years. So this is not a journey of 1 day or 2 days. It takes millions of years. It may stay there for millions of years. Okay. It recrystallize. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കതിനെ കാണാൻ പറ്റുമോ? ഇല്ല. തിരിച്ചത് സർഫസിലേക്ക് വരണം. So there is a one complete trip carried out by this metasedimentary rocks.
So it will preserve the memories of all these trip. നമ്മൾ സ്റ്റഡി ടൂർ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ? ആവശ്യമുള്ള നേരത്തും ഉണ്ടാവില്ല. ജിയോളജി ചോദിച്ചാൽ അറിയില്ല, പക്ഷേ അവിടെ മറ്റോടത്ത് ചായ കുടിച്ച കാര്യമോ അല്ലെങ്കിൽ ബസ്സിൽ ബേണ്ടായ കാര്യമൊക്കെ നമ്മുടെ മെമ്മറിയിൽ കൃത്യമായിട്ടുണ്ടാവും. സോ വി പ്രിസർവ് ദ മെമ്മറി ഓഫ് അവർ ജേർണി, ഇസ് ഇറ്റ് നോട്ട്? ഇതുപോലെ റോക്ക്, പ്രത്യേകിച്ച് ഈ റോക്ക്, ഏത് മെറ്റാസെഡിമെൻ്ററീസ്, ദേ വിൽ പ്രിസർവ്. മറ്റ് റോക്സും പ്രിസർവ് ചെയ്യും, പക്ഷേ ദേ സ്റ്റാർട്ട് സംവെയർ, ദ ജേർണി സംവെയർ ഫ്രം ദി മിഡിൽ ഓഫ് ദി or somewhere at the lower level of the crust, whereas this forms at the surface, goes down, comes up. Okay, എത്ര പ്രാവശ്യം? സാധാരണ ഒരു പ്രാവശ്യമാണ്. പല പ്രാവശ്യം പോയാല ഇറ്റ് വിൽ ഹാവ് മെമ്മറീസ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രാവശ്യം പോയി കഴിഞ്ഞാൽ, നമ്മൾ പല പ്രാവശ്യം ഫീൽഡ് വർക്കിന് പോയി കഴിഞ്ഞാൽ ചിലതൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ, ഇപ്പോൾ ചിലതൊക്കെ മറന്നുപോയി ഉണ്ടാവും അല്ലേ? ഒരു ഫീൽഡ് ട്രിപ്പ് ഉണ്ടായിരുന്നെങ്കിലോ നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കും. അപ്പോൾ ഇതിൻ്റെ കേസിൽ ചിലപ്പോൾ യു ഹാവ് മൾട്ടിപ്പിൾ എവല്യൂഷൻ. ഓക്കെ, റൈറ്റ്. നൗ ദിസ് ഇസ് ദ ജേർണി ഷോൺ. ഇത് ആ ജേർണീനെ ഒരു പിക്ടോറിയൽ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ സ്റ്റൈലിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, സോ ദ റെഡ്, ദ ബ്ലൂ വൺ, ദറ്റ് ഇസ് നോൺ എസ് ക്ലോക്ക് വൈസ് പി ടി പാത്ത്. ക്ലോക്ക് വൈസ് പി ടി പാത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു റോക്ക് നമ്മൾ എടുക്കുകയാണ്, ആ റോക്ക് വിറ്റ്നസ് ചെയ്തിരിക്കുന്ന പ്രഷർ ടെമ്പറേച്ചർ കണ്ടീഷൻസ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് എ ലൂപ്പ് ലൈക്ക് ദിസ്. So here pressure is on the y-axis, temperature is on the x-axis. ഇപ്പോൾ ബ്ലൂ കർവ് നോക്കാം. ബ്ലൂ കർവിൽ എന്താണ് ആദ്യം കൂടുന്നത്? പ്രഷർ ആദ്യം കൂടും. ഓക്കെ, you have a P max, P maximum, then the temperature increases. You have a T maximum and then it comes to the surface. So this is known as clockwise PT path. Okay, and you have the second one, that is the anti-clockwise path. അവിടെ എന്താണ്? ആദ്യം ടെമ്പറേച്ചറാണ് കൂടുന്നത്, ടെമ്പറേച്ചർ മാക്സിമം, ദെൻ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ പി മാക്സ് ആൻഡ് ദെൻ ഇറ്റ് കംസ് ടു ദ സർഫസ്, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ആൻറ്റി ക്ലോക്ക്വൈസ് പി ടി പാത്ത്. കൊറോണ ആയതുകൊണ്ടേ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന പണിയൊന്നുമില്ല, ഫിസിക്കൽ ക്ലാസ്സുകൾ കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓക്കെ. So this is a pictorial depiction of the journey carried out by the rock. That is, there are two types. So these are two end models. Now you can link this to the tectonic. You can link this to the tectonics. Okay. ഞാൻ പറഞ്ഞില്ലേ, ഇത് താഴെ പോകണമെങ്കിലും പുറത്തേക്ക് വരണമെങ്കിൽ, സർഫസിലേക്ക് വരണമെങ്കിൽ, it cannot go on its own. There is some tectonic process involved. Okay. So you can link this to the tectonic activity. For example, if you have the blue one is normally associated with a subduction collision setting. ഒരു കൊളീഷൻ നടക്കുകയാണ് വിചാരിക്കുക. കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? Suppose you have the lower crust, one crust is, or one plate is buried beneath the other one. Okay, so suddenly there is an increase in pressure. So you have an increase in pressure. So okay, so this you can convert this PT path into tectonic stories or tectonic events. Okay, so each of this is related to specific tectonic process. So you can reconstruct the PT path looking at or studying the mineral assemblages or mineral chemistries, and from that you can deduce the tectonic events witnessed by a particular rock. Okay, right? ബാക്കിലേക്ക് ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് വളരെ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഇത് അത്ര സിമ്പിളല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തുടങ്ങി, ഇതാണ് സർഫസ്. ഓക്കെ, ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോയി മാക്സിമത്തിലേക്ക് അല്ലെങ്കിൽ ടി മാക്സിമം എത്തിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം അറിയാമോ? അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഈ റോക്ക് മറന്നു പോകും. ദർ ഈസ് എ മെമ്മറി ലോസ്. ഓക്കെ, അപ്പം പലപ്പോഴും ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് പ്രോഗ്രേഡ് പാത്ത്. ദിസ് ഇസ് നോട്ട് റിട്രോഗ്രേഡ് പാത്ത്. ഇപ്പോൾ പ്രോഗ്രേഡ് അല്ലെങ്കിൽ പീക്ക് മെറ്റമോർഫിസ് നടക്കുമ്പോൾ ആ പ്രോഗ്രേഡ് ആ വന്ന വഴി ഈ റോക്ക് മറന്നു പോകും. അതിൻ്റെ ഇവൻറ്റ്സൊക്കെ, അതിൻ്റെ മെമ്മറീസൊക്കെ ആ റോക്കിൽ നിന്ന് മാഞ്ഞു പോകും. ഓക്കെ, അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് ഈ റോക്കിന്. അതായത് മാക്സിമം പ്രഷർ ടെമ്പറേച്ചർ മാക്സിമത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ മാക്സിമത്തിലെത്തുമ്പോൾ അതുവരെയുള്ള പിന്നെ എന്താണ് പറയേണ്ടത്, മെമ്മറീസ് മീൻസ് it could be memories in terms of minerals, it could be memories in terms of radioactive isotopes. So everything gets
reshuffled. Okay, everything gets homogenized. അപ്പോൾ പലപ്പോഴും ആ മുൻപുള്ള കാര്യങ്ങൾ റോക്കിന് മെമ്മറിയിൽ ഉണ്ടാവില്ല. സോ പ്രോഗ്രേഡ് മെമ്മറി വിൽ ബി നോർമലി ലെസ് പ്രിസർവ്ഡ് ഇൻ ദ റോക്ക്. ബട്ട് പീക്കിന് ശേഷമുള്ള അതുണ്ടല്ലോ retrograde path, that is known as retrograde path. Retrograde path will be preserved. Okay, so this I am talking about just one event. Suppose we have multiple events, അവസാനത്തെ ഇവൻ്റ് ആയിരിക്കും സാധാരണ പ്രിസർവ് ചെയ്യുക. അതിന് മുന്നുള്ള ഇവൻറ്റ്സിൻ്റെ മെമ്മറീസിന് റോക്കിൽ നിന്ന് പോയിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ ദെൻ if you have careful with our present highly sophisticated analytical techniques, you are able to retrieve the past events also, not the last events. ആ ലാസ്റ്റ് മുന്നിലുള്ള ഇവൻറ്റ്സും റിട്രീവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴുണ്ട്. ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ഐസോട്ടോപ്പ് അനാലിറ്റിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്, ഷ്രിംപ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, സോ യു ക്യാൻ ഗെറ്റ് ദി പ്രീവിയസ് ഇവൻറ്റ്സ് ഓൾസോ, റൈറ്റ്? സോ ദിസ് ഈസ് ഹൗ the PT or the PT path or pressure temperature path or PT history of a rock can be helpful in understanding the tectonic events witnessed by a rock, and using that you can reconstruct the tectonic history of that particular terrain. Okay, now പക്ഷേ നമ്മൾ പ്രോഗ്രേഡ് പാത്ത് നമുക്ക് റിട്രീവ് ചെയ്യാം കുറച്ചൊക്കെ. എങ്ങനെയാണ് ഈ പറയുന്ന these are known as inclusion phases. Okay, you have sillimanite, bartite. Okay, and this is the garnet. So this garnet contains inclusions of sillimanite and bartite, which means that this particular garnet has formed at the expense of bartite and sillimanite. Okay, so the reactants have been preserved there. So based on that study of relic phases in the garnet, you can retrieve the prograde path also. Okay, so this is how we make out or study the or get the information from the rock. So this is a retrograde path. Retrograde path in a വളരെ typical ആയിട്ടുള്ള example ആണ്. So that is the one at the right hand side, that is garnet breaking down to orthopyroxene and plagioclase, symplectites. So this happens when there is a rapid exhumation of the rock. അപ്പോൾ ഡീപ് സീറ്റഡ് റോക്ക് അവിടെ റീക്രിസ്റ്റലൈസ് ചെയ്തു, അതിനുശേഷം അത് സർഫസിലേക്ക് വരണമല്ലോ. ആ സർഫസിലേക്ക് വരുന്നത് വളരെ റാപ്പിഡായിട്ട് എക്സ്യൂം ചെയ്യുകയാണെങ്കിൽ യു വിൽ ഹാവ് ദിസ് ടൈപ്പ് ഓഫ് symplectic textures, that is the intimate intergrowth between two minerals, which one of which will have worm-like structure or worm-like form. That is known as symplectic texture. So garnet breaking down to, so this is a reaction നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഫോസിലൈസ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമുക്ക് ആ റിയാക്ഷൻ നമുക്ക് അവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. സപ്പോസ് ദ റിയാക്ഷൻ വുഡ് ഹാവ് proceeded to completion, then there would not have been any garnet. You will see only OPX and plagioclase. Okay, ഇപ്പോൾ അവിടെ ഫ്രോസൺ ആയിട്ട് ഫോസിലൈസ് ചെയ്തിട്ടിരിക്കുകയാണ് റോക്കിൽ. So looking at that, you can say, okay, this particular rock has been subjected to rapid exhumation or near isothermal decompression. Okay, similarly this one, this is a special texture in calcilicate. Okay, അതിൽ കാട്ടില്ലാന്നോ അല്ലേ? So this is the mineral wollastonite, this is the mineral scapulite, and in between you can see garnet and quartz. Quartz is yeah, garnet, scapulite and wollastonite. So this is a very interesting reaction which denotes near isobaric cooling event. Okay, so looking at this type of texture, you can retrieve the events through which this particular rock has passed through. And of course you can use the chemistry also, you can use modeling works. So using all these techniques, you can collectively retrieve the course or the path followed by a particular rock, which we call as PT path, or if you have time also added to that, you call it as PTT path. Okay, so you can see this is the PTT path for that is for Madurai block, retrieved by different workers but different times. Okay, so it could be different for different authors, but you can see all these though they are different in details,
you can see that most of them follow a near isothermal decompression path. Okay, followed by, so this is the decompression path. Okay, this is pressure axis. So if the rock is coming from higher pressure to lower pressure, it means it is decompression. Okay, high pressure il ninnu lower pressure like variyanu parnja it is decompression. Okay, so most of these rocks show a near isothermal decompression path. Near isothermal decompression എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. Decompression is clear. Higher pressure in the lower pressure like vara. Higher pressure എവിടെയാണ്? താഴെയാണ്, ഡീപ്പർ ലെവലാണ്. ലോവർ പ്രഷർ എവിടെയാണ്? ഷാലോ ഡെപ്ത്. എന്ന് പറഞ്ഞാൽ ഡീകംപ്രഷൻ എന്ന് പറഞ്ഞാൽ in terms of uplift it is coming up. Okay, decompression എന്ന് പറഞ്ഞാൽ rock is coming up. That is decompression. Okay, and near isothermal means temperature is almost steady. ആ ഡീകംപ്രഷൻ നടക്കുന്ന സമയത്ത് ആ റോക്കിന്റെ ടെമ്പറേച്ചറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല. സാധാരണ റോക്ക് മുകളിലേക്ക് വരുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഇസ് എ വെരി സ്ലോ പ്രോസസ്. നിയർ ഐസോതെർമൽ ഡീകംപ്രഷൻ ആണെങ്കിൽ അതിന്റെ അർത്ഥം റോക്ക് ഹാസ് ടു കം അപ്പ് വെരി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് അപ്ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ദർ ഷുഡ് ബി സം മൂവ്മെന്റ് അലോങ് ഡീപ് സീറ്റഡ് ഫോൾസ്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു ബിൽഡ് അപ്പ് ദി സ്റ്റോറി. ഓക്കെ, ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദി ട്രേസ് ടെക്സ്ചേഴ്സ് ഇൻ ദ റോക്ക് യു ക്യാൻ ബിൽഡ് അപ്പ് ദി സ്റ്റോറി. അപ്പോൾ ഞാൻ രാവിലെ ഊണ് കഴിക്കുന്നതിന് മുമ്പ് നന്ദുവിനോട് പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ പിന്നെ ജിയോളജിക്കാർ നല്ല കഥ പറയാനുള്ള കഴിവുള്ളവരായിരിക്കണം. കാരണം ഇതൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ജസ്റ്റ് ബൈ ലുക്കിംഗ് അറ്റ് ദി മീഗർ എവിഡൻസ് യു ആർ ബിൽഡിംഗ് അപ്പ് ദി സ്റ്റോറി. ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ആരാണെന്ന് എനിക്കറിഞ്ഞൂടാ, ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ പറഞ്ഞു, ജിയോളജിസ്റ്റ് ഈസ് ലൈക്ക് എ ഡിക്റ്റേറ്റീവ്. എന്താണ് ഡിക്റ്റേറ്റീവിൻ്റെ പണി? ആ ഡിക്റ്റേറ്റീവ് ഒരു സ്ഥലത്ത് വരുന്നത് എപ്പോഴാണ്? ആ ക്രൈം നടന്നതിന് ശേഷമാണ്, അല്ലേ? ക്രൈം നടന്നതിന് ശേഷം അവിടെ വന്നു കഴിഞ്ഞാൽ ഡിറ്റക്റ്റീവ് എന്ത് ചെയ്യും? ചെറിയ ചെറിയ എവിഡൻസ് നോക്കിയിട്ട് ഹി വിൽ ബിൽഡ് അപ്പ് ദി ഇവന്റ്. ഓക്കെ, ഹി വിൽ റീകൺസ്ട്രക്ട് ദി ഇവന്റ് എന്ന് പറഞ്ഞ പോലെയാണ് ജിയോളജിസ്റ്റ്. നമ്മളിതെല്ലാം കഴിഞ്ഞ് ഈ റോക്കിന്റെ ഫോർമേഷനും ഇതിന്റെ എവല്യൂഷനും എല്ലാം കഴിഞ്ഞിട്ട് എത്രയോ മില്യൺസ് ഓഫ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫീൽഡ് വർക്കിന് മുമ്പ് ഈ സാമ്പിൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഓക്കെ, യു ടേക്ക് ദാറ്റ് സാമ്പിൾ, യു മേക്ക് എ തിൻ സെക്ഷൻ, യു സ്റ്റാർട്ട് സ്റ്റഡിയിങ്, you see the different inclusion phases, you see the different textures, you do the analysis, then you will start the building up the or reconstructing the story which has happened or the event that has happened millions and millions of years before. Okay, so it's something really great, isn't it? Okay, right. So this is also a PTT path based on highly sophisticated modeling techniques. നമ്മുടെ ശ്രീജിത്ത് ഇതിൻ്റെ ഒരു എക്സ്പേർട്ടാണ്. അതിനാണ് സ്യൂഡോ സെക്ഷൻ മോഡലിംഗ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ ഡിഫറെൻറ്റ് ടൂൾസ്. നമ്മൾ ടെക്സ്ചർ ഉപയോഗിക്കാം, ഈ പറഞ്ഞ മോഡലിംഗ് ഉപയോഗിക്കാം, ദെൻ യു ക്യാൻ ഹാവ് PT എസ്റ്റിമേറ്റ്സ്. പല ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ PT പാത്ത് അല്ലെങ്കിൽ ഈ റോക്ക് പാസ് ചെയ്ത പിന്നെ ട്രാവൽ ചെയ്ത റൂട്ട് അല്ലെങ്കിൽ ഇവൻറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, റൈറ്റ്. So this is for PT path for granulate from Kodaikanal by Brand et al. 2011. So here also you can see there is a decompression. From here there is a sudden drop in temperature, which means that there is a sudden uplift of the rock. Okay, so this sudden uplift is related. You can relate this event to the tectonic events. Okay, and then you have to cool it. Okay. So that is one part. So looking at studying the PT, studying the rocks, especially granulates. Granulates എല്ലാ റോക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ നമുക്ക് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ PT ഹിസ്റ്ററി കണ്ടുപിടിക്കാം. അതിൽ നിന്ന് നമുക്കത് ഉണ്ടായ അല്ലെങ്കിൽ ടെക്ടോണിക് ഇവൻറ്റ്സ് കണ്ടുപിടിക്കാം. ഗ്രാനുലേറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്രാനുലേറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്രാനുലേറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്രാനുലേറ്റ്സ് ഈസ് ലൈക്ക് ബഷീർ. ഗ്രാനുലേറ്റ്സ് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഓക്കെ, മറ്റു റോക്സ് ഒക്കെ കുറച്ച് യാത്ര ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഗ്രാനുലേറ്റ്സ് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് മെമ്മറീസ്, ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് സ്റ്റോറീസ് ടു ടെൽ. ഓൺലി തിങ് ഈസ് ദാറ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് or we have to unravel or we have to interpret the story accurately or properly. Okay, so this is better, I think. Okay, so look, studying the granulates, we can unravel the events, unravel the history of the particular terrain. Now, there is a important group of
granulates, which is known as ultra high temperature granulates or UHT granulates. Okay, granulates ippozhuthe trend ennu parayunnu, I think you are studying all those things, isn't it? Okay. UHT metamorphism. And then ultra high temperature. So you can see this is the PT space. Avada shade the area untalo. If a rock falls, you can determine the pressure temperature of a rock using several methods. You can do the chemical analysis of the minerals, and from that mineral analysis you can find out the PT conditions in which this particular rock forms. And if that falls in this particular area, you call it as ultra high temperature. So which means that ultra high temperature, so temperature is very high. So temperature of granulates which is exceeding 900 degrees centigrade is known as ultra high temperature granulates. Now what is the speciality of this ultra high temperature metamorphism or ultra temperature granulates? So ultra high temperature granulates means they have witnessed ultra high temperature events. Okay, so normally if you increase the temperature of a rock or if you heat the rock, what will happen? There will be metamorphism. Okay, and ultimately it will melt. Okay, so normally a rock, a granitic rock, we heat it. 700 degree, 750 degree melt. But here you have a rock which has not melted up to 900 degrees centigrade, which means that there are some factors which will prevent the rock from melting. Okay, and of course there is a very, very high temperature available in that particular terrain or in that particular area for the rock to form or that particular mineral to form. Okay, so the present trend of research in granulates is ultra high temperature granulates. Of course, you have ultra high pressure granulates also, which has not been very commonly reported from here, but that is also there. Which means that you have rocks which have witnessed extreme pressure events. Okay, especially along a collision setting, you will have this type of ultra high pressure granulates. Okay, right. Now, not only temperature records, you can have an idea about the ultra high temperature granulates just looking at the mineral assemblage. There are certain minerals which are typical of ultra high temperature. First one is saffron quartz. So that is saffron quartz. So saffron is a very beautiful mineral. Sapphire blue color mineral. നമ്മളെ ഫീൽഡ് വർക്ക് ഞാനൊക്കെ പിന്നെ PhD ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഈ സാഫ്രിന് വേണ്ടി നമ്മൾ ഒരുപാട് അലഞ്ഞു നടന്നിട്ടുണ്ട്. അവസാനം നമുക്ക് കിട്ടി. ഓക്കെ, സോ ദറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മിനറൽ. ഒരു പ്രാവശ്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറക്കില്ല. അങ്ങനെയല്ല, നമ്മൾ വളരെ ഹാൻസം ആയിട്ടുള്ള ഒരാളെ കണ്ടാൽ അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രാവശ്യം കണ്ടാൽ മതി അല്ലേ, വിൽ നോട്ട് ഫോർഗെറ്റ് എന്ന് പറഞ്ഞ പോലെ ഈ സാഫ്രിൻ എന്ന് പറഞ്ഞ മിനറൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിനറലാണ്. ഐ തിങ്ക് ദേ ഹാവ് സീൻ ഇല്ലേ ശ്രീധൻ? കണ്ടില്ല? കണ്ടില്ലെങ്കിൽ വേസ്റ്റ് ആണ് നിങ്ങളുടെ ജന്മം. ആസ് എ ജിയോളജിസ്റ്റ് യു ഷുഡ് സീ. Okay, of course we are living in southern granulate terrain. We have the saffron granulates. Okay, saffron granulates കാണണം കേട്ടോ, especially the thin section. Hand specimen also it's very interesting. Unfortunately, thin sectionൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. Thin sectionന്റെ ഫോട്ടോഗ്രാഫ് ആണത്. ആ sapphire blue color. It will be like ribs, elongated minerals with very high relief. Okay. So saffron quartz, it's a very typical assemblage seen associated with ultra temperature metamorphism. There is another assemblage, spinel quartz. Then orthopyroxene sillimanate. Orthopyroxene നമ്മൾ സാധാരണ കാണുന്നതാണ്, സിലിമിനേറ്റ് കാണുന്നതാണ്. പക്ഷെ orthopyroxene sillimanate ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ that indicates ultra high temperature. Similarly, high alumina orthopyroxene. High alumina orthopyroxene എന്ന് പറഞ്ഞാൽ orthopyroxene മെയിൻ എലമെന്റ്സ് എന്ന് പറയുന്നത് magnesium and iron ആണ്. Magnesium iron silicate ആണ് orthopyroxene. Okay, now this magnesium orthopyroxene may have aluminum in abundance. Okay, for example, you may have 10% or more than that aluminum in orthopyroxene. That's also an indication of ultra high temperature. Then if it is a calcilicate rock, if you have minerals like wollastonite, scapulite, garnet and clinopyroxene, that is also an example for ultra high temperature metamorphism. So if you make a thin section and if you examine and if you get any of these mineral assemblages, then you can be quite sure that this rock or the sample you are studying is an ultra high temperature granulates. Of course, you can reconfirm it by PT studies, PT modeling, etc., etc. Okay. So these are the locations of ultra high temperature granulates across the globe. You can see in India there are several places, especially in
Eastern Ghats, Palakkad Kaveri Shear Zone, Madurai block and Trivandrum block, ultra-high temperature has been reported. But in Trivandrum block, you don't see saffron granules. Instead, you have the other assemblages. Okay. Trivandrum block il ninnu maatralla Keralathil ninnu iduvaraittu saffron granules report cheyittilla. Okay. So, if you are lucky, you can get some of these saffron granules from Kerala. If you get, you can publish it very easily. Okay. So next time when you go to the field, look for saffron granules. Right. Right. Now, granulates are also, so we have seen the tectonic part or the metamorphic history. Then you have seen the ultra-high temperature granulates. Then the assembly and disruption of supercontinents. So granulates can help you in understanding the assembly and disruption of supercontinents. Because granulate formation is punctuated by the assembly and disruption of supercontinents. So the recent trend is that not only granulate metamorphism or ultra-high temperature metamorphism, even magmatism is linked with the assembly and disruption of supercontinents. Okay, so if you study these rocks, you can understand when the particular supercontinent is formed, when it is disrupted or rifted, and when it got reassembled. So these things you can study by understanding or studying the granulates. Now these are the supercontinent timeline. Okay, there are different supercontinents like the one which the last one is Pangaea, and before that you had Pannotia, Rodinia, Nunar, Columbia, Kenorland, Ur. So these are the supercontinents. Okay, so Ur means assembly was at 3,000 million years. Then assembly of Kenorland at 2,500, Nunar, Columbia at 1,800, Rodinia at 1,100. Okay, breakup of Rodinia at 760 million years. Okay, then 600, 650 Pannotia or so likewise you can see that the rock formations can be linked with the assembly or disruption of supercontinents. For example, if you get a granulate, and if you date the granulates and you get an age of say 1,000 million years or 1,100 million years, you can say that that particular granulate would have formed at the time of formation of Rodinia supercontinent. So this is how we interpret. This is how we understand. അപ്പോൾ നമ്മുടെ ഈ ഏരിയയിലെ ഈ ടെറൈന് ഇത് ഏതെങ്കിലും സൂപ്പർ കോണ്ടിനെന്റിന്റെ പാർട്ടായിരുന്നെങ്കിൽ ആ പർട്ടിക്കുലർ അതിന്റെ അസംബ്ലിയുടെ സമയത്തോ അല്ലെങ്കിൽ ഡിസ്ട്രപ്ഷന്റെ സമയത്തോ ഉള്ള ഏജസ് നമുക്ക് കിട്ടും. Okay, so this is how we are trying to understand the formation and disruption of supercontinents. As we said, these events have occurred long back. We have not seen the supercontinent formation. We have not seen the disruption of supercontinents, but it has occurred. Now, how do you understand? How do you study those supercontinent formation or disruption of supercontinents? By studying the rocks. Okay, especially granulates, because granulates have the formation of granulates can be linked with the formation and disruption of supercontinents. Of course, this supercontinent cycles has been refined. Okay. Yes. Okay. Now you can see these are the rock formation. So this particular graph, on the y-axis you see the volume of rocks that is being formed, and on the x-axis you have the ages. Now you can see the peaks. So for example, that one peak at 2,800 million years. That is the time when 27%, 2,800 to 2,000 million years. That is the time when 27% of the continental crust has formed. So you can link that event to the formation of, say, assembly of Kenorland. Okay. So this is how we understand the supercontinent formation or disruption of supercontinents. Similarly, for example, we have assembly of Rodinia, 1,100. So you can see somewhere, 1,200 to 1,100 million year, that blue circle, 7% of the continental crust has formed. So you can say that that particular formation was linked with the assembly of that particular supercontinent. So this is how we understand or build up the history of supercontinent formation and breakup of supercontinents. Yes. Okay. So this is regarding the granulates. Okay. Why it is important, what is granulate, why it is important. Okay. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാനിവിടെ നിർത്തണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ വിൽ കണ്ടിന്യൂ. ഞാൻ കുറച്ച് വെള്ളം കുടിക്കും.
Okay. So this is regarding granulates. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്രാനുലേറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഗ്രാനുലേറ്റ്സിനെ സ്റ്റഡി ചെയ്യുന്നവരെ മറ്റുള്ളവർ കളിയാക്കാറുണ്ട്. നിങ്ങൾ ഈ ഗ്രാനുലേറ്റ്സ് എന്ന് പറഞ്ഞ നടക്കുന്നത് അതിനകത്ത് വല്ലതും ഉണ്ടാ? എക്കണോമിക് മിനറൽസ് വല്ലതും ഉണ്ടാ? ഒന്നുമില്ല. പിന്നെ എന്താ ഗ്രാനുലേറ്റ്സ്? ദിസ് ഇസ് ദ റീസൺ. We are trying to understand the past history of the earth. We are trying to reconstruct the assembly or disruption of supercontinents. Okay, so that is why granulates are important. Now coming to southern granulator. Southern granulator terrain പോകുന്നതിന് മുമ്പ് നമ്മൾ ചില ടേംസ് നമ്മൾ വളരെ ഫെമിലിയർ ആണ്. എന്താണ്? ഷീൽഡ് ഏരിയ, ക്രേറ്റൺ, മൊബൈൽ ബെൽറ്റ്. ഓക്കെ, ഷീൽഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? Stable part of the continent. Okay, so that is the stable part എന്ന് പറഞ്ഞാൽ എന്താണ്? ചവിട്ടി കഴിഞ്ഞാൽ താന്നു പോവില്ലേ? പിന്നെന്താണ് സ്റ്റേബിൾ? What do you mean by stable? ടെക്ടോണിക്കലി സ്റ്റേബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്ടോണിക് ആക്ടിവിറ്റീസ് ഒന്നും കാര്യമായിട്ടില്ല എന്ന്. ഇറ്റ് ഈസ് എ പാസീവ് as far as tectonism is concerned, especially magmatism, okay, or movement, earth movement, or orogeny, that is not there. It is stabilized. Okay. Right. That is stable part of the continent. So, മിക്കവാറും എല്ലാ കോണ്ടിനെന്റ്സിനും ഒരു സ്റ്റേബിൾ ഷീൽഡ് ഏരിയ ഉണ്ടാവും. അതിന് ചുറ്റും there may be some additions. Then you have two terms, craton and mobile belt. So, shield area is normally divided into a craton and mobile belt. Craton is a broad central area or nuclei which is essentially made up of granite, gneiss and greenstone, which represent the upper crust. And it is surrounded by mobile belts, which is curvilinear high-grade gneiss granulate belts, which normally represents high pressure temperature rocks which have formed at high pressure temperature conditions. Okay. Now the boundary between the craton and mobile belt, it could be sharp, it may be represented by a shear zone, or it could be a gradational transition zone. Okay. Now these are some of the shield areas. Shield areas are particular color. Okay. This color represents the shield area. Okay. So you can see almost all the continents you have shield areas. Right. Now these are the cratons across the globe. Right. Now coming to our peninsular shield. This is the peninsular shield, and within this peninsular shield you can see there are cratons. This is the Ava craton, this is the Basta craton, you have the Singhbum craton, then you have the Bundelkhand craton. Of course, we have the Aravalli craton on the northwestern part. Okay. Now, this craton is surrounded by, craton normally represents low-grade metamorphic rock. എന്ന് പറഞ്ഞാൽ നൈസ് ഷിസ്റ്റ്, ഇതാണ് ക്രേറ്റണിൽ ഉണ്ടാവുക. Plus, you have some granites. Whereas, if you come to the mobile belt, you will have high-grade metamorphic rocks like charnakite or gneiss or granulate schist rocks. Now, the Dharwar craton is surrounded by, on the south by a particular region. This is known as the south of Dharwar craton. This is known as the southern granulate terrain. And on the eastern side, you have another granulate belt, which we call as Eastern Ghats. Okay. Right. Now, back. Now, this line is known as the Farmer line, or orthopyroxene isograde line. Okay, so the region south of this orthopyroxene isograde is known as the southern granulate terrain. Now, if you see the literature, ഈ southern granulate terrain എന്ന് പറയുന്ന വാക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പേപ്പറൊക്കെ വായിക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. southern granulate terrain normally most of the authors, when they refer southern granulate terrain, it means the region south of the ഫർമർ ലൈൻ ഓർ ഓർത്തോപൈറോക്സിൻ ഐസോഗ്രേഡ്. എന്താണ് ഈ ഫർമർ ലൈൻ ഓർത്തോപൈറോക്സിൻ ഐസോഗ്രേഡ്? നമ്മൾ പറഞ്ഞു ഇവിടെ ലോ ഗ്രേഡ് റോക്സും ഇവിടെ ഹൈ ഗ്രേഡ് റോക്സ് ആണ്. ഓക്കെ, ദിസ് ഇസ് ഡോമിനേറ്റഡ് ബൈ ഗ്രാനൈറ്റ് ആൻഡ് നൈസ്, whereas this is dominated by granulate species rocks. Granulate species rock എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള റോക്ക് ഏതാണ്? ബേസിക്കലി ചാർണക്കൈറ്റ്. You may have pyroxene granulate, you may have metapelates. Okay. So everything is there, but it is എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗ്രാനുലേറ്റ്സ് മാത്രമാണോ? അല്ല. You will have some gneisses also. You may have some pegmatites also. You may have some granites also. You may have some dolerites or gabbro also. But the terrain is dominated by granulate facies rock. Right?
So that is what is meant by southern granulate terrain. It is not granulates alone. You have granulates. Of course, there are some other rocks also. Now, what is this orthopyroxene in isograde? So if you are walking from here to here, across the firmer line, what happens? At some place, somewhere here, you can see that nicenathu orthopyroxene appear ചെയ്യുന്നതായിട്ട് കാണാം. അപ്പിയർ എന്ന് പറഞ്ഞാൽ നൈസിനകത്ത് ഓർത്തോപൈറോക്സിൻ അങ്ങനെ അപ്പിയർ ചെയ്യില്ല. നൈസിനകത്ത് ഓർത്തോപൈറോക്സിൻ അപ്പിയർ ചെയ്ത് ആ റോക്ക് എന്തായി മാറും? It becomes a charnacite. Okay. So you can see the patchy formation or overprinting of patches of charnacite over gneiss. Okay. So that region is known as the orthopyroxene in isograde. So orthopyroxene starts to appear. So this represents it's a shallow depth, whereas this represents a deeper level. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഷാലോ ലെവലിൽ നിന്ന് ഡീപ്പർ ലെവലിലേക്ക് പോവാണ്. ഓക്കെ, റൈറ്റ്. വി ആർ വാക്കിംഗ് ഇൻസൈഡ് ഡൗൺ. 10 കിലോമീറ്ററിൽ നിന്ന് 20 കിലോമീറ്ററിൽ താഴേക്ക് മൂവ് ചെയ്യുന്ന ഇഫക്റ്റ് ആണ് എന്തുണ്ടാവുക? ഈ ലോ ഗ്രേഡ് ടെറൈനിൽ നിന്ന് ഹൈ ഗ്രേഡ് ടെറൈനിലേക്ക് നമ്മൾ നടക്കുമ്പോൾ കിട്ടുന്നത്. ഇത് ലോ ഗ്രേഡ് റോക്ക് മീൻസ് ഇറ്റ് ഫോംസ് അറ്റ് ഷാലോ ഡെപ്ത്. യു ഹാവ് ഡീപ് സീറ്റഡ് റോക്ക്. ഓക്കെ, അപ്പം നമ്മൾ കുഴി കുഴിച്ച് താഴേക്ക് പോകുന്നതിന് വരാം. You have a terrain which is flat like this. You just walk. See the rocks at different depth levels. Right. Our map theniyana. So this is the orthopyroxene in isograde. You have the low grade rock. You have the high grade rocks. So this represents the high grade rock. Okay, the charnacite massives. Okay, this represents the orthopyroxene in isograde. Okay, and of course these concepts have been changing. Some people are of the opinion that this is not a transition zone, it's a shear zone or suture zone. Okay, so those developments are there, but basically this is the original idea of southern granulate terrain. Okay, now you can see these are the massives. Massives എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? Huge hill ranges entirely made up of charnacites. Okay, so here you can see these are the charnacite massives. ഈ ബ്ലാക്ക് കളർ കാണുന്നൊക്കെ charnacite massives ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a monotonous occurrence of charnacite. And in between you have some white areas which could be nice. So you can read the names of the massives. We have VR hills, Nilagris, okay, all those are the massives, right. ഞാൻ സദേൺ ഗ്രാനുലേറ്റ് ടെറൈൻ വേറൊരു മീനിങ് കൂടെയുള്ള അല്ലെങ്കിൽ വേറൊരു റീജിയനും കൂടെ അല്ലെങ്കിൽ ചില ഓത്തേഴ്സ് സദേൺ ഗ്രാനുലേറ്റ് ടെറൈൻ എന്ന് പറയുന്നത് it is not south of firmer line. Instead, for some authors, it is just south of Calicut Kaveri shear zone. Okay, are you? ഞാനതൊക്കെ പറയാൻ മറന്നു. Previous slide ഒന്ന് കാണിച്ച്. Previous. So, within this granulate grade or southern granulate terrain, you have shear zones. Okay, the black lines കാണിച്ചിരിക്കുന്ന shear zones ആണ്. Okay, shear zones, what is the tectonic status of shear zones? Again, it is a question mark. Some people say it is a shear zone. Some people say it is a suture zone. Okay, so there are controversies, and that is a very important topic of research. Okay. Now, you can see the shear zones in the cratonic area also. Okay, but these shear zones have been studied, and the tectonic status has been highly debated. Okay, right. Now, some people say that, so these are the shear zones in the southern granulate terrain. This is the Moyer shear zone, this is the Bhavani shear zone, this is the Moyer Bhavani shear zone, then you have some other shear zones, and this is the Calicut Kaveri shear zone, and this is the Achenkovil shear zone. So these are the shear zones, and these shear zones separate the different areas which we call as granulate blocks. Okay, so this is known as the Trivandrum block, which is separated by the Achenkovil shear zone. And in between Achenkovil and Calicut Kaveri shear zone, you have a huge block which is known as the Madurai block, and you have the Nilagris here, separated by Moyer shear zone and Bhavani shear zone, and you have the other blocks like Madras block. Somebody is working on Madras block.
Okay, Madras block, then Salem block. So then you have a Coorg block, recently discovered or identified Coorg block. Okay, so for one group of people, everything south of Farmer line is southern granular terrain. But for other group of people, the area south of Calicut Kaveri shear zone is considered as southern granular terrain. So this is very important. നിങ്ങൾ വായിക്കുമ്പോൾ ഇത് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഓത്തർ സദൻ ഗ്രാനുലർ ടെറൈൻ എന്ന് പറയുന്ന ഏത് ഏരിയയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കൂടുതൽ ആളുകളും the entire region south of Farmer line or orthopyroxene isograde is considered as treats as southern granular terrain. But there are some people, for example, the paper by Brand et al. Brand et al. Treats this area as the southern granular terrain. That is the Madurai block and the Trivandrum block. Okay. The remaining part they consider as part of Dharwar Creighton, or sometimes they designate as northern granular terrain. Okay. But for our discussion, we will include the entire thing, southern granular terrain. പക്ഷേ ഈ സദൻ ഗ്രാനുലർ ടെറൈൻ വേറെ മീനിങ്ങിൽ ചില പേപ്പേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയിരിക്കും. Now there is another term known as Pantine mobile belt. Okay. So Pantine mobile is the name given by Ramakrishnan. Ramakrishnan എന്ന് പറയുന്ന ആള് മലയാളിയാണ്. He is from Calicut, I think. He was the Deputy Director General of, he retired as Deputy Director General of GSI. So he was of the opinion that the region south of Calicut Kaveri shear zone is different from the region north of Calicut Kaveri shear zone. Of course, that was an idea which was highly supported by my guide also, because then Calicut Kaveri shear zone has a major tectonic break. Okay. Now this region, the region south of Calicut Kaveri shear zone is treated as Pantine mobile belt. Okay. Nowadays these terms are not used. Literature Pantine mobile belt ഒന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷേ this is a term which has been used to represent the region south of Calicut Kaveri shear zone. Okay. Okay. So that is regarding southern granular terrain. And now I think എത്ര സമയം കൂടി ഉണ്ട് ശ്രീധ? 10 മിനിറ്റിൽ തീർക്കാം. വിൽ നോട്ട് ഗോ ഇൻ ടു, കാരണം മോഡൽസ് എന്ന് പറയുന്നത് ഭയങ്കര ഇലാബറേറ്റ് സാധനമാണ്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. സദൻ ഗ്രാനുലേറ്റ്സ് എന്താണ്, സദൻ ഗ്രാനുലർ ടെറൈൻ എന്താണ്, ഇത്രയെങ്കിലും മനസ്സിലാക്കിയിരിക്കുക. ഇത് മുഴുവൻ നമുക്കൊന്ന് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. യു ജസ്റ്റ് ഗെറ്റ് എൻ ഇൻട്രൊഡക്ഷൻ. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ജസ്റ്റ് അത്രയൊന്നും മനസ്സിലാക്കിയാൽ നല്ലത്. ഓക്കെ. മനസ്സിലാക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, എന്നാലും നല്ലത്. റൈറ്റ്. Now different models. So we consider southern granular terrain as region south of the Farmer line. So E line on a Farmer line or orthopyroxene isograde. Okay. Now previously the southern granular terrain was grouped into several blocks, like northern block, and of course these are the shear zones. This is Achenkoval shear zone. This is the Calicut Kaveri shear zone, the Bhavani shear zone, Moyar shear zone, Moyar Bhavani shear zone, and R2 shear zones. അപ്പോൾ ഈ ഷിയർ സോൺസ് സദൻ ഗ്രാനുലർ ടെറൈനെ പല ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ. സോ ദിസ് ഇസ് വൺ ഓഫ് ദി ഏർലി വർക്ക്സ് ബൈ ഡ്രൂറി ആൻഡ് ഹോൾട്ട് ഇൻ 1980. ഓക്കെ. നൗ ദിസ് ഇസ് ദി വർക്ക് ബൈ രാമകൃഷ്ണൻ 2013. ഓക്കെ. ഷിയർ സോൺസിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. പക്ഷേ ദിസ് റീജിയൻ ഹി കൺസിഡർ ആസ് സെപ്പറേറ്റ്. The region south of Calicut Kaveri shear zone is considered as separate, whereas the other part is considered as different. In fact, this part, they consider this to be the part of Dharwar Creighton. Dharwar Creighton, the deformed margin, എന്നാണ് അവർ ഈ പാർട്ടിനെ വിളിക്കുന്നത്. Okay. Okay, this part is considered to be deformed or high grade metamorphosis സംഭവിച്ച Dharwar Creightonന്റെ margin ആയിട്ടാണ് ഇവർ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. Okay, whereas this part, these blocks have been addition to the Dharwar Creighton. പിന്നീട് അതിലേക്ക് ആഡ് ചെയ്യപ്പെട്ട, പിന്നീട് അതിലേക്ക് ഫ്യൂച്ചർ ചെയ്യപ്പെട്ട റീജിയൻസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഇതിനെ പാണ്ടിൻ മൊബൈൽ ബെൽറ്റ് എന്ന അല്ലെങ്കിൽ സദൻ ഗ്രാനുലർ ടെറൈൻ എന്നും ഇതിനെ ധാർവാർ ക്രൈറ്റന്റെ പാർട്ടെന്നും ട്രീറ്റ് ചെയ്തു. ഓക്കെ. ദിസ് ഇസ് അനദർ മോഡൽ. നൗ there is a work by Ghosh et al. 2004. 2004 Ghosh et al. Published a paper. So according to him, this Calicut Kaveri shear zone is not the major break. Instead, he identified a new shear zone that is starting from Karur, Kambam, Painava, Thrissur, which he called as KKPT, Karur, Kambam, Painava, Thrissur shear zone.
അപ്പോൾ ഒരു പുതിയ ഷീർ സോൺ പുള്ളി ഐഡൻറ്റിഫൈ ചെയ്തു. എന്നിട്ട് പറഞ്ഞു എന്താണ്, ദിസ് ഈസ് ദ മേജർ ബ്രേക്ക്. ദാർവാക്കേറ്റിൻ്റെ മെമ്മറീസ് ഇവിടം വരെ ഉണ്ട്, ഇതിന് താഴെയാണ് ആഡ് ചെയ്യപ്പെട്ട ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഈ മധുരൈ ബ്ലോക്ക്, ഇതിന് താഴെ മധുരൈ ബ്ലോക്കാണ്, പാലക്കാട് കാവേരി ഷീർ സോണ്. അപ്പോൾ മധുരൈ ബ്ലോക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, നോർത്തേൺ മധുരൈ ബ്ലോക്ക് ആൻഡ് സദേൺ മധുരൈ ബ്ലോക്ക്. നോർത്തേൺ മധുരൈ ബ്ലോക്ക് വുഡ് ഹാവ് ബീൻ പാർട്ട് ഓഫ് ദി ഡാർവാക്കേറ്റർ. ഓക്കെ, ആ ഡാർവാക്കേറ്ററിൻ്റെ ഡീഫോംഡ് അല്ലെങ്കിൽ ഹൈലി മെറ്റമോർഫോസ്ഡ് മാർജിനാണ് പിന്നെ ഈ KKPTയുടെ നോർത്തിലേക്കുള്ള ഏരിയ എന്നും പിന്നെ താഴേക്കുള്ളത് പിന്നീട് ആഡ് ചെയ്യപ്പെട്ട ഏരിയാസ് ആണെന്നും ട്രീറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇതിൻ്റെ കാരണം എന്താണ്? വാട്ട് ഈസ് ഈസ് ബേസ്? ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് ഏജ് ഡേറ്റിംഗ് ഓർ റോക്കിൻ്റെ ഏജ് കണ്ടുപിടിച്ചു. റോക്കിൻ്റെ ഏജ് കണ്ടുപിടിച്ചപ്പോൾ ഇവിടെ പുള്ളിക്ക് 2500 മില്യൺ വർഷം ഏജുള്ള ഗ്രാനുലേറ്റ്സ് കിട്ടി. ഓക്കെ, സോ ഹിയർ ഓൾസോ he got another granulate with 2500 million year age. So previously people were thinking that the 2500 million year age is restricted to the region south of Palakkad Kaveri Shear Zone. That is why this was treated as separate, whereas 2500 ages within the Palakkad Kaveri Shear Zone താഴേക്കില്ല. അവിടെയെല്ലാം കിട്ടുന്നത് 550 മില്യൺ ഇയർ ഓൾഡ് ഗ്രാനുലേറ്റ്സ് ആണ്, ചർണക്കൈറ്റ്സ് ആണ് എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഗോഷിൻ്റെ വർക്കിനോട് കൂടിയിട്ട് ഇവിടെയും ഈ 2500 മില്യൺ ഇയർ ഓൾഡ് ആയിട്ടുള്ള ഗ്രാനുലേറ്റ്സ് കിട്ടി. അതുകൊണ്ട് ഹി എക്സ്റ്റെൻഡഡ് ദിസ് ദ ബൗണ്ടറി ഓഫ് ദാർവാ ക്രൈറ്റൻ അപ് ടു ദിസ് പർട്ടിക്കുലർ ഷിയർ സോൺ ആൻഡ് ന്യൂലി ഐഡൻറ്റിഫൈഡ് ഷിയർ സോൺ ബൈ ഹിം, ദാറ്റ് ഈസ് നോൺ ആസ് കറൂർ കമ്പം പൈനാവ് തൃശ്ശൂർ ഷിയർ സോൺ ഓർ KKPT. Now you can see this is Madurai block. From here to here this is Madurai block. This is KKPT. Okay, KKPT is a V-shaped shear zone. Okay, and this will divide the Madurai block into two, northern Madurai block and southern Madurai block. So this is in the year 2004. Right. Now in 2012, Plausa et al. Published another paper wherein they got lot of 2500 memory here, and they got younger memories like 1000 million year from this part. So they considered this region and this region different. Okay, and that slowly evolved into another tectonic model. Okay, so this was an advanced or version of Plausa et al. By Kroner et al. Or Collins also. They divided the Madurai block into 3 units. Okay, this is basically the KKPT. Okay, V-shaped. Then parallel to they identified another isotopic boundary. Okay, which saw the Madurai block has been divided into 3 units: the northern block and neo-arcane northern block. Then you have the central block, and you have the southern Madurai block, the meso to Neoproterozoic southern block. Okay, so this is how the Madurai block has been subdivided or modified based on the age data. So all these works are essentially based on age data. Okay, so as you can see, as the time proceeds, more and more age data comes in. Okay, so that makes the picture more clear or more confused, I don't know. So that time will prove which of these models are correct. Okay, right, next. And this is another model by Brand et al. So Brand et al. In 2014, they published another paper. They did extensive dating. ഈ മഞ്ഞ സ്റ്റാർ കാണുന്നതൊക്കെ അവർ ഏജ് കണ്ടുപിടിച്ച ലൊക്കേഷൻസ് ആണ്. ഓക്കെ, ദെൻ ദേ സെഡ് ദാറ്റ് മധുരൈ ബ്ലോക്ക് നോർത്തേൺ ബ്ലോക്ക് സെൻട്രൽ ബ്ലോക്ക് മധുരൈ ബ്ലോക്ക് ഒന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പകരം എന്താണ്, മധുരൈ ബ്ലോക്ക് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു 2, വെസ്റ്റേൺ ബ്ലോക്ക് ആൻഡ് ഈസ്റ്റേൺ ബ്ലോക്ക്, ഓർ വെസ്റ്റേൺ ഡൊമൈൻ ആൻഡ് ഈസ്റ്റേൺ ഡൊമൈൻ. So this region preserves memories of 2500 millennia, whereas this part preserves memory of younger ages. Okay, so they considered this region as the suture zone, along which the northern western domain and eastern domain has been sutured together, and later and this Palakkad Kaveri shear zone was active only, or which was suturing happened earlier, 2500 million year before. Okay, now this is the picture. All the suture zones put in. Okay, so this is the Palakkad Kaveri shear zone, this is the KKPT, this is the isotopic boundary, and this is the Brand et al. Divides this Madurai block into 2 by an almost north-south or curvilinear shear zone, and this part he called as
Kambam ultra high temperature belt. Okay. So this is the Kambam ultra high temperature or Surli shear zone. Okay. So this is the all the shear zones or all the suture zones put together. The southern granulate terrain will look like this at present. This is a model. That is a model which is different, entirely different from all the previous model. Okay, so this is a concept known as DARC, deformed alkaline rock carbonatite complex. Okay, so this is how it forms. Initially, there will be rifting of continents. We have the alkaline rocks. Alkaline rocks and carbonatite speciality they have an affinity for rift zones. Okay, so you have a rifting of continents. You have the alkaline rocks forming there, and then you have the broadening of the rift zones. You have the ocean, and then you have the closing of the ocean at the same location. So then, what will happen to the alkaline rocks initially formed? Initially formed alkaline rocks and carbonatite gets deformed. So if you get deformed alkaline rocks and carbonatites, it represents a suture rift zone. So that is the theory proposed originally by Brook et al. Okay, so they proposed this theory, and that has been applied to South India also, or the peninsular India. So according to them, this is the suture zone, marking the suturing of the continents. So if you see the southern granular terrain, the suture zone will be like this. So this is the suture zone in the southern granular terrain. So this is based on the totally different perspective, that is based on the presence of deformed alkaline rocks and carbonatites in southern granular terrain. So this is just to show you there are good scope for a lot of research in southern granular terrain. There are different contrasting models, contrasting views, contrasting ideas. Okay, of course, time will prove which is the correct one. Ultimately, we may be arriving at a better model. So that is how we understand the evolution of this part of the terrain or this part of the Earth's history. Okay, thank you. Thank you, sir. It was indeed a great presentation. It has enlightened our knowledge about the granulite evolution, their significance, and how we reconstruct the past. So thank you once again, sir. Now, the floor is open for discussion. Any questions? Sir, I would like to ask about saffron quartz. Sir, is it confined to UHT granulites or any other? Saffron മാത്രമാണെങ്കിൽ നമുക്ക് UHT എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ saffron quartz കിട്ടുകയാണെങ്കിൽ it's definitely an indication of UHT. Okay, sir. Thank you. Saffron മാത്രമായിട്ടുണ്ടാവാം ചിലപ്പോൾ. It need not be UHT, but if you have saffron quartz, it's a robust evidence. So then what's the difference between, so sapphire is aluminum oxide, no? Sapphire, sapphire is a variety of rutile. Yeah. Aluminum oxide, Al2O3, right? So what's the difference between sapphire and saffron quartz? Sapphire and saffron, there is a lot of difference. Saffron is a magnesium aluminum silicate which is depleted in silica.
ഓക്കെ, സിലിക്ക കുറവാണ് അവിടെ. സിലിക്ക ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള റോക്കിലെ ഈ പറയുന്ന സാഫ്രൻ ഉണ്ടാവുള്ളൂ. ഇഫ് യു ഹാവ് പ്ലെൻറ്റി ഓഫ് സിലിക്ക, then that mineral will become cordierite, because cordierite is also magnesium aluminum silicate. Okay, so for saffron to form there are certain conditions. Probably that is the reason why it is not present in Kerala. Okay, it is not just ultra high temperature. Ultra high temperature is one thing, okay, for saffron quartz. And another constraint is the bulk chemistry. Bulk chemistry is favorable ആയിരിക്കണം. Bulk chemistry എന്ന് പറഞ്ഞാൽ it should have magnesium, it should have aluminum, it should be depleted in silica. Silica കൂടുതലുണ്ടാകാൻ പാടില്ല, സിലിക്ക കുറവേ പാടുള്ളൂ. സിലിക്ക ഒരുപാടുണ്ടെങ്കിൽ എന്തുണ്ടാവും? It becomes cordierite. Because cordierite and saffron, they are both magnesium aluminum silicate, but cordierite will be stable when silica is more. But if silica is deficient, saffron will be stable, provided there should be ultra high temperature. So bulk chemistry, temperature, these are the two constraints for the presence or absence of saffron. Thank you, sir. Anything else? Not for any question. Sir, really it was an enlightening talk on the granulates. Definitely students should have learned lot more on the southern granulate terrain and what is the significance of granulates. Actually, it was like a classroom lecture. We are very much thankful to sir. And I may invite Aisha teacher to give a memento to Ando sir as a token of love and appreciation from the Department of Geology side. Thank you. നേരത്തെ പറഞ്ഞതുപോലെ ആൻറ്റോ ഞാനും പരിചയപ്പെടുന്നത് മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുമ്പോഴാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് മിക്കവാറും ഞങ്ങൾക്ക് വളരെ ആക്സസിബിളായിട്ടും അതുപോലെ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എക്സാമിനറായിട്ട് എല്ലാ വർഷവും നമ്മളെ അടുത്ത് വരികയും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ പരിപാടികളിലും വളരെ കോപ്പറേറ്റീവായിട്ട് ഇതുപോലെ എനിക്ക് തോന്നുന്നു 2-3 തവണയെങ്കിലും ആൻഡ് ഇതിന് മുന്നേ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ സ്റ്റുഡൻസിന് ലെക്ചേഴ്സ് ചെയ്തിട്ടുണ്ട്. ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ഇൻ ദി സിംപ്ലസ്റ്റ് വേ, ദറ്റ് ഈസ് ഹിസ് പെക്യുലാരിറ്റി ആസ് യു ഹാവ് ലേൺ നൗ. താങ്ക് യു വെരി മച്ച് ആൻറ്റോ. It is my great pleasure to introduce Dr. Linto Alapat, Head and Assistant Professor of Geology, Christ College, Irnyalakuda. He obtained his PhD specialized in quaternary geology from Phi University, Berlin, Germany. After that, he had positioned as visiting scientist at Physical Research Laboratory, Ahmedabad. He has been undergone different research projects with the collaboration of reputed national and international organizations. Also, he has been authored many research articles and he is the editorial board member of Quaternary Chronicles and official newsletter of Association of Quaternary Researchers in India. With this short introduction, I welcome Dr. Linto Alapat to deliver a talk on recent trends in quaternary geology. ഗുഡ് ഈവനിങ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നേ, നമ്മൾ വെറുതെ ഇരുന്ന സമയത്തൊക്കെ
നമ്മുടെ ബഷീറിൻ്റെ പുസ്തകങ്ങളെ കുറിച്ച് വായിക്കണമായിരുന്നു. ലാൻഡ് സാർ ഇവിടെ വന്നിങ്ങനെ അതിഗംഭീരമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കഥയൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ബുക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്കത് പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ കാവ്യാത്മകമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ആയിഷ ടീച്ചർ ഇങ്ങനെ അവിടെ ഉള്ള പിക്ചർ കാണുമ്പോൾ തന്നെ ഒരു എന്താണ് ഫിലിമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഖയാൽ, ഞാൻ ശ്രീ സാറിനോട് ചോദിക്കായിരുന്നു എന്താണ് ഖയാൽ എന്ന്. സോ യു ഹാവ് മെയ്ഡ് എ വെരി നൈസ് മീനിങ് ഫോർ ദാറ്റ്. അപ്പോൾ ഒത്തിരി ജിയോളജിയുടെ ഓർമ്മകളും ഒക്കെ മുറ്റി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഇത്തരത്തിലൊരു ടോക്കിന് അവസരം കിട്ടിയതിൽ ഒത്തിരി നന്ദി. പ്രത്യേകിച്ച് ആയിഷ ടീച്ചറെ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഞാനും പറയാറുണ്ട് ഇങ്ങനെ പൊന്നാനിയിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹോം കമ്മിങ് ഫീലിംഗ്. കാരണം എനിക്ക് അങ്ങനെ അത്ര വലിയൊരു ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻറ്റ് ഒരു റിലേഷൻ MES ഉണ്ടായിട്ടില്ല. പക്ഷേ മുമ്പ് ജിയോളജി പഠിക്കുന്ന സമയത്ത് ആകെ MESലും ക്രൈസ്റ്റിലും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീടാണ് MES. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്കൊക്കെ വരുമ്പോൾ സംഭവം ഇവിടെ വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും വളരെ സന്തോഷത്തോടെ വരാറുണ്ട്. അപ്പോൾ ആയിഷ ടീച്ചർ തീർച്ചയായിട്ടും ആയിഷ ടീച്ചർ അടുത്ത വർഷം തൊട്ട് ഇവിടെ ഇല്ലെങ്കിൽ വിൽ ഡെഫിനറ്റ്ലി മിസ് യു. ദാറ്റ് വാസ് അങ്ങനെ ഒരു നല്ലൊരു റിലേഷൻ അല്ലെങ്കിൽ കോഡിയലായിട്ടുള്ളൊരു വാം വെൽക്കം ടീച്ചർ എപ്പോഴും തരാറുണ്ട്. അപ്പോൾ വിൽ സർട്ടൻലി മിസ് യു ടീച്ചറെ. എക്സാം വാല്യുവേഷൻ ക്യാമ്പിലും അതുപോലെ തന്നെ നമ്മുടെ എക്സാം ഹാളിലുമൊക്കെ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു. ഓക്കെ, സോ ഇങ്ങനെ ആൻഡോ സാർ ഇങ്ങനെ തകർത്താടിയ ഒരു വേദിയിൽ നിന്നുകൊണ്ട് വളരെ യങ്ങറായിട്ടുള്ള ഒരു ഫോർമേഷനെ കുറിച്ച് സാറ് 2500, 3000 മില്യൺ വർഷം പറയുമ്പോൾ ഞാൻ വെറും 2 മില്യൺ എന്നാണ് പിടിക്കണത്. അപ്പോൾ ആ അറ്റത്തുനിന്ന് ഈ അറ്റത്തേക്കാണ് വരണത്. ഹോപ്പ്ഫുള്ളി യു വിൽ ഫോളോ വിത്ത് മീ ഇൻ ദിസ് ആസ്പെക്ട്. ആരെങ്കിലും ഇതിൽ ക്വാട്ടർണറി ജിയോളജി പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇൻ ദ സെൻസ് റിസർച്ചിലോട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ? എനിവൺ? അൺഫോർച്ചുനേറ്റ്ലി നോ വൺ. So hopefully you know little about quaternary geology. എന്താ അറിയാം ക്വാട്ടർണറി ജിയോളജി? പക്ഷെ സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യത്തിൽ സമാധാനം ഉണ്ട് കേട്ടോ, ഞാനത് പറയാം. എന്താണ് വാട്ട് യു നോ അബൌട്ട് ക്വാട്ടർണറി ജിയോളജി? Okay, so it's most recent part of the earth history, so that's good. So you know more about it. Actually, I had promised another title, that was read by her, that it was like recent trends in. But actually, as sir also made an excuse, we were both in the same field, and that is the time Nitya Miss ടോപ്പിക്ക് ചോദിച്ചത്. അപ്പം മിസ് എന്തെങ്കിലും എഴുതിക്കോന്ന് പറഞ്ഞു. മിസ് അങ്ങനെ എഴുതി. സംഭവം റീസെൻറ്റ് ട്രെൻഡ്സും അതിലുണ്ട്, പക്ഷെ റീസെൻറ്റ് മാത്രമല്ല എന്നാണ്. ഓക്കെ, സോ yeah, actually when I was thinking, like when we talk about quaternary geology, we always think, why should we study quaternary geology? It's all about climate. There is nothing economically important. അപ്പോൾ സാറ് പറഞ്ഞു ഗ്രാൻഡ് ലൈറ്റ്സിലും എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കിത് സമാധാനമായി, കുഴപ്പമില്ലല്ലോ. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ് വെൻ യു തിങ്ക് അബൌട്ട് ക്വാട്ടർണറി ജിയോളജി, ബിക്കോസ് ആസ് എ ഹ്യൂമൻ ബീയിങ് വി ഓൾ ഇവോൾവ്ഡ് ഡ്യൂറിങ് quaternary. So that is the most important part. And there has been lot many changes that happened during quaternary. And people understood that a whole system of climate could be easily toppled or changed within a short duration of time. When we talk about 3,500 million years or 4,600 million years, it's a long gap. But as സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാലിൻ്റെ അടിയിലുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ, പിന്നെയാണ് നമ്മൾ മൂണിലും മാസത്തിലൊക്കെ പോകണമെന്ന് പറഞ്ഞ പോലെ we don't know what has happened in the last 2 million years. So that is quite so that then in that point of view it is very, very important to study quaternary geology. So there are many reasons that I myself convinced that it is important to study quaternary geology. So today I'll be discussing few aspects of our research in Kerala on the quaternary deposits. Then I will be also talking about different dating methods, probably that you are familiar with, and how it is applied in various aspects. So these are some brief introduction part that we have already been discussed. So it is the most recent part. Those who are not aware, it is the last 2.6 million years. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ ക്വാട്ടർണറി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് യു ഷുഡ് നോ ദാറ്റ് ഇറ്റ് ഈസ് ബിലോങ്ങിങ് ടു ദ ലാസ്റ്റ് 2.6 million years. Okay, and it is been divided into two parts, Pleistocene and Holocene.
and Holocene is the period that we live, like last 11,000 years of age. നമ്മൾ അത്രയൊന്നും പോയില്ലെങ്കിലും 11,000 years നമുക്ക് പറയാലോ പറയുമ്പോൾ. Okay, so our age, so this time. So another important aspect is that it has lot many glacial and interglacial cycles. So we are probably more tipping into a next glacial period, as expert says. And it was coined, the term itself derived about early 18th century. So it's quite young when you compare other aspects of geology. And these are some interglacial period. If you see last about 600 or 700 million years, 700,000 years, less than a million year. കുറേ മില്യൺ കേട്ടിപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ തൗസൻഡ്സിലെ പറയുള്ളൂ കേട്ടോ, നമുക്ക് മില്യൺ ഒന്നുമില്ല. So if you see, like there are at least 4 glacial cycles have been reported in the last 800 kilo year, 1000 years, that is mostly for the European part, and there are different terms used for North American and other part of the world. So as we have discussed, it is the history of the environmental change on the surface of the earth. That is why we are studying. It's basically the natural history. Then the scientists who study quaternary geology, they interpret to understand the key process, basically physical, then chemical, biological, atmospheric, and human-induced aspects. Like when we talk about human-induced, then we call a new term has been coined. That is what we call it as Anthropocene. So, like some people say, it is the last 200 years, but sometimes it is go far beyond that. Like last 8,000 years also comes under Anthropocene, because we see that during when the colonialization or the humans started living together, they started burning biomass at early age about 6,000 years ago. So that time itself it started changing the climate because of the human intervention. So Anthropocene can be further pushed back into the history. And you have, so in the early understanding of quaternary was like it is very young period and there is nothing very important to study about it. Then later on, scientists have started studying this and they've realized that all these climatic events like glacial, interglacial cycles, they go in relation with certain orbital parameters like astronomical cycles. So Milankovitch had discussed that there are 3 aspects that largely control the cycles. One about 100,000 years, that because of the eccentricity. Then there is about 41,000 is that about the obliquity, and another one is about 21,000 years or 23,000 years that about the precision. So these are the 3 cycles that involved in the orbital parameters of the Earth with respect to Sun. So that is basically the amount of solar incoming solar radiation that is coming to the surface of the Earth, or rather we call it as insolation, that causes change in the temperature pattern of the surface, and that creates the ice ages in the past. So another important aspect I've been discussing, that it is the time when the anatomically modern humans evolved and they have diversified and moved into different parts of the world. So these are some of the reasons that we need to study quaternary to understand what is what is happening in the recent, so that can be extrapolated to the past. So these are probably, I see that tomorrow Sijin is coming, so he will be talking more about isotope cycles and all. So you can see lot many nice peaks and downs here. So the peaks are showing, it's basically the oxygen isotope ratio, that it's heavier to lighter isotope ratio, which indicates cold and dry conditions. So you can see that within the last 2 million years, there has been lot many glacial interglacial cycle that has been happening. And if you see that some of them, the onset is always abrupt, then the the offset is always a gradual shift in the glacial interglacial cycles. So now let's come back to the study. How do you study? So these are some little brief introduction about the quaternary.
Now, how do you study? So when you see any landform evolution is related to climate and tectonics. So tectonic is the large movement that happens on the surface of the earth, whereas then climate, that is the external force that causes further weathering and erosion and deposition. So by looking into, if you keep aside the tectonic part, if you look along to the, if you look into the weathering, then you can see that there are lot many deposits are found in the form of various archives. So these archives nu parayumbo namukku endake avam, it could be lacustrine deposits avam, allengil fluvial deposits avam, aeolian deposits avam, glacial deposits avam. Appo nammade oru geologist inde oru midukkaanu, you go to these places and try to infer what is there to tell us from these archives. So sediments, when we talk about quaternary, it involves lot many aspects. So quaternary has become important, or it has evolved as a science only during the last 200 years or last 100 years in the last century, because the modern analytical method has largely devised during the last 100 years that was made possible to measure precisely the process involved. So if you see, there are lot many proxies that you can study about. You can look into a different depositional pattern and take any of these proxies which would tell us about the history of the earth. So here you have lake deposits are there, ocean deposits both in the coastal margin and in the deep ocean part. All that can tell us history about the quaternary process, and not all these are continuous. That's like when you think about the terrestrial archives, it is never continuous. You will not get a continuous deposition in anywhere. So what you have to do, you have to roam around, see for different such deposits and try to overlap the deposits of our interest. So to tell you few archives of our interest, so this was recently taken, I don't know, this is Salish who is doing PhD with us. Then one team from BSIP, they were taking lake core. So we have collected such cores. It is also an archive. So probably the depositional rate is very less here. So like few millimeters per annum. So you would go much deeper into the history. So but still we expect something up to the Holocene boundary. So this is basically fluvial deposits. By looking into it, you can see there are variation in texture. നമ്മൾ സെഡിമെന്റോളജിയിലൊക്കെ പഠിക്കേണ്ടല്ലോ ടെക്സ്ചറിനെ പറ്റിയിട്ട്. എന്താ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ബാക്കിലിരിക്കുന്ന BSc-കാരെ നിങ്ങളും കൂടെ കൊണ്ടുപോകണ്ടേ, അല്ലെങ്കിൽ നമ്മൾ ആകെ ബ്ലാങ്ക് ആയിരിക്കണ പോലെ ഉണ്ടല്ലോ. എന്താ, വാട്ട് യു തിങ്ക് ടെക്സ്ചർ ഇൻവോൾവ്സ്? അത് ഇവിടെ നിന്ന് പറയണ്ടല്ലോ. വെരി ഗുഡ്, പറയ്. ഇറ്റ് ഈസ് എ സ്മോൾ property. Okay, good. Then when we say texture, what it comes to your mind? എന്തായിരിക്കും? ഗ്രെയിൻ സൈസ് വരും അല്ലേ, അതിൻ്റെ ഷേപ്പ് വരും, പിന്നെന്താ വരും? ഓറിയന്റേഷൻ വരും, ദെൻ റൗണ്ട്നെസ്, സ്പെറിസിറ്റി, പിന്നെ കളർ വരുമോ? കളർ ആയിക്കോട്ടെ. ഓക്കെ, യെസ്. Anyway, so that's good actually, in the sense by looking at it you are able to distinguish there is some difference. Like the texture of my shirt is, I am wearing a striped shirt, for example. So similarly, by looking at the section, you are able to distinguish there is some depositional difference, or there is a change in depositional environment. That's what we are interested in. So from this picture you can make out textural difference, then structural difference are also there. Lot many structures are there. So lot many things nature have written there. It is our smartness to read it out. So actually that is a unique thing. നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ ഫിസിസ്റ്റ് കൂടെ ഉണ്ടാവില്ല. സോ വെൻ വി തിങ്ക്, എനിക്ക് ആരെങ്കിലും ഉണ്ടോ ഫിസിക്സ് പഠിച്ചവരാരെങ്കിലും ഉണ്ടോ അവിടെ? ആരും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, ഫിസിക്സുകാർക്ക് ഭയങ്കര ചാടയാണ്. അവർ വിചാരിക്കുമോ ഞങ്ങളാണ് വലിയ റോക്കറ്റ് സയൻസ് ചെയ്യണമെന്ന്? ആരും ഇല്ലല്ലോ അല്ലേ? അവിടെ നിന്നൊന്നും പറയായിരിക്കും. ബട്ട് ആക്ച്വലി നമ്മൾ അവരുടെ ദൈന്യത മനസ്സിലാവണമെങ്കിൽ അവരെയും കൊണ്ട് ഫീൽഡിൽ പോകണം. ഇതവിടെ നോക്കി എന്നിട്ട് ഇതിങ്ങനെ വായം പൊളിച്ച് നിൽക്കും, ഇതെന്താണ് ഇപ്പോൾ ഉള്ളതെന്ന്. Actually, geology, in that aspect, I feel myself very proud. By looking at it, we can say a whole lot of things. Then they will vaaya thornu nokki idu engane ipo idokke parayanennu. It's only by training and practice you will be able to do that. So you have a keen observation
that you see what is there in the wall in front of you, I mean in the section. Try to read out what that structures are trying to tell you. അപ്പോൾ ഞാനിത് പറയാൻ കാരണമുണ്ട്. സോ ഈ രണ്ട് പേര്, ഒരാൾ ഫിസിസ്റ്റാണ്. So he came with me last month to the field. Then we were telling all the stories like, oh, this has come like this and like this. Then he was asking, how can you say that? There is no evidence. Then I said, okay, these are the evidence that you can see. So actually this is a proud, I mean the geologist can be quite proud that you are able to tell just by looking at the section, the history can be like deduced from that. So this is again a fluvial section. It is from the Kaveri river. Actually this was quite interesting. I really liked the field because we had no previous experience going there. Just looking at the satellite image, we identified some of the paleo channel, and by guess we started going there, I mean by looking at the morphology, and we actually found these channels, and people are digging, mining sand from that. And at that point it is a quite happy moment that you are able to make out geology, I mean geomorphology. From that you are leading to a section, and you are, when you go to the field, you are actually finding that. Another part is, this is very kind of lucrative business also. So when we say it is not economically important, it is a multi-crore business rupees, in terms of business. So that way. So actually these are some archives again, so I want to show it. And this is another archive. This is Aeolian. It's a beautiful section from the coast of Tamil Nadu. You can see that it is red sands. That person who is standing there with a white cap, it's me actually. And you see it's a huge section. And this is also another physicist standing there again. So you can see different, there is our pen is kept here. There is land snails, you can see. These are rhizoliths. So just by looking at the section, you can say a whole lot of environment here. You can bring a lake there, a fluvial, fluvial channel you can bring out there. Then you can bring out the Aeolian history. Many history is hidden in that. So by looking at all these archives, it is very interesting to see. Then like നമ്മൾ പറയില്ല, വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടായിരുന്നു, ചെന്ന് കണ്ടു, ആഹാ ഇതൊക്കെ ഇത്ര വർഷം മുമ്പാണ് ഉണ്ടായത്. ലൈക്ക് ടുമോറോ യു വിൽ ഹാവ് എ സെക്ഷൻ ഓൺ ഫ്രാമിനിഫറ. ഫ്രാമിനിഫറ ഒരു ജീവി ആണല്ലോ, നമുക്കറിയാം. സോ ആക്ച്വലി നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ, ഐ മീൻ വെൻ യു ഈറ്റ് സംതിങ്, അറ്റ്ലീസ്റ്റ് ഇൻ എ മന്ത് ടൈം ദാറ്റ് വിൽ കം ടു യുവർ ശരീരത്തിൽ വരൂലേ, എന്നുവെച്ചാൽ വണ്ണൊക്കെ വയ്ക്കും. സോ വിച്ച് മീൻസ് ദാറ്റ് അവർ ബോഡി ഹാസ് എ ഫാസ്റ്റർ റെസ്പോൺസ് ടൈം ദാൻ natural systems. So similarly, the foraminifera as a being, as a proxy, its response time is different. Whatever, if it secretes some calcium carbonate from the solution, it automatically adds to its test, and it is building up test very easily. But sediments, you change the climate. By the time the climate has changed and the wind has picked up the, like let's say that it has been changed to dry condition, by the time the soil become dry, the earth surface become dry, and the wind take up the grain, then get deposited there, it probably take a few hundreds of years. So response time is different for different proxies. That's very important. So we cannot linearly equate response time of a proxy to another one. So it is different. So knowing the proxy is very important. So that is the smartness of a geologist again, because when you go to the field, you should identify which kind of proxy you are taking. Then based on the response time of the proxy, that determines the resolution of the study that you are going to take up. So this is an interesting picture that depicts the climate system response. So not immediately you find deposits, but there is always a lag. So if you see that the response time from a no heat to slightly warm water take at least about a time to get it started. So that is what we call it as its response time. So that is also the case in the natural systems. Similarly, there is different resolution as well. So when we talk about response, there is resolution also. So like for example, you wanted to do mapping of this area of MES College Ponnani, and as a whole of Central Kerala, you would use two different images. If you want to map the campus of this college, you would need a high resolution image, rather than for whole area you don't need that much high resolution. So similarly, when you undertake a study, you need to decide which proxy to use so that you will go more into the resolution part of that. So for example,
if you look into the tectonic part, it involves so many thousand years, whereas if you see on the right hand side, instrumental part or historical or tree rings, that is only having a very short memory. Like your instrumental period, maximum 100 years or 150 years, or historical part, maybe another up to 1,000 years maximum, you can say, not more than that. Tree rings could go probably a couple of thousand years. But if you want to know beyond that, you need to have other proxies. That's where the ice cores, lake sediments, coral reefs, then ocean sediments, continental and coastal sediments, etc. come to picture. So based on the purpose of the study, you need to devise different proxies. So dating, if you know this, I could skip it actually, because I see that it is a little late for you. നിങ്ങൾക്ക് അറിയോ ഡേറ്റിംഗ് മെത്തേഡൊക്കെ ഏകദേശമൊക്കെ അറിയാമല്ലേ? So I'll probably skip this because the most common dating method that we use, because the quaternary as a science evolved only after the invention of the dating methods. Because I see that a nice story about, that I'll reserve for the later. Okay, so there is this, so after the invention of the dating method only, the study of the quaternary deposits have progressed well, and many deposits that earlier deemed older turn out to be very younger in that aspect. So you have basically radioactive methods and non-radioactive dating methods. So that probably I can skip all this part. No, understanding that you probably know this. Should I, if പറയണോ അത് വേണ്ട അല്ലേ? Okay, എനിക്ക് മനസ്സിലായി. All right. Okay, but one thing I'll just explain this part alone. From this you will understand the rest of the thing. So the radiometric dating method, the very important aspect of dating method is that the system should be closed. അപ്പോൾ system should be closed എന്ന് പറയും any radiometric dating method. System should be closed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, for example cooling of the rock, പെട്രോളജിയിൽ പറയുമ്പോഴും അതല്ലെങ്കിൽ സെഡിമെന്റിന്റെ കാര്യത്തിൽ പറയുമ്പോഴും, once it is locked, there should not be any external input into the system, neither, or there should not be any leakage to the system. It should be closed. So whatever the and you know that the radionuclide dating is largely involved in the ratio of the parent to daughter isotopes. So the ratio, whatever the daughter that has been produced is coming from the parent. That is the concept that we are saying. So here, if you see, in the initial stage, you have a high amount of parent isotope. Largely, if you imagine that, or if you assume that daughter isotope level was 0, then you can largely build up. So you can see that, after one half-life, the half of the parent would decay, and the other half the other remaining half will grow in terms of daughter isotopes. Then, if you see the second cycle, the second half-life, the amount of daughter will be more relative to the parent isotope, and if you see progressively the parent isotope become reduced, and that would give, after 8 half-life, effective half-life we say, the half-life could be different for different elements. For example, radiocarbon, I think something around 5,730 years or something. So for an effective chronometer, the maximum half-life is about 8. So beyond that, you can't date any system using radiometric dating method. So that is what it is written here. So beyond that, if it is beyond 8, then it becomes noise. Then you can't date anymore. So that is the reason when somebody asks, if you date a rock, how will you, what method do you use? You should never say that radiocarbon. Because radiocarbon can be used only for a very younger deposits, and maximum dating rate up to 50,000 people say, but effective rate up to 40,000 years, not beyond that. So after, because as we said, it's about 5,800 or 700 and something. So 8 half-life means about already 40,000 it becomes. So beyond that you can't use radiocarbon. So, and radiocarbon is only mostly used for organic deposits. So these are different methods that use for dating different methods. So you can see that based on the event in question, that you can use different dating methods. Like you have rubidium and strontium. It is used for granites, petrological methods, for example. Then thorium is used for corals.
or carbon-14 is used for organic material. And the dating range is important. That's what you must look into. Useful for ages. Less than 50,000 ആണെങ്കിലാണ് നമുക്ക് റേഡിയോ കാർബൺ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. Then thorium, it's less than 400,000. Then potassium, greater than 100,000. So there is this resolution for different dating methods. So in quaternary dating, what we use, there are different dating methods. Again, the time scale is given. So you can see that the tree ring goes up to few thousand years. Lichnometry goes from few tens of years to few thousands of years. Amino acid racemization is there, uranium, thorium, luminescence dating. That is what my area of expertise. That's from 100 to let's say few hundred thousand years. Then radiocarbon dating can go up to only 50,000 years, not more than that. So the principle of radiocarbon dating, probably you know that. Then I would try to skip this. Okay, and I'll just ask you a question. What age you will get when you date a material? It's a birth age or death age or any organic material. Radiocarbon vechita. Death age. What do you think? അത് ഡീക്കേ ചെയ്യണത് അല്ലേ. സോ അതായത് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്ന സമയത്ത്, ജീവനോടെ ഇരിക്കുന്ന സമയത്ത് നമ്മളെടുക്കുന്ന ഇൻടേക്കിലെടുക്കുന്ന കാർബണിൽ ഒരു എമൗണ്ട് ഓഫ് എന്തുണ്ട്, C14 കൂടി ഉണ്ട്, റേഡിയോ ആക്റ്റീവ് 14 ഉണ്ട്. സോ ദ റേഷ്യോ ഓഫ് C14 ടു അതർ കാർബൺ ഈസ് ഓൾവേസ് ഇൻ ഇക്വിലിബ്രിയം ഇൻ അവർ ബോഡി, എനി ലിവിങ് തിങ്സ്. വൺസ് ഓർഗാനിസം എന്താണ് ഡെഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ നോ ലോങ്ങർ ഇൻപുട്ട് ഓഫ് C14. സോ ഇറ്റ് ഈസ് ഓൺലി ഡീക്കേ ഹാപ്പൻസ്, നോ അഡീഷൻ, ഡീക്കേ ഹാപ്പൻസ്. സോ ദാറ്റ് ഈസ് വെൻ ദ ഏജ് മീൻസ് ലൈക്ക് വെൻ ഇറ്റ് ആക്ച്വലി ഡൈഡ്. ഫോറൻസിക്സിലൊക്കെ അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് ഉപയോഗിക്കാനായിട്ട് കാരണം, തട്ടിപ്പോയെന്ന് അറിയാം എന്തായാലും അതായിരുന്നു. സോ ആൻഡ് ദീസ് ആർ സം പ്രൊസീജിയർ. അഗെയിൻ ഐ വുഡ് skip this. So I would just show some pictures. This is a conventional radiocarbon dating laboratory. So we were using in it is from PRL. So you actually put okay adu kanale nammade ഷെല്ലിനൊക്കെ എടുത്തിട്ട് ഒരു ബൗളിലിട്ട് ultimately the carbon dioxide is trapped into such bowls, and there are idu oru cheriya bowl ഞാൻ കാണിച്ചതേ ഉള്ളൂ. There is so many complicated tubes through which you have to open the valve and send the pristine carbon to the benzene chamber. There you will count it using beta proportional counters. It's a conventional dating method. By mistake, whenever we use this, the technicians say never open this valve. If you open this, two gas will combine and it will blast. It happened. So it is quite only a trained person would do that. I never did it. Only observe, because that's good for our health. So anyway, this is you can see that it's a large chamber where you extract carbon from the organic material. Then ultimately you count it for using some beta proportional counters. It's a time-consuming process. But the whole thing has been now automatized using AMS dating method, accelerator mass spectrometer. Totally different method. There, in the conventional method, you are using beta proportional counters, but here you are using, based on the mass of the C14, you are separating it and counting it in a accelerator mass, spectrometer. And the whole, that vial that I was showing, the tube, everything was done using this graphitizer, just one small instrument. It would completely convert the carbon into this format which is required to use in the AMS. So this is actually Indra University Acceleration Center in New Delhi, where you could all send your samples if you have anything to be measured. You can write a proposal, say that you want to do this part. They will fund, like നമ്മുടെ യാത്രയും അവിടെ പോയി താമസിച്ചത് ചെയ്യാനുള്ള fellowship they will give. So it's an open system for all Indians actually. So, and there is this next dating method, what we call it as luminescence dating. That is applicable for a range of environment. The difference between luminescence and radiocarbon dating is this: radiocarbon dating organic material മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ luminescence dating inorganic material മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. That advantage of luminescence dating is that it is using two most common minerals on the crust of the earth, quartz and feldspar. എവിടെ നോക്കിയാലും ക്വാർട്സും ഫെൽസ്പാർ ഉണ്ടാവില്ല നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ. സോ വിച്ച് മീൻസ് ദാറ്റ് ദർ ഇസ് നോ കണ്ടീഷൻ ദാറ്റ് യു കാൺട്ട് അപ്ലൈ ലുമിനസെൻസ് ഡേറ്റിംഗ്. ഇറ്റ്സ് ലിറ്റിൽ ഹൈപ്പ് ബട്ട് ഓൺ ആൻ ആവറേജ്. അപ്പോൾ ഞങ്ങൾ ഈ ലുമിനസെൻസുകാരും C14കാരും കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും ഞങ്ങളുടെ നല്ലത്, നിങ്ങളുടെ മോശമെന്ന് പറയും. അപ്പോൾ ബട്ട്
I mean, it's more or less it's good thing because C14 organic matter മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും നമുക്ക് ഓർഗാനിക് മാറ്റർ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ മണൽ എല്ലായിടത്തും ഉണ്ട്. So you can use it for any other, I mean, any all environmental condition you could use it for. And how it work out, that I will explain shortly. ഇതൊക്കെ പറയണോ? നിങ്ങൾ ശ്രദ്ധിക്കുമോ? പറയാം. ഓക്കെ, ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. ഈ സാൻഡ് ഗ്രെയിനെ നമ്മൾ ഇനി കാണുന്ന പോലെ ആവില്ല ഒരു മണലിനെ കാണേണ്ടത് കേട്ടോ. ഇറ്റ് ഈസ് ആക്ച്വലി വിത്ത് ലോട്ട് ഓഫ് റെസ്പെക്ട് ആൻഡ് റെഫറൻസ് വൺ ഷുഡ് സീ ദാറ്റ്. ബിക്കോസ് ഒരു മണലിൻ്റെ ഒരു തരി നോക്കിക്കഴിഞ്ഞാൽ സംഭവം ഇറ്റ് ഈസ് അപ്പാരൻ്റ്ലി വെരി സ്മോൾ, ബട്ട് ഇറ്റ് ക്യാൻ സ്റ്റോർ എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. സോ ഇൻ ദിസ് കേസ് ദർ ആർ ഐ ഹവ് റിട്ടൺ ഹിയർ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനി റേഡിയോമെട്രിക് ഡോസിമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും റേഡിയോ ന്യൂക്ലൈഡ് ഉള്ള സ്ഥലങ്ങളിൽ കൽപ്പാക്കം പോലെയുള്ള പ്ലാന്റിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മളോടൊരു ബാഡ്ജ് ഇടാൻ പറയും. അത് ഇടാൻ പറയണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി എത്രയും റേഡിയേഷൻ എക്സ്പോസ് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിമിലർലി അതിനാണ് നമ്മൾ ഡോസിമീറ്റർ എന്ന് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെനെവർ വി കം ഇൻ കോൺടാക്ട് വിത്ത് എ റേഡിയോ ആക്റ്റീവ് ഫീൽഡ്, this thallium iodide, I think that is what in the dosimeter generally what we put, അതിനകത്ത് ഈ ഡോസ് എല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഇവരിത് ബീറ്റ കൗണ്ടറിൽ പോയി കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും നമ്മുടെ ഹ്യൂമൻ ബോഡി എത്രയും റേഡിയേഷൻ എക്സ്പോസ്ഡ് ആയെന്നാണ്. ഇഫ് ദാറ്റ് ഈസ് ബിയോണ്ട് ദ ലിമിറ്റ്, ഇഫ് യു ആർ എക്സ്പോസ്ഡ്, then you are not allowed to stay there anymore, because then it will cause any kind of disease. അപ്പോൾ നമ്മൾ ഈ യുറേനിയം മൈനിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഈ സാധനം ഇട്ടിട്ടേ പോകാൻ പാടുള്ളൂ. കുറച്ച് സമയത്തിന് കൂടുതൽ അവിടെ നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ദോഷം. സിമിലർലി ക്വാർട്സ് എന്ന് പറയുന്ന ഈ ഗ്രെയിൻ, ഇറ്റ് ഈസ് ഓൾസോ എ ഡോസിമീറ്റർ. സോ വെൻ ക്വാർട്സ് ഗ്രെയിൻ ഈസ് എക്സ്പോസ്ഡ് ടു സർഫസ്, ഐ തിങ്ക് ഐ ഹാവ് എ നൈസ് ഡയഗ്രാം ഹിയർ. ഇറ്റ്സ് ദിസ് വൺ. സോ ഇതൊരു ടിപ്പിക്കൽ ക്രിസ്റ്റൽ ഓഫ് ക്വാർട്സ് ആണ് ആദ്യം കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ എണ്ണം പറയാം. അപ്പോൾ വെൻ ഇറ്റ് ഈസ് ഇൻ ദ റോക്ക്, ഇറ്റ് ഹാസ് നോ യൂസ് ആക്ച്വലി. വെൻ ഇറ്റ് ഈസ് ഇൻ ദ റോക്ക്, then the moment it started weathering, then erosion and transportation, it is disintegrated from the rock, then it start resetting. When it is exposed to the sun, all the charged electrons within the quartz grain, it is all decayed, it is emptied to zero level. So then that is what we have written as solar bleaching. It is exposed to sunlight for some time, then all the trapped electrons or charges within the battery കാര്യം ഓർത്താൽ മതി, കംപ്ലീറ്റ്ലി മൊബൈൽ ഡ്രെയിൻ ആയ പോലെ ഫുള്ളി ഡ്രെയിൻഡ് ആയി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മൂന്നാമത്തെ ക്വാർട്സ് ഗ്രെയിൻ ഇരിക്കണ്ടല്ലോ, അതിൻ്റെ ഇനീഷ്യൽ കർവ് തുടങ്ങുന്നിടത്തുനിന്നാണ് ദ ബറിയൽ ഹാപ്പൻസ്. ഈ ക്വാർട്സ് ഗ്രെയിന് മഴയോ, ഐ മീൻ ബൈ റണ്ണിങ് വാട്ടർ, ബൈ സാൻഡ്, ഐ മീൻ ബൈ വിൻഡ് ഓർ എനി അതർ മീൻസ്, ഇറ്റ് ഈസ് ഗെറ്റ് ട്രാൻസ്പോർട്ടഡ് ആൻഡ് ഗെറ്റ് ഡെപ്പോസിറ്റഡ് സം പ്ലേസ്. വൺസ് ഇറ്റ് ഈസ് ഡെപ്പോസിറ്റഡ് ആൻഡ് സീൽഡ് ഓഫ് ഫ്രം അതർ ലൈറ്റ് സോഴ്സ്, ലൈറ്റാണ് നമ്മുടെ ഇവിടെ സ്റ്റിമുലേറ്റിംഗ് ഏജൻറ്റ് ഓർ ഹീറ്റ്. അപ്പോൾ അത് ഇങ്ങനെ ഡെപ്പോസിഷൻ നടന്ന് അതിൻ്റെ മുകളിൽ വേറെ കുറേ മണലൊക്കെ വന്നു കഴിയുമ്പോൾ ഇറ്റ് ഈസ് sealed from any other part. So initially when it was deposited, it was drained to zero level. Now what happens is, over the time period, the energy started building up. So where do you get the energy? Like the particles, I mean the electrons are formed by the surrounding radiation. So this is what we were talking about. So if in the manninathu you have different radioactive elements, uranium, thorium, potassium okkulla different elements undu. So they produce some kind of high energy particles, ionizing radiation ഉണ്ടാക്കും. ഈ ionizing radiation നമ്മുടെ ക്വാർട്സായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ what happens is, ഈ ഇതിനകത്തുള്ള there are this valence band where it is completely stable, and when the ionizing radiation hit this quartz grain, then the trapped electrons get excited and they go, there is this forbidden gap where it requires higher energy for the electrons to go into the conduction band. So it goes to the conduction band where it stays for a while. Then after a point, when the energy is removed, then it come back. So it will not go all the way down to the valence band again, but it will trap somewhere in between the metastable state. Okay, so that is what we call it as trapped electrons, trapped charges. So what we think is that, since the best assumption for luminescence dating is that the environmental natural radioactivity remains constant throughout the burial period, and the amount of ionizing radiation that the quartz grain is exposed is also constant. So if that is the case, the amount of electron that goes to the excited state and get trapped in the metastable state also constant. So it is a fairly constant rate it is happening. So if you have some mechanism to detrap these electrons from the trap,
and count the number of electrons present, that would tell us how much time it has been under the soil. അപ്പോൾ നിങ്ങളിങ്ങനെ ഓർത്താൽ മതി, നമ്മളൊരു ബീക്കറിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാണ് ഡ്രോപ്പ് റേറ്റ് ഈസ് സംതിങ് ലൈക്ക് 1 drop per second. എൻഡ് ഓഫ് 1 hour, അല്ല 1 hour വേണ്ട, 1 minute പറയാം ഫോർ ദ കാൽക്കുലേഷൻ പർപ്പസ്. അപ്പോൾ 1 minute കഴിയുമ്പോൾ എത്ര ഡ്രോപ്പ് വെള്ളം ഉണ്ടാവും അതിനകത്ത്? 60 ഡ്രോപ്പ് ഉണ്ടാവില്ലേ? നമുക്ക് സമയം അറിഞ്ഞുകൂടാ. വാട്ട് ഈസ് നോട്ട് നോൺ ഫോർ അസ് ഇൻ ദിസ് കേസ് ഈസ് ടൈം. നിങ്ങളുടെ 60 സെക്കൻഡ് ഉള്ളൂ, 60 ഡ്രോപ്പ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം, ഡ്രോപ്പ് റേറ്റും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സമയം കണ്ടുപിടിക്കില്ല. എക്സാക്ട്ലി ദ സെയിം തിങ് വാട്ട് വി ആർ യൂസിങ്. സോ ദ ഇലക്ട്രോൺസ് ഗോയിങ് ഇൻ ടു ദ ട്രാപ്പ് ഇസ് ദ ഡ്രോപ്പ് റേറ്റ്. ആ വെള്ളം തുറന്നു വീഴുന്ന ആ റേറ്റിന് പറയുന്നത് അതാണ്. വി അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ആൻഡ് നമ്മൾ ലാബിൽ കൊണ്ടുപോയിട്ട് ക്വാഡ്സിനെടുത്ത് ഇത് ഇനിയിപ്പോൾ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഡാർക്കിൽ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. വെളിച്ചത്തിൽ നല്ല വെളിച്ചത്തിലൊന്നും എടുക്കാൻ പറ്റില്ല. സോ യു യൂസ് അതാണ് ലൈറ്റിലെടുത്ത് എന്തുണ്ടാവും? ഈ സാൻഗ്രീൻ എക്സ്പോസ് ടു ലൈറ്റ് ആൻഡ് ഓൾ ദ സിഗ്നൽസ് വിൽ ഗോ. സോ യു ഹാവ് ടു ടേക്ക് ഇറ്റ് ഡാർക്ക് കണ്ടീഷൻ. അതിന് വേറെ എളുപ്പവഴിയുണ്ട്. നമ്മളൊരു മെറ്റൽ ട്യൂബ് വെച്ച് അങ്ങോട്ട് അടിച്ചെടുക്കും, ഉള്ളിലോട്ട് ഇങ്ങനെ അടിച്ച് കയറ്റും. 2 സൈഡിലുള്ളത് കളഞ്ഞ് ചെയ്യുമ്പോൾ നടുക്കിയിരിക്കുന്നതിന് വിൽ നോട്ട് ഹാവ് എക്സ്പോസ് ടു എനി ലൈറ്റ്. ദെൻ വി ഗോ ഇൻ ടു ദ ലാബ്. ലാബ് നല്ല രസമാണ്. ഇറ്റ് ഈസ് ലൈക്ക് എന്താണ്, നമ്മളിങ്ങനെ പബ്ബിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോകണവർക്ക് അറിയാമല്ലോ, ഡാർക്ക് റൂമാണ്, നല്ല സുഖമാണ്, ഫുൾ ഇരുട്ടാണ് എപ്പോഴും. അതായത് ഒരു റെഡ് ലൈറ്റ് കണ്ടീഷനിലാണ് നമ്മൾ ഫുൾ ടൈം ത്രൂ ഔട്ട് വർക്ക് ചെയ്യണത്. അപ്പോൾ ഈ റെഡ് ലൈറ്റിലാവുമ്പോൾ ഈ വൈറ്റ് ലൈറ്റ് വരാത്തതുകൊണ്ട് റെഡ് ലൈറ്റിൻ്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ. സോ യു ഷുഡ് സീ ദാറ്റ് ഇൻ ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം റെഡ് ലൈറ്റിൻ്റെ എനർജി ലോവറാണ് വെൻ യു കമ്പയർ ടു ദ വൈറ്റ് ലൈറ്റ് ഇൻ ജനറൽ. സോ ലൈക്ക് ബ്ലൂ ലൈറ്റ് ആണ് നമ്മൾ സ്റ്റിമുലേറ്റിംഗ് ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. 1.8 ഇലക്ട്രോൺ വോൾട്ട്സ് ഉണ്ടായാലാണ് ക്വാഡ്സിലെ ഈ ട്രാപ്ഡ് ഇലക്ട്രോൺസിന് സഫീഷ്യൻ്റ് എനർജി കിട്ടി ഈ ഇലക്ട്രോൺസ് ചാടി പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതിന് കുറഞ്ഞ ഇലക്ട്രോൺ എനർജി ഉള്ള ലൈറ്റിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഓറഞ്ച് റെഡിൽ ചെയ്യണത്. സംതിങ് ലൈക്ക് 1.48 ഇലക്ട്രോൺ വാട്ട്സ് ആണ് അതിൻ്റെ എനർജി. So what I am trying to tell you is that the quartz grain that trap information which is required to tell us the time since it is buried. So okay, I think I conveyed the message, I hope. So this is what so the laboratory, we take out this grain and we kind of process it and exposed with some blue light stimulation, and we measure the amount of photons coming out of the single grain of quartz. The amount of photons, the number of photons coming out of the grain is proportional to the time of its burial. So that is what we are using. Okay, so there is something called equivalent dose. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ടോട്ടൽ എമൗണ്ട് ഓഫ് വെള്ളം, അതിൻ്റെ അടിയിലുള്ള ഡോസ് റേറ്റ്, അതാണ് നമ്മുടെ ഡ്രോപ്പ് റേറ്റ് ഞാൻ പറഞ്ഞത്. സോ ദാറ്റ് വിൽ ഗിവ് യു ദി ഏജ്. എളുപ്പമല്ല അത് സംഭവം, ക്വൈറ്റ് ഈസി തിങ്. സോ ദിസ് ഈസ് ദ മെഷീൻ. ഞാൻ വർഷത്തിൽ ഒരിക്കലേ ഇതിനെ നമ്മളിങ്ങനെ വെളിച്ചത്ത് കാണുള്ളൂ, മിക്കവാറും ഇരുട്ടത്തായിരിക്കുന്ന സംഭവമാണ്. ഇത് എപ്പോഴെങ്കിലും മാനുവൽ മെയിൻ്റനൻസിന് ലൈറ്റ് ഇടുമ്പോൾ മാത്രമാണ് ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എടുത്തൊരു അപൂർവം ഫോട്ടോ ആണ്. സോ എക്സാക്ട്ലി ദിസ് ഈസ് ദ മെഷീൻ that we use for the whole dating purpose, general dating purpose. You have a photomultiplier tube, there is a radiation source and all other things. Okay, if you are interested then we could tell more in detail, otherwise it would take time. Now the age determination process involves measuring the amount of water. ഞാൻ നേരത്തെ പറഞ്ഞ എന്തോരം വെള്ളം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് DE ഡിറ്റർമിനേഷൻ. വെള്ളം എന്നാലും പറയരുത്, എന്തോരം ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് DE ഡിറ്റർമിനേഷൻ. ഡ്രോപ്പ് റേറ്റ്, ടാപ്പിക്കോടെ എന്തോരം വെള്ളം വരുന്നതെന്നുള്ളതാണ് ഡോസ് റേറ്റ് ഡിറ്റർമിനേഷൻ. സോ ദാറ്റ് ഈസ് ദ ഡോസ് റേറ്റ്. സോ ദീസ് ടു തിങ്സ് വിൽ ബി ഡൺ ബൈ സോ മെനി ലബോറട്ടറി പ്രൊസീജിയേഴ്സ്. Some methods, I don't know, it's not so important. So like what is important is that you always stimulate at a higher wavelength and measure at a lower wavelength. That is what something important to understand. This is the mechanism inside the machine. So this is what you get out of the system. When you read out quartz grain or feldspar, whatever, any grain, both can be used as a dosimeter. So left side la red color കാണിച്ചത് ഫെൽസ്പാറും, സോറി ബ്ലൂ കളർ കാണിച്ചത് ഫെൽസ്പാറും, റെഡ് കളർ കാണിച്ചത് ക്വാർട്സ് ഓയിസിലാണ്. ഇൻ ദ കൗണ്ട്സ് പെർ സെക്കൻഡ്സ് ആണ് ഈ എക്സ് ആക്സിസിൽ കാണിച്ചേക്കുന്നത്, വൈ ആക്സിൽ കാണിച്ചേക്കുന്നത്, എക്സ് ആക്സിൽ ടൈം, എക്സ്പോഷർ ടൈം. Then this can be converted to dose rate at a later stage. So and nowadays you can precisely measure individual grains. Like you could use a whole of tens of grains ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓരോ ഗ്രെയിനെ പ്രിസൈസ്ലി മെഷർ ചെയ്യാം ബൈ യൂസിങ് ലേസേഴ്സ്. സോ ഒരെണ്ണത്തിൽ ഇപ്പോൾ 100 grains ആണ് ഉണ്ടാവുക. സോ അൾട്ടിമേറ്റ്ലി യു ഷുഡ് ബി ഗെറ്റിംഗ് 100 ages separately, if that is ideal case, but not that ideal. It will not give, maybe 10, 20 or something like that. So you could use oil dating method in different environmental conditions. So you can see that improving oil characteristic on the x-axis
ഇംപ്രൂവിങ് എൻവയോൺമെന്റൽ സ്യൂട്ടബിലിറ്റി ഓൺ ദ വൈ ആക്സിസ്. സോ ഞങ്ങൾ പറയും സൗത്ത് ഇന്ത്യൻ ക്വാഡ്സ് ഒക്കെ ഭയങ്കര ബ്രൈറ്റാന്ന് പറയും. അപ്പോൾ നമ്മൾ അവരെങ്ങനെ ചൊറിയാൻ വേണ്ടി പറയുന്നതാണ്, അല്ലെങ്കിലും സൗത്ത് ഇന്ത്യൻസ് ഒക്കെ ഭയങ്കര ബ്രൈറ്റാന്ന് പറയും. Obviously, the reason for that is the grains are highly sensitized because we have multiple cycles of weathering and erosion or like burial and transportation. So the more it get transported and buried, the more the grain gets sensitized. It is a unique property of the dosimeter, quartzന്റെ ആയാലും ഫെൽസ്പാറിന്റെ ആയാലും. That has its own implication. ഞാൻ ലാസ്റ്റ് സ്ലൈഡിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, അതുകൊണ്ടുള്ള ബെനിഫിറ്റും ഉണ്ട്. That I will tell you later. So these are the some environmental conditions where you can easily apply this. Okay, now I will go quickly to the study area. എന്തുകൊണ്ടാണ് ഞാൻ ക്വാട്ടർണറി ഡെപ്പോസിറ്റ്സ് പഠിക്കാൻ കാരണം? ഇപ്പോൾ വെറ്റ്ലാൻഡ്സിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ പറയണ്ട, നമ്മുടെ തൊട്ടുപുറത്ത് ഒരു വെറ്റ്ലാൻഡ് കിടക്കണ്ടല്ലോ. ഏതാണ് ഇവിടെ അടുത്തുള്ള വെറ്റ്ലാൻഡ്? നിങ്ങളുടെ മുറ്റത്ത് കിടക്കുന്ന ഒരു വെറ്റ്ലാൻഡ് ഇല്ലേ? ബിയങ്കായലുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ ഇറ്റ്സ് സിമിലർ. സോ ദീസ് ആക്ച്വലി അത് കുറേ ഫംഗ്ഷനൊക്കെ ചെയ്യേണ്ടിട്ടാ. യു ഷുഡ് റീഡ് ഇറ്റ്. ഓക്കെ, സോ നമ്മുടെ കേരളത്തിൽ നോക്കാം, സദേൺ പാർട്ട്, മോർ ഓഫ് സെൻട്രൽ ടു സദേൺ പാർട്ടാണ് ഐ ഫോക്കസ്ഡ്. So you have whole of the central Kerala, there is a huge thick sediments of quaternary interest that has been deposited. So what I'll be showing some results from the Vembanad coal wetland. നമ്മുടെ പത്മലാൽ സാറിൻ്റെ ടീം, സെസ്സിലുള്ള സന്തോഷ് സാറിൻ്റെ ഗൈഡാണ്. സാറുണ്ട് അവിടെ ഇല്ലല്ലോ. സാറിൻ്റെ ടീം കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്വാട്ടർണറിയിൽ. ഐ തിങ്ക് ദാറ്റ് ഈസ് എ വെരി കമൻഡബിൾ ജോബ് ആൻഡ് സാർ ഹാസ് ഓൾസോ ബീൻ ഇൻവോൾവ് ഇൻ ദാറ്റ്. So if you see that we are talking about South Kerala sedimentary basin from Ponnani to Kollam region, which shows maximum thickness of quaternary deposit. You have a characteristic of the coastline is straight. There is no conclusive evidence about the tectonics involved in this area, at least during the last few thousands of years. So it is a low to moderate seismic zone. Tidal range is low, microtidal regime. You have high annual rainfall. So these are some part of the study area where you can see that large number of beach ridges are seen and intervene with a lot many wetlands. So this is a basic geomorphology map of the area. Okay, so what we are looking into is that my interest was to identify the past sea level changes. ഈ ലാസ്റ്റ് ഫ്യൂ തൗസൻഡ് ഇയേഴ്സിൽ എത്ര തവണ സീ ലെവൽ മുകളിലോട്ടും താഴോട്ടും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കണത്. സോ ഇഫ് യു ടിപ്പിക്കലി ഗോ ടു ബീച്ചിൽ പോയണ്ടല്ലേ, നമ്മുടെ മുറ്റത്ത് തന്നെ ബീച്ചുള്ളപ്പോൾ നമ്മൾ കാണണ്ടാവും. സോ വാട്ട് ഓൾ യു സീ, എന്തൊക്കെ കാണാൻ പറ്റും ബീച്ചിൽ പോയി കഴിഞ്ഞാൽ അപ്പാർട്ട് ഫ്രം ദ ആൾക്കാർ നടക്കുന്നത് ഒഴിച്ച്? ജിയോളജി. ഞാനിപ്പോൾ അത് ചോദിച്ചാൽ പറയും ഇങ്ങനെ ആൾക്കാർ കാണാം, അവിടെ ഇരിക്കുന്ന കാണാമെന്നൊക്കെ പറയും. അത് വേണ്ട. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഒരു സെക്ഷൻ എടുത്ത് നോക്കിയുണ്ടോ ബീച്ചിൻ്റെ? ഇങ്ങനെ ഒരു കുഴി എടുത്ത് നോക്കിയിട്ടില്ലെങ്കിൽ നോക്കണം. സോ ജിയോളജിസ്റ്റ് വി ഷുഡ് സ്റ്റാർട്ട് ഒബ്സർവിങ് അവർ ഓൺ ബാക്ക് യാർഡ് അല്ലേ? നമ്മളത് ചെയ്യണം. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത തവണ ബീച്ചിൽ പോയിരിക്കുമ്പോൾ ബാക്കിയുള്ളവരും കളിക്കുന്ന സമയത്ത് നിങ്ങളൊരു കുഴി എടുത്ത് നോക്കുക. കോസ്റ്റിന് പാരലായിട്ട് യു വിൽ സി ബ്യൂട്ടിഫുൾ സ്ട്രക്ചേഴ്സ്. ആക്ച്വലി ഏറ്റവും മുകളിലത്തെ പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല, ചിലപ്പോൾ മാസീവായിരിക്കും, വെരി വെൽ സോർട്ടഡ് ആയിരിക്കും, ഒരേപോലെയുള്ള ഗ്രെയിൻസ്. ഒരു പിടി മണലെടുത്ത് എല്ലാം ഒരേപോലെ ഉണ്ടാവും സൈസിൽ. അപ്പോൾ അതെന്ത് ഡെപ്പോസിറ്റഡ് ആയിരിക്കും? ഡെപ്പോസിഷൻ ഏജന്റ് ഏതാണെന്ന് ഞാൻ ചോദിക്കുന്നത്. വിൻഡായിരിക്കും ഏറ്റവും മുകളിൽ കാണുന്നത്. ബാക്ക് ഷോർ റീജിയനിൽ നിയർലി മോസ്റ്റ്ലി വിൻഡായിരിക്കും ബാക്ക് ഷോർ റീജിയനിലോ അല്ലെങ്കിൽ ബീച്ചിൽ നമ്മൾ ബീച്ചിൽ പോയിട്ട് സ്ഥലത്തും ഇരിക്കില്ലേ, അതിനെന്താ വിളിക്കുക മോർഫോളജിക്കലി? ജിയോമോർഫോളജിക്കലി നമ്മൾ അതിനെന്താ വിളിക്കുക? ബേം എന്ന് വിളിക്കില്ല. ബേം എന്താണ്? എന്ത് ഡെപ്പോസിറ്റഡ് ഫീച്ചറാണ് ബേം? ഇറ്റ്സ് എ വേവ് ഡെപ്പോസിറ്റഡ് ഫീച്ചർ. അതിൻ്റെ മേലെയാണ് ഡ്യൂൺ വരുന്നത്. ഇറ്റ്സ് എ വിൻഡ് ഡെപ്പോസിറ്റഡ് ഫീച്ചർ. സോ ആൻഡ് ഓൺ ഷോർ ഡെപ്പോസിറ്റ്സ് യു ഹാവ് ഫോർ ഷോർ ആൻഡ് ഷോർ ഫേസ് ഡെപ്പോസിറ്റ്സ്. ദർ ആർ ഡിഫറെൻറ്റ് ഫേഷീസ്. സോ വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു ഇസ് ദാറ്റ് if you are able to identify the wave deposited feature from a wind deposited feature, logically you can make out that the wave deposited feature is deposited by the sea and wind deposited feature is deposited by the wind. So if in the inland you are able to make the boundary between these two, you can say that definitely sea must have come to that level, if at all not beyond that or not below that. Maximum flooding surface of the waves are up to that wave deposited surface, isn't it?
So you can make such assumptions from this figure. So you have fault dunes are there, then berms are there, then you have a subtidal deposit. Subtidal deposits എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ടൈഡിൻ്റെയും ഹൈ ടൈഡിൻ്റെയും ഇടയിലുള്ളത് ഹയസ്റ്റ് വാട്ടർ ലെവലിൻ്റെയും അത് ഇന്റർടൈഡൽ ഡെപ്പോസിറ്റ്. സബ് ടൈഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവസ്റ്റ് ടൈഡിലും മീൻ ടൈഡിൻ്റെയും ലോവസ്റ്റ് ടൈഡിൻ്റെ ഇടയിലുള്ള ഏരിയ. സോ ദീസ് ഏരിയ ആൻഡ് ഈച്ച് ഡെപ്പോസിറ്റ്സ് ഹാവ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് based on, I mean, both in case of structure and texture. We are looking into that aspect. So there are, if you see any part of the coastline, നമ്മുടെ പൊന്നാനിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം 3 distinct sequence of beach ridges ഉണ്ടാവാൻ പറ്റും. So each ridge characteristic of a time period. ഇപ്പോൾ ഇവിടെ ആറ്റത്തോരനുണ്ട്, ഞാൻ പറഞ്ഞ, I mean, there is one, then in between one, then the coastal part. So progressively it is getting younger and younger. So you can see at least 3 and there is this elevation profile also shows that there is a distinct change in the elevation. So we have gone to the sedimentary structures and the texture aspect. We have identified there is a boundary between the wave deposit to the aeolian deposit, and I have dated that, and it is coming about 3.2 thousand years, which is 3,200 years. And if you see, I have shown schematic there. You have the berm deposits. Above that you have at least 3 sequences of dune deposit. And I have identified, or we have identified, the berm to aeolian transition at different places over the time. So which means that the sea has progressed over the time from 4,000 years to 4,400 years to 3,200 years, and it is further 1,500 years to the coastal part. So gradually the sea started proceeding to the coast. And similarly here also I have shown the transition between aeolian to wave deposits, where the transition happens at about 1,500 years. And these deposits are quite interesting in the lower part. It is a shore face facies where you can see നമ്മൾ ഹംമോക്കി ക്രോസ് സ്ട്രാറ്റിഫിക്കേഷൻ ഒക്കെ കേട്ടിട്ടുണ്ടോ? അത് എവിടെ ഉണ്ടാവുക? എവിടെ ഉണ്ടാവുക? At the base of the fair weather condition. Fair weather എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോം വെതർ കണ്ടീഷനാണ് ഹയസ്റ്റ് ഹൈ ടൈഡ് ഒക്കെ ഉണ്ടാവുന്ന സമയം. ഫെയർ വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് എവിടം വരെയാണോ വേവ് വരുന്നത് അതിൻ്റെ താഴെയായിരിക്കും നമ്മുടെ ഹമോക്കി ക്രോസ് സ്ട്രാറ്റിഫിക്കേഷൻ കാണുന്നത്. ഡെഫിനറ്റ്ലി ദാറ്റ് ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് എ ഷോർ ഫേസ് ഫേഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷാലോ ഡെപ്ത് കണ്ടീഷനിലാണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുകയെന്ന്. ഇമാജിൻ ദാറ്റ് ഇഫ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ പ്രസന്റ് ഡേ ഇൻലാൻഡ് ആണെങ്കിൽ യു ക്യാൻ അസ്യൂം ദാറ്റ് സീ വാസ് ദർ അറ്റ് ദാറ്റ് ടൈം. So this is happening, I mean, this is occurring about 3 kilometers inland now, and you have such Hamoki cross stratification found in the structure, then you can assume that, or you can say that this was part of the sea at a time. The coast was here once upon a time. And this is again another beach ridge deposit. The age, I mean, so far I didn't give much thrust to the timing. So here if you see that, we have started from late Holocene, that 1,500 for the youngermost coastal part, and this is more into the inland. It is going all the way up to early Holocene, so 9,000 years. So at least from these ages you can see that the coastal part of the Kerala has progressed from 9,000 years to 1,500 years, and we will be able to understand where the coastline was at particular period of time. So that is the understanding that we have made out of these archives. So again the transgression, the boundary between the wave deposit and aeolian deposits. And another aspect that we have studied was the inland wetlands, that is beyond the 3 sequence of beach ridges there is a wetland occurring now. It is about 15 kilometers inland now, but we have taken samples from Muriad wetland, and this is the stratigraphy, and there is a 1 meter thick peat. And we have studied the peat deposit, the age of which is coming about 8,000 to 7,500 years. There are so many radiocarbon ages, I think about 8 are there. And there is a luminescence age also below the radiocarbon age. And we have many logs that you see that such a large tree logs are found from the fluvial sediments from the wetlands. This is the peat sequence. And this is a peat accumulation rate. I mean, for a peat to accumulate in an area, there should be constant supply of organic material happening in that, which means that at least from 3,700 to 7,800 to 7,300 years, that time period, the coast was stable and there was a lot of mangroves flourishing in that area,
and that area was, the sea was more or less stable during that period. Okay, so we have looked into the palynology of the peat, and we have identified that over 90% of the peat pollens were from Rhizophoracea, that is a mangrove pollen, which implies that this area was under the marine influence during that period. So at present it is about 15 kilometer inland and completely freshwater condition, but the evidences shows that it was under the sea or under the influence of coast once upon a time. So, and we got when it was that is what we got from the age. നമ്മൾ radiocarbon dating OSL dating വഴി ഇത് എപ്പോഴാണ് അവിടെ ഈ ഡെപ്പോസിഷൻ നടന്നതെന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. So you are able to reconstruct the history of this area. And another interesting thing is the type of vegetation. So as of now we don't find so many wet evergreen forests in that area, but in the past you can see a high proportion of wet evergreen forest in that plants in that area, or trees, large trees in that area, which means that there has been a drastic shift from the vegetation pattern that we see present and that was in the past. There is a change. And these are some pollens that we found in the peat. And you can see when you go to the sedimentaries in the inland, there are the trees are buried in situ that you can see in the strait or in the fluvial sequence as a tree logs. Both way you can find. So the age shows that area, the tree was removed from life position at least since last 7,000 years, 6,880 during that period. So all these point out to a marginally high forest in this area in the past. So that was a totally different environmental condition that was in the past. Again, this was a tree logs that was buried in the fluvial sequence, and the fluvial sequence itself was dated about 5,000 years. So which means that the tree log was incorporated into the fluvial sequence at a later stage. And another sections, we have made some more sections, and you see that there is a hiatus between Pleistocene fluvial deposit and a Holocene coastal deposit. So there is a hiatus. I don't know if you could make it out. The last deposit here that happened, that is 4, the sample number 4, was formed at an age of 44,000 years, and there is a basal gravel section, and above that you have 7,000 years. So then there is a exposure in that. So earlier I had mentioned the cycles of sea level changes, or rather in the quaternary period you have glacial interglacial cycles. So why I wanted to show that, that time I did not mention that. Imagine during the last glacial maximum that was happened something about 18,000 to 22,000 years. That time sea level was much lower. How much lower? Anybody have any guess? എത്ര മീറ്റർ ലോവർ ആയിരുന്നുണ്ടാവും ലാസ്റ്റ് ഗ്ലേഷ്യൽ മാക്സിമത്തിൽ സീ ലെവൽ? About 100. Very nice guess. 120 meter അല്ലേ? About 120 meter below present level ആയിരുന്നു സീയുടെ ലെവല്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഈ കേരളം എന്ത് വലുതായിരുന്നുണ്ടാവില്ലേ? ലിറ്ററലി പൊന്നാനിയൊക്കെ ഭയങ്കര വലുതായിരുന്നുണ്ടാവും. വി വിൽ ബി മച്ച് മോർ ഇൻ ടു ദ ഇൻലാൻഡ്. ഒന്ന് ആലോചിക്കും, സീ ലെവൽ 120 മീറ്റർ താഴെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ശ്രീലങ്കയും ഇന്ത്യയൊക്കെ കണക്റ്റഡ് ആണ്. Many other parts may be connected. I don't know that. But India, certainly it would have been much bigger, isn't it? So what happens geomorphologically when such a sea level goes down? എന്താ സംഭവിക്കുക? റിവറിന്റെ എന്ത് താഴെ പോവും? ബേസ് ലെവൽ താഴെ പോകില്ലേ? ബേസ് ലെവൽ താഴെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രഡേഷൻ അല്ലെങ്കിൽ it will aggrade more into the sedimentaries. So which means that would create a erosional surface, isn't it? It can remove, like when the river goes further down cut, it can remove the sediments in the upper part, isn't it? So it will remove. So the hiatus here that we see may imply that this was happened during a last glacial maximum. And you have the younger sedimentaries deposit at the upper part only after Holocene, since 7,000 years. What happened during the Holocene period? എന്താ സംഭവിച്ചത്? ഹോളോസീൻ പീരീഡിൽ എന്താ സംഭവിച്ചത്? സീ ലെവൽ മുകളിലോട്ട് വന്നു. ഞാൻ പറഞ്ഞില്ലേ 15 കിലോമീറ്റർ ഇൻലാൻഡ് കടലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സീ ലെവൽ മുകളിലോട്ട് വന്നു. സീ ലെവൽ മുകളിലോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ ജിയോളജിക്കൽ മാപ്പിൻ്റെ ഹിസ്റ്ററി ഒന്ന് എഴുതിയില്ലേ? ഞങ്ങളാണ് പിന്നോട്ട് നിൽക്കട്ടെ. ക്രൈസ്റ്റിൽ സാധാരണ മാപ്പ് ചെയ്യുന്നത് ലാസ്റ്റാണ്. ഇവിടെ 10-60 എണ്ണമൊക്കെ ആദ്യമേ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ജിയോളജിക്കൽ ഹിസ്റ്ററി എഴുതുന്നത് നിങ്ങൾ എഴുതണില്ലേ? അതിലെഴുതണ കാര്യം എന്താണ്?
സീ ലെവൽ താഴെ പോയി, കുറേ സെഡിമെന്റ് ഡെപ്പോസിറ്റ് ചെയ്തു, പിന്നെ സീ ലെവൽ, പിന്നെ എന്താണ് ഈ ഏരിയ മൊത്തം അപ്ലിഫ്റ്റ് ചെയ്തു, ഫോൾട്ട് ചെയ്തു, കഥയൊക്കെ എഴുതണല്ലേ? ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെയും പറയണേ. ഇറ്റ്സ് എക്സാക്ട്ലി ദ സെയിം തിങ്. സോ വെൻ ദ സീ ലെവൽ കെയിം അപ്പ്, യു ഗെറ്റ്, അവിടെ നമ്മൾ കഥ എഴുതണതല്ലാട്ടോ, അത് ആക്ച്വലി ദാറ്റ് ഈസ് ഹാപ്പനിങ്. ഐ എം ഗെറ്റിംഗ് എവിഡൻസസ് ഹിയർ. So this Holocene sedimentary deposit at a later stage when the condition become conducive for the deposition of sedimentaries. എങ്ങനെയാണ് കണ്ടീഷൻ കണ്ടൂസീവ് ആവുക? ഈ ബേസ് ലെവൽ മുകളിലോട്ട് കൊണ്ടുവരണം. ബേസ് ലെവലിന്റെ താഴേക്ക് റിവറിനോ ഒരു ഏജൻസിക്കും കട്ട് ചെയ്യാൻ പറ്റില്ല. സോ ദർ വിൽ ബി എ ഹ്യൂജ് അക്കോമഡേഷൻ സ്പേസ്. ദെൻ യു വിൽ ഹാവ് ലോട്ട് ഓഫ് സെഡിമെന്റ്സ് depositing in that area. So that is what happening in this. Again, there is a similar hat is found here also. 40,000, 44,000. The upper part you have about 10,000 years. And interestingly, there is this heterolithic stratification. It is typically found in intertidal deposits. ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ there is I'll bring a lot of controversy. So I'll say കുറച്ച് പതുക്കെ പറയാമെന്ന് പറയും നമ്മളല്ലേ. അതായത് ഗ്ലോബലി MES 3 എന്ന് പറയുന്നത് 29,000 തൊട്ട് 60,000 ഇയേഴ്സ് ആ ഒരു പീരീഡിൽ മറൈൻ ഐസോടോപ്പ് സ്റ്റേജ് 3 ആ സമയത്ത് സീ ലെവൽ വാസ് അബൌട്ട് 60 മീറ്റർ ബിലോ പ്രസന്റ് ലെവൽ. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയ ഏജ് ഒക്കെ 40,000 ആണല്ലേ. ആൻഡ് ഐ ആം ഗെറ്റിംഗ് അറ്റ് അബൌട്ട് 4 to 5 മീറ്റർ ഡെപ്തിൽ ഈ സെഡിമെന്ററി ഡെപ്പോസിറ്റ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. So which implies that either during that period the sea level was not synchronous all over the world. Some part was responding differently. So that you have a shallow intertidal deposit that happened during this period. Or else the whole deposit was happening at a lower level and the thing got uplifted. So it may imply that there was some tectonic changes happening in the coastal part. So in both cases this is of important understanding. You can see the mangrove root ഒക്കെ ഇതിനകത്ത് കാണാം, അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ റൂട്ട്സിന്റെ പെനിട്രേഷൻ സ്ട്രക്ചേഴ്സ് ഒക്കെ you can see that. സെഡിമെന്റോളജിയിൽ നമ്മൾ ഹെറ്ററോലിത്തിക് സ്ട്രാറ്റിഫിക്കേഷൻ പഠിച്ചിട്ടില്ലേ? ഏതൊക്കെയാണ്? ഡ്രേപ്സ് ഓഫ് മഡ് ഇൻ സാൻഡ് ഇല്ലേ, പഠിച്ചിട്ടില്ലേ? വേവി ബെഡിങ്, ലെൻറ്റിക്കുലാർ ബെഡിങ്, 3 തരം. സോ അതിലൊരെണ്ണമാണ് ഈ ലെൻറ്റിക്കുലാർ ബെഡിങ് കിട്ടാം. ഓക്കെ. സിമിലർലി യു ഹാവ് ദിസ്, ഐ തിങ്ക് ഇറ്റ്സ് ഓൾറെഡി ബീൻ ഡിസ്കസ്ഡ്. സോ ദിസ് ഈസ് ഹൗ യു ടേക്ക് സാമ്പിൾസ്. നമ്മൾ ആനയുടെ പുറത്തിരിക്കണ പോലെ യു ക്യാൻ ഹയർ എ മെക്കാനിക്കൽ ആന ആൻഡ് ഗെറ്റ് തിങ്സ് ഡൺ. സോ വാട്ട് ഈസ് ഇൻട്രസ്റ്റിംഗ് ഈസ് ദാറ്റ് there are lot of fossil shells in the sedimentaries. These are all fossils that we got present day inland. നമ്മൾ എടുക്കുമ്പോൾ അപ്പോൾ imagine that one of my PhD student Shaima is working on this. What she did was like we have collected as many shells as possible and try to segregate based on the sedimentary facies. ഇത് ഓരോ ജീവി ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ആൾക്കാരനെ കുറേ ആൾക്കാർ ഒരു മിക്സ്ഡ് പോപ്പുലേഷനെ കൊണ്ട് നിർത്തിയിട്ട് പൊക്കം കുറഞ്ഞ് ഇങ്ങനെ പരന്നും അങ്ങനെ പറയാൻ പാടില്ല, ഇറ്റ്സ് നോട്ട് ഗുഡ്. ഒരു ചൈനീസ് ഒറിജിനും ഒരു ഇന്ത്യൻ ഒറിജിനും ഒരു യൂറോപ്യൻ ഒറിജിനൊക്കെ കണ്ടാൽ നമ്മൾ പറയില്ല ഇയാൾ ചൈന എന്നാണ്, ഇയാൾ യു ആർ ഏബിൾ ടു മേക്ക് ഔട്ട്. ദാറ്റ് ഈസ് ദി എൻവയോൺമെന്റൽ കണ്ടീഷൻ ദാറ്റ് എക്സേർട്സ് എ pressure on that person that exhibited on the species. Similarly, you try to segregate all these shells into different groups and try to understand the facies of that. So we have come up with 3 facies. One is marginal marine, then pure marine and shallow marine. So all these okay, and these are the ages involved. All the shells are of either greater than 40,000 years. ഇത് റേഡിയോ കാർബൺ ഏജ് ആണ്, അപ്പോൾ 40,000 മേലെ പോകാൻ പറ്റില്ല, മാക്സിമം ഏജ് ആണ്. Then you have younger ages also, about Holocene ages, that is mid Holocene, 6,000 to 7,000 years. Late Holocene also is there. So all these shells are characterized into 3 different groups, facies, that is marginal marine or estuarine, shallow marine or estuarine, these 3 conditions. And with the predominance of certain facies and with the age, you can be sure that this deposition happened at that particular environment, and that time it was either marine, marginal marine or estuarine. That you can make out. So that way we have identified different areas along the coast, and it happened either greater than 40,000 years or in the Holocene period, middle Holocene period. And this is the evolution model. This is how it was during the Holocene part, how it evolved. So present day, that is how it is. During 4,000 years, it was like disconnected small lagoons. Then there was this beach ridges formed. So in the past, about early Holocene period, it was all kind of a large embayment, and there was some small beach ridges were there. Then the beach ridges started aggrading. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും അഗ്രഡേഷൻ പാർട്ടൊക്കെ എന്താണ്.
കഴിഞ്ഞ തവണ ഫ്ലഡ് ഉണ്ടായപ്പോൾ പൊന്നാനിക്ക് ദർ വാസ് എ ലാർജ് സ്പിറ്റ് ഗ്രൗണ്ട്. ഇമാജിൻ അബൌട്ട് എ കിലോമീറ്റർ അല്ലേ, ഒരു കൊല്ലത്തിൽ ഒരു മൺസൂണിൻ്റെ ഒരു ഇൻഫ്ലക്സിൽ ഇത്ര എമൗണ്ട് ഓഫ് സെഡിമെന്റ് ഡെപ്പോസിഷൻ നടക്കാന്നുണ്ടെങ്കിൽ ഓവർ ദ 1000 of years ദിസ് ഈസ് നോട്ട് ഇമ്പോസിബിൾ, isn't it? So you try to correlate with what is happening around you, in front of your eyes, and try to take inferences from that events to the past. അവിടെയാണ് നമ്മൾ we are applying the present is the key to the past. Okay. So this is a evolution model that we have brought out of this. This is how is from the Kumaran et al. In 2014. His whole of the central cost he has given such evolution model. Okay. So this is about the quaternary deposits of central Kerala. ഞാൻ ലാസ്റ്റ് പറഞ്ഞല്ലേ, ഇനീഷ്യലി വി were saying recent trends in quaternary. അപ്പോൾ അതിനോട് ഇത്തിരിയെങ്കിലും ഒരു നീതി പുലർത്താൻ വേണ്ടി ഞാൻ 2 സ്ലൈഡ് വെച്ചിട്ടുണ്ട്. So what we use is that luminescence as a sediment tracer for provenance studies. Normally we use heavy minerals as a provenance indicator, but here we are using luminescence as a tracer tool to identify the provenance. So if you see that, and the probably next slide is more little clear, there are 3 distinct lithological units. അപ്പോൾ റെഡ് കൊടുത്തതുണ്ട്, green, blue, and imagine that it all has a distinct mineralogy or rock characteristics. The sediment evolving out of these 3 distinct units will have different mineralogy, isn't it? Like സാറിന് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ടോ, the quartz that is coming from a metamorphic rock will have a different property than a quartz coming from a igneous rock in terms of sensitivity. So we are looking at this as a luminescence or a quaternary geologist. We are interested only in the quartz, but the history from where exactly the quartz grain is coming is important. Maybe it will have some impurities. So quartz as such, if it is a pure quartz, there is no scope of electrons trapped in, because then the forbidden gap is very intact and nothing can be trapped in between. But there are always point defects or impurities present within the quartz. The impurities are actually inherent property of the mineral from where it is derived, whether it is of igneous origin or metamorphic origin, that gives more sensitivity. So you get different characteristics for the mineral that derive from different litho units. Based on the characteristics, you are able to identify which like for example, if the red unit dominates, you can say that the sediment is largely coming from red unit. If the green unit dominates, you can say that the sediment is largely from the green unit or blue unit. So like that, you can essentially say that what is the provenance. So in order to study the provenance, we are using luminescence dating. So I'll just say one more incident about the last field work we involved. So the study was about recently Professor Ramaswamy, he had said that by looking at the remote sensing evidences, he has mentioned that once upon a time, Kaveri River and Palar was originally flowing together. എനിക്കറിയില്ല ജിയോഗ്രഫിക്കലി നിങ്ങൾക്കത് മേക്കൗട്ട് ചെയ്യാൻ പറ്റുന്നു. കാവേരി ഇരിക്കണത് സാറ് കാണിച്ച പാലക്കാട് കാവേരി ഷിയർ സോണിനോട് ചേർന്ന് അങ്ങനെ ഒരു ഒരു ബ്ലൂ ലയൻ പോണ്ടായിരുന്നു, അതാണ് കാവേരി. ഇനി അതിൻ്റെ ഇടയിൽ ഒരു പൊന്നിയാറുണ്ട്, അതിൻ്റെ മുകളിലാണ് പാലാർ ഇരിക്കുന്നത്. സോ വിച്ച് മീൻസ് ദാറ്റ് ദർ ഈസ് എ 3 drainage divide in between. We actually literally traversed along the drainage divide, literally measuring the elevation and change in flow direction, and nowhere the river is crossing from one drainage divide to other drainage divide. It is not possible because there is a high elevation ridge in between. So then how could he say that? I mean, I am publicly refuting his claim. It is not up to the stage now, but we are in the still in the hypothesis stage. But what I am trying to tell you is that remote sensing point of view, you can connect 2 rivers easily. There are many paleo channels, but there are these missing links which shows that there was a drainage divide, and one paleo channel or the first order stream is going to the north and another one is coming to the south. So what we did is we have taken these sediment samples from all the tributaries where the 2 quartz grain എടുത്തിട്ട് hydrofluoric acid ൽ ചെയ്യും. അപ്പോൾ ചെയ്യും, അതായത് വെറുതെ ഹൈഡ്രോഫ്ലൂറിക് ആസിഡിൽ മുക്കി വയ്ക്കും. ഹൈഡ്രോഫ്ലൂറിക് ആസിഡിന്റെ പ്രത്യേകത അത് സിലിക്കേനെ റിമൂവ് ചെയ്യണതാണ്. അപ്പോൾ ഈ ഒരു about an hour, if you put it into 40% hydrochloric acid, it will remove 20 microns of its outer rind. So which means that alpha irradiated particles is completely gone. Then what you have is only beta and gamma. So we use this particular grain size so that you can rule out the alpha and only beta and gamma can be used. But if some cases you can't always say that എനിക്ക് ഇത്രയും ഗ്രെയിൻ കിട്ടിയാലേ ചെയ്യുള്ളൂ, നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫൈൻ ഗ്രെയിൻ ഉണ്ടാവുള്ളൂ. Then there is something called polymineral fine grain. ഫൈൻ ഗ്രെയിൻ വെച്ചിട്ട് ചെയ്യും.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വി വിൽ ഐഡന്റിഫൈ ദ ആൽഫ എഫിഷ്യൻസി ഓൾസോ. ആൽഫ ഡോസ് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യും. ആൽഫ ബീറ്റ ഗാമ മൂന്നിനും ക്ലബ് ചെയ്തിട്ട് ഡോസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ സൈസ്. യാ, എനി അതർ ക്വസ്റ്റ്യൻ, കമന്റ്സ്, ക്യൂരിയോസിറ്റി, എനിത്തിങ് യു ക്യാൻ ഷെയർ? ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നിയില്ലേ? ക്വാട്ടർണറി ഇറ്റ്സ് നോട്ട് ഐ മീൻ തോന്നിയെന്ന് എന്നോട് പറഞ്ഞാലും കുഴപ്പമില്ല, ബട്ട് ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി വെൻ യു ഗോ ടു ദ ഫീൽഡ്. ലിറ്റിൽ ഹാർഡ്, നോട്ട് ആസ് ഹാർഡ് ആസ് പെട്രോളജിസ്റ്റ് സേ, ബട്ട് സ്റ്റിൽ ഹാർഡ്, യെസ്, ഇൻ ദ സെൻസ് ഫൈൻഡിങ്. The grain size. Core sampling is important. No. Core is lesser. Actually, ഈ ഇതിൽ കാണിച്ചിരുന്ന കോറ് ചെറുതാണ് അല്ലേ? ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഇസ് എ പിസ്റ്റൺ കോറർ. അത് അത്രേ പോകാൻ പറ്റുള്ളൂ. നമുക്ക് വലുത് കിട്ടിയ അത്ര നല്ലതാണ്. ഇറ്റ്സ് ആസ് ബിഗർ ഇസ് ബെറ്റർ ആക്ച്വലി. ബിഗർ കോർ ഈസ് മോർ എക്സ്പെൻസീവ്. സോ ദാറ്റ് ഈസ് വൈ വി ആർ യൂസിങ് ഇറ്റ്. ദിസ് വൺ ഇസ് മച്ച് ചീപ്പർ ഇൻ ദാറ്റ് സെൻസ്. ആരോ ചോദിക്കണ്ടല്ലോ? യു ക്യാൻ ആസ്ക് മീ ആക്ച്വലി. എന്നോട് ചോദിച്ചോളൂ. എന്താണ് പറഞ്ഞു? ചെറുതായാലും വലുതായാലും ചോദിച്ചോട്ടോ, സമയം പോയിന്ന് അറിയാം, അതുകൊണ്ടാണ് ഞാൻ വല്ലാണ്ട് പുഷ് ചെയ്യാത്ത. യു ക്യാൻ ആസ്ക് മീ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ചോദിച്ചോളൂ. ഓക്കെ, സോ യെസ്, ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഈ സെൻസിറ്റിവിറ്റിയുടെ ഒരു ബെനിഫിറ്റ് പറഞ്ഞത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ മെറ്റമോർഫിക്കിൽ സെഡിമെന്ററി പ്രോട്ടോലിത്ത് ഉണ്ടാവും, ഇഗ്നിയസ് പ്രോട്ടോലിത്ത് ഉണ്ടാവും, മെറ്റമോർഫിക് പ്രോട്ടോലിത്ത് ഫോർ എക്സാമ്പിൾ. സോ ഈച്ച് റോക്ക് ഹാസ് ഗോൺ ത്രൂ ഡിഫറെന്റ് സൈക്കിൾസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻ. ഇപ്പോൾ സെൻസിറ്റിവിറ്റി ആസ് സച്ച് ഞാൻ പറയാം. ഇപ്പോൾ ഒരു ക്വാർട്സ് ഗ്രെയിൻ എടുത്തിട്ട് നമ്മൾ ലാബിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ഗ്രെയിൻ എടുത്ത് കൊണ്ടുവന്ന് ആ മെഷീൻ നേരത്തെ കാണിച്ചല്ലോ അതിന്റെ ഉള്ളിൽ വെച്ച് ഇറാഡിയേറ്റ് ചെയ്യും. അതായത് ആർട്ടിഫിഷ്യൽ ബീറ്റ റേഡിയേഷൻ കൊടുക്കും നമ്മളതിന്. അത് കഴിഞ്ഞിട്ട് നമ്മളതിന് ഫോർ എക്സാമ്പിൾ ഒരു 500 ഗ്രേ അല്ലെങ്കിൽ ഒരു 10 ഗ്രേസ് ഓഫ് ഡോസ് കൊടുത്തു. ഇത് നമ്മുടെ റേഡിയോ ആക്റ്റീവ് ഡോസ് കൊടുത്തു. എന്നിട്ട് അപ്പോൾ 10 ഗ്രേ ഓഫ് റേഡിയോ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ലുമിനസെൻസ് എന്തോറുണ്ട് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യും. അപ്പോൾ ഇഫ് യു ഗിവ് 10 ഗ്രേ, ദിസ് മച്ച് amount it should return. That is the sensitivity of the grain. Sometimes when you give a grain from a mountainous region, ഇപ്പോൾ നമ്മൾ ഈസ്റ്റേൺ ഗാർഡ്സിന്റെ അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഫുഡ് ഹിൽസിൽ നിന്ന് എടുക്കുന്ന ഒരു സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിംഗ് ലോ സെൻസിറ്റിവിറ്റി. കാരണം എന്ന് വെച്ചാൽ അത് റോക്കിൽ നിന്ന് പുറത്ത് വന്നിട്ട് ദി എമൗണ്ട് ഓഫ് ടൈംസ് ഇറ്റ് ഈസ് റീസൈക്കിൾഡ് ഈസ് വെരി ലെസ്. വളരെ കുറച്ച് സമയം മാത്രമാണ് എക്സ്പോസ് ചെയ്ത് ബറി ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ബൈ ദ ടൈം അത് നമ്മുടെ കോസ്റ്റ് വരെ എത്തിക്കഴിയുമ്പോഴേക്കും മൾട്ടിപ്പിൾ ടൈംസ് അത് റീസെറ്റ് ചെയ്ത് ബ്ലീച്ച് ചെയ്ത് റീസെറ്റ് ചെയ്ത് ബ്ലീച്ച് ചെയ്ത് അങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ സെൻസിറ്റിവിറ്റി കൂടി വരും. അപ്പോൾ ദ മോർ ഫ്രീക്വന്റ് ഇറ്റ് ഗെറ്റ് റീസെറ്റ്, ദ മോർ സെൻസിറ്റീവ് ഇറ്റ് ബിക്കം. സോ സിമിലർലി ഈ റോക്കിന്റെ പ്രീവിയസ് ഹിസ്റ്ററി ഓൾസോ എക്സേർട്സ് എ റോൾ ഓൺ ദ സെൻസിറ്റിവിറ്റി. അപ്പോൾ ഈ സെൻസിറ്റിവിറ്റി യൂസ്ഡ് ആസ് എ സറഗേറ്റ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഇൻഡയറക്റ്റ് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രൊവിനൻസ്. അതാണ് ഈ രണ്ട് റോക്ക്. അപ്പോൾ ഏത് തരം സോഴ്സ് റോക്കിൽ നിന്നാണ് ഇത് വരണേന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിത്യമിസ്സൊക്കെ എന്താണ് മറ്റേ സ്പെക്ട്രം എടുക്കുമല്ലോ. അപ്പോൾ ഒരു മിനറലിന്റെ സ്പെക്ട്രം എടുക്കണ പോലെ യു ജസ്റ്റ് ടേക്ക് ഒരു ക്വാർട്സ് ഗ്രെയിൻ എടുത്തിട്ട് ഫ്രം ഇഗ്നിയസ് ഒറിജിനുള്ള ക്വാർട്സ് ഗ്രെയിൻ എടുത്തിട്ട് അതിന്റെ ഡി കെ കർവ് എടുക്കുക. സോ ഇറ്റ് വിൽ ഹാവ് ഡി കെ കർവ് എന്ന് പറഞ്ഞാൽ എക്സ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കർവിനെയാണ് നമ്മൾ ഡി കെ കർവ് എന്ന് പറയാം. അതെടുക്കുമ്പോൾ അതിൽ എത്ര ഫോട്ടോ അതിന്റെ ഒരു പാറ്റേൺ ഉണ്ടാവും. അതേപോലെ മെറ്റമോർഫിക് ഒറിജിൻ എടുക്കുക, ഇഗ്നിയസ് ഒറിജിൻ എടുക്കുക, സെഡിമെന്ററി ഒറിജിൻ എടുക്കുക. യു സീ ദർ ഈസ് എ ഡിഫറൻസ് ഇൻ ഡി കെ പാറ്റേൺ ഓഫ് ഈച്ച് ഗ്രെയിൻ ഫ്രം ഡിഫറെന്റ് റോക്സ്. അത് നമുക്കൊരു എന്താ പറയുക സറഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഒരു സ്പെക്ട്രം പോലെ യൂസ് ചെയ്യാൻ പറ്റും. ആ സോഴ്സിൽ നിന്ന് വരുന്ന റോക്കിനൊക്കെ സിമിലർ ആയിട്ടുള്ള പാറ്റേൺ ഉണ്ടാവണം പറയാൻ പോലെ. സോ ലൈക്ക് ദാറ്റ്. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് മനസ്സിലായി? ഓക്കെ, താങ്ക് യു. ഇനി ഇതിൽ ജിയോളജി വളരെ അത് ഞാൻ നേരത്തെ ഫിസിക്സുകാർക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞതേ വീണ്ടും അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും ഫിസിക്സുകാർ നോക്കണത് വാട്ട് ദേ സീ വാട്ട് ഈസ് ദർ ഓൺ ദ സർഫസ്. ഫിസിക്സിൽ നോക്കുമ്പോൾ എന്താണ്, ഞാൻ ഇത്ര ഇലക്ട്രോൺ വോൾട്സ് എനർജി കൊടുത്തു, ഇത്രയും ഫോട്ടോൺസ് വന്നു, നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇത്രയും കിട്ടി. അതാണ് അവർ ദേ ആർ ലുക്കിംഗ് ഓൺലി അറ്റ് ദ ഫിസിക്കൽ ആസ്പെക്ട്. പക്ഷെ ആസ് എ ജിയോളജിസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ റോക്ക്
പ്രോപ്പർട്ടി ലൈക്ക് അതിനകത്ത് ക്വാർട്സ് മാത്രമല്ല ഉണ്ടാവുക, ദർ മേ ബി ഇമ്പ്യൂരിറ്റീസ്. ഫെൽസ്പാർ ഉണ്ടാവാൻ പറ്റും, ഓരോ ക്വാർട്സ് ഗ്രെയിനുള്ളിലും ഇമ്പ്യൂരിറ്റി ഉണ്ടാവാമല്ലോ. ഫെൽസ്പാറിന്റെ ഇമ്പ്യൂരിറ്റി ഉണ്ടാവും, ഇൻ മെനി അതർ മിനറൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവാൻ പറ്റും. സോ ഓൾ ദീസ് ഇമ്പ്യൂരിറ്റീസ് ഇറ്റ്സ് ഓൾ കെമിക്കൽസ് ദാറ്റ് വുഡ് കൺവേർട്ട് അല്ലെങ്കിൽ ദാറ്റ് വുഡ് മാനിഫെസ്റ്റ് എ ഡിഫറെന്റ് സിഗ്നൽ ടു ദ ഗ്രെയിൻ. അപ്പോൾ അത് ഒരു ജിയോളജിസ്റ്റിനാണ് ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക. ദേ വിൽ ബി ഓൺലി ലുക്കിംഗ് അറ്റ് ദ എൻഡ് പ്രോഡക്റ്റ്. സോ അഗെയിൻ ദാറ്റ് ഈസ് അവർ കോൺട്രിബ്യൂഷൻ ആസ് എ നമ്മൾ എന്താ പറയുക ആസ് എ ജിയോളജിസ്റ്റ്. അപ്പോൾ ഫ്രം ദിസ് വാട്ട് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ക്വാട്ടർണറി ജിയോളജി പറയുന്നത് ട്രൂലി എന്താ പറയുക ഒരു ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റ് ആണ്. ഫിസിക്സ് വേണം, കെമിസ്ട്രി വേണം, മാത്സ് വേണം, പെട്രോളജി വേണം, ജിയോളജി വേണം, എല്ലാം വേണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ടൈറ്റിൽ മാറ്റിയത് കേട്ടോ, റീസെന്റ് ട്രെൻഡ്സ് ഇൻ ക്വാട്ടർണറി ജിയോളജി എന്ന് പറഞ്ഞാൽ. സോ ഐ വിൽ നോട്ട് ബി ഫിറ്റ് ഫോർ ഗിവിംഗ് എ ടോക്ക് ഓൺ ദാറ്റ്, കാരണം ഐ വിൽ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ദ തിങ്സ് ഇൻവോൾവ്. അപ്പോൾ നമുക്ക് അറിയണത് പറഞ്ഞാൽ പോരെന്ന് വെച്ചിട്ടാണ് ഞാൻ മാറ്റിയത്. ഓക്കെ, യെസ്. എനിത്തിങ് എൽസ്? ഉണ്ടോ? ഓക്കെ ഓക്കെ. Thank you, Linda. I may invite both Aisha ma'am and Bridget sir onto the stage to give our token of appreciation to dear Lindo. He has given a wonderful talk. Actually, I am not much exposed to this quaternary geology. Like Andu sir has already said, we were all metamorphosed one. Anyway, this was really interesting. We have many things to do in the nearby area, like in the coal wetlands of Ponnani. You can do some work. Like MSc students can take up some works on the recent quaternary sediments, where you will be able to see the climatic variations. Most of the recent records are there in the coal wetland sediments. So I hope somebody will be taking up that project, and definitely we will be having the guidance of Lindo sir for that project. I may invite both of you to the stage to hand over a token of love and appreciation to our dear Lindo. Thank you, Lindo. ഒരു പൂവ് അന്വേഷിച്ച് നടന്നേ, പൂ കിട്ടാണ്ടായില്ല, പിന്നെ ഒരു ചെടിയെ വാങ്ങിച്ചു. അപ്പൊ പിന്നെ ഒരു പൂക്കാരല്ലാത്ത ടീച്ചർക്ക് കൊടുക്കാനായിട്ടേ എല്ലാ തവണയും വരുന്ന പോലെയല്ല, ഇത്തവണ വരുമ്പോൾ ടീച്ചർ റിട്ടയർ ചെയ്യാണല്ലോ. അപ്പോൾ ഒരു പൂ അന്വേഷിച്ച് നടന്നതാണ്, പൂ കിട്ടാണ്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് പൂവായിട്ട് കൊടുക്കും, ചെടിയായിട്ടാണ് കൊടുക്കാമല്ലോ ഒന്ന്. പിന്നെ ഈ സമയത്ത് പൂവില്ല, ചെടിച്ചട്ടിയിലൊന്നും പൂവുണ്ടായില്ല. അപ്പോൾ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പൂവാണെങ്കിൽ വാടി പോകുമല്ലോ, ഇത് കുറച്ച് നാൾ നിൽക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ താങ്ക് യു. സോ പണ്ട് കുറെ കാലം മുന്നേ നേരത്തെ നമ്മൾ കാലത്ത് പറഞ്ഞു വെച്ച പോലെ തന്നെ ആദ്യം ഉണ്ടായിരുന്ന രണ്ട് കോളേജുകളാണ് ക്രൈസ്റ്റ് കോളേജും പൊന്നാനി MESഉം, ജിയോളജി ബന്ധങ്ങൾ. അപ്പം അവിടെയും 3 പേരുണ്ടായിരുന്നു, ഇവിടെയും 3 പേരുണ്ടായിരുന്നു. ഞങ്ങൾ വാല്യുവേഷൻ ക്യാമ്പിലൊക്കെ പ്രഭാരൻ സാറ്, GK സാറും ഞാനും പോവും. അതേപോലെ അവിടെ ഉണ്ടായിരുന്ന ജോർജ് സാറ്, രാജൻ സാറ്, ശ്രീകുമാർ സാറ്, അങ്ങനെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വി ഹാഡ് എ വെരി ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഫാക്കൽറ്റീസ് ആക്ച്വലി. ആൻഡ് അവർ 3 പേരും റിട്ടയർ ചെയ്ത് പോയപ്പോഴാണ് നമ്മുടെ ലിൻഡോ അപ്പിയർ ചെയ്തിട്ടുള്ളത്. ലൈക്ക് ദർ ഇസ് എ വെരി ലാർജ് ഗ്യാപ്പ്
like pre-Cambrian and quaternary. And the quaternary man is succeeding very well. I am proud to say that he is keeping his department to the highest level and contributing much to the department. And I thank both Linto and Ando, who are the products of Christ College, for coming over here and sharing their experiences and giving a wonderful അപ്പോൾ പ്രിയപ്പെട്ട ആൻഡോ സർ, ലിൻഡോ സർ, മറ്റു പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ഒന്നാം ദിവസം വളരെ വിജയകരമായി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ശനിയാഴ്ചയാണ്. കണ്ടറുമ്പക്കാവിൽ പൂരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടാവും കുറേ ആളുകൾക്ക്. പക്ഷെ നാളെ നമ്മൾ വീണ്ടും നമ്മുടെ സെഷനുകൾ കുറേ കൂടി ടൈറ്റാണ്. എന്താ വെച്ചാൽ ഇന്ന് വരേണ്ടിയിരുന്ന നമ്മുടെ അസ്ലം സാർ ഉൾപ്പെടെ കുറച്ചധികം ടോക്സ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ 9:30 തന്നെ തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ മുഴുവൻ പാർട്ടിസിപ്പൻസും വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തണം, 9:30 തന്നെ എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടാവേണ്ടിയിരുന്ന കുറേ ആളുകൾ ക്യാമ്പസിലുണ്ട്. അപ്പോൾ പോണതിൻ്റെ മുമ്പ് അവരോടും പറയുക, രാവിലെ ഇവിടെ വരണം എന്ന് പറയും. 9:30 ഇവിടെയാണ് പരിപാടി എന്നവരെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നാളെ 9:30 വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ആൻഡോ സാറിനും ലിൻഡോ സാറിനും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കും.